അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. വേദിയിലുള്ള ഏറ്റവും ആദരണീയരായ ഗുരുനാഥന്മാരെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെയും പോഷക സംഘടനകളുടെയും ബഹുമാന്യരായ നേതാക്കളെ, ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി യാത്രയാക്കുന്നതിന് വേണ്ടി അവർക്കാവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒത്തുചേരൽ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന രീതിയിൽ ആരാധനാകർമ്മങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അത് നിർവഹിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നത് കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് എന്ന ആരാധനാകർമ്മം നമസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലത്തെ ഒരു ആരാധനാകർമ്മമാണെങ്കിലും ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആരാധനാകർമ്മത്തിന് നമ്മൾ വലിയ മൂല്യം കണക്കാക്കാറുണ്ട്. ആ അത്രയും മൂല്യമുള്ള ആ ആരാധനാകർമ്മം തെറ്റുകളില്ലാതെ, കേടുപാടുകളില്ലാതെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ നിർവഹിക്കാൻ ആവശ്യമായ മതപരമായ നിർദ്ദേശങ്ങളാണ് ഈ ഒരു കൂട്ടായ്മയിലൂടെ KNM ഹാജിമാർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഏതൊരു കർമ്മം സ്വീകരിക്കണമെങ്കിലും അതിന് അല്ലാഹു ചില ചിട്ടവട്ടങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ചിട്ടവട്ടങ്ങൾ പൂർണ്ണമായ ആരാധനാകർമ്മങ്ങളെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒക്കെ കഅബാലയത്തിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കിയിട്ട് അവരവിടുന്ന് അള്ളാഹിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ ഇപ്രകാരം കാണാം: വഅരിനാ മനാസിക്കനാ വഅരിനാ മനാസിക്കനാ. പടച്ചോനെ, ഈ കഅബയുമായി ബന്ധപ്പെട്ട് നിർവഹിക്കേണ്ട ആരാധനാകർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് എന്ന് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരയണമേ റബ്ബേ, ഞങ്ങൾക്ക് നീ കാണിച്ചു തരയണമേ റബ്ബേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഒരൊറ്റ ആരാധനാകർമ്മവും നമ്മുടെ ഇഷ്ടപ്രകാരം നിർവഹിക്കേണ്ടതല്ല. നമ്മൾക്ക് രൂപം മാറ്റാനോ നമുക്ക് രൂപം കൊടുക്കാനോ ഒരാരാധനാകർമ്മങ്ങളിലും പാടില്ല. അപ്പോൾ നോക്കൂ, നിസ്കാരത്തിൽ അത്തഹിയാത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ ചൂണ്ടിപ്പിടിക്കണം എന്നാണ്. ഏതെങ്കിലും ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ കൂലി കിട്ടുന്ന കാര്യമല്ലേ, ഇടത്തെ കൈയിൻ്റെ വിരലും ചൂണ്ടിപ്പിടിക്കട്ടെ എന്നൊരാൾക്ക് തോന്നാൻ പാടില്ല. ആരാധനാകർമ്മങ്ങളുടെ മുഴുവൻ രൂപവും ഭാവവും എണ്ണവും അതിൻ്റെ കൃത്യതയും ഒക്കെ അള്ളാഹു നിശ്ചയിച്ചതാണ്. ഹജ്ജിൻ്റെ കർമ്മങ്ങളും അള്ളാഹുവാണ് പഠിപ്പിച്ചു തന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹിയിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് കാണിച്ചു തന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു: ഖുദൂ അന്നീ മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ കണ്ട് പഠിക്കണം കേട്ടോ. എന്നിട്ട് ഓരോ കർമ്മങ്ങളും പ്രവാചകൻ കൃത്യമായിട്ട് പറഞ്ഞും കാണിച്ചും തൻ്റെ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. സഹാബത്ത് പ്രവാചകന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒന്നും വിട്ടുപോകാതെ ഒപ്പിയെടുത്ത് ഹജ്ജുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ചെറിയ ഒരു കാര്യം പോലും വിട്ടുപോകാതെ എത്ര മനോഹരമായിട്ടാണ് ആ കർമ്മത്തിനെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട്
എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട് ഞാൻ 10 ലക്ഷം കൊടുത്തു, അല്ലെങ്കിൽ 5 ലക്ഷം കൊടുത്തു, ഇതിൻ്റെ 2ാമത്തെ ഹജ്ജ്, 3ാമത്തെ ഹജ്ജ്, എന്തൊക്കെ വലിയത് പറയുന്നതിന് പകരം അള്ളാഹു എന്നെ പഠിപ്പിച്ചതുപോലെ, അവിടുത്തെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ മനോഹരമായ ഒരു ഹജ്ജ് നിർവഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങാൻ പറ്റണം. പല ആൾക്കാരും, എൻ്റെ അനുഭവത്തിൽ പല ആളുകളും ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ എന്താ പറഞ്ഞറിയോ, ഉസ്താദേ നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല, ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ ഒന്നും കൂടി ഒന്ന് പോണം. എന്താ അറിയോ, ഒന്നാമത്തേതിൽ എന്തൊക്കെയോ അപാകതകളോ ന്യൂനതകളോ, അതിന് അമീറൊക്കൊപ്പുണ്ടായിനി, പിന്നെ തിരക്കപ്പെട്ട അമീറിനെ കാണാനില്ലാതെയായി, പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്തേ എനിക്കെന്നെ അറിയില്ല. അങ്ങനെയാണ് പോണേ. നമ്മൾ അമീറിനെ കണ്ട് ഹജ്ജിന് പോകരുത്. ഹജ്ജ് എന്ന കർമ്മം വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഹജ്ജിന് പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് ശരിക്ക് പഠിച്ചിട്ട് തന്നെ പോകണം. കാരണം ചിലപ്പം അമീർമാരോ പറഞ്ഞുതരാം മൗലവിമാരോ ഒന്നും ആ തിരക്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അവരില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് കർമ്മങ്ങൾ മാറ്റിവെക്കാനും പറ്റൂല. അതാത് സമയത്ത് ചെയ്യണ്ടേ. നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമ്മേളനത്തിലേക്കാണ് പോണേ. നമ്മുടെ കേരളത്തിലിപ്പോൾ ചില വലിയ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ടേ 2 ലക്ഷം ആൾക്കാർ പങ്കെടുത്തു, 3 ലക്ഷം ആൾക്കാർ പങ്കെടുത്തു. നമ്മളെ കേരളത്തിലൊന്നും അങ്ങനെ 2-3 ലക്ഷം ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റിയ ഒരു സ്ഥലം പോലും ഇല്ല. പിന്നെ ഒരു പൂജയൊക്കെ ഇങ്ങനെ കൂട്ടിയിടില്ല. ഒരു 10,000 ആളുണ്ടെങ്കിൽ ഒരു പൂജ്യം കൂടി കൂട്ടി ഏകദേശം 1 ലക്ഷത്തോളം എന്നൊക്കെ പറയാം. എന്നാൽ മക്കത്ത് അങ്ങനെയല്ല. 20 ലക്ഷം എന്ന് പറഞ്ഞാൽ അത് 25 ആവുമല്ലാതെ 19 ആവൂല. അത്രയും ലക്ഷങ്ങൾ. ഞാൻ തീർത്തു പറയാം, ഈ ഹജ്ജിന് പോകുന്ന മുഴുവൻ ഹാജിമാരോടും പറയാം, നിങ്ങൾ കാണാൻ പോകുന്ന ജനക്കൂട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ജനക്കൂട്ടേക്കാണ്. ആ ജനക്കൂട്ടത്തിലേക്കാണ് നമ്മൾ പോണേ. അതിലൊരാളായി നമ്മൾ മാറുകയാണ്. അതിൽ നമ്മുടെ കർമ്മങ്ങൾ ആരും കൂടെ ഇല്ലെങ്കിലും ഒറ്റക്കൊറ്റക്ക് നിർവഹിക്കാൻ നമ്മൾ പഠിച്ചിട്ട് പോകണം. ഇല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകും. എൻ്റെ കൂടെ മരുവലുണ്ടേ, മരുവൊക്കെ എല്ലാം അറിയാം. അതുകൊണ്ട് ഓളപ്പങ്ങനെ നടന്നു കൊടുത്താൽ മതി. ഇവിടെ നടക്കാം മഞ്ചേരങ്ങാടി കൂടെ. അവിടെ ചെന്ന ഹറമിൻ്റെ മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ മരുവളയില്ല പോയത്, അമ്മായിമ്മയില്ല പോയത്, മകൻ എവിടെയാ, ഓരോ അഡ്രസ്സും ഉണ്ടാവില്ല, ചെതറിപ്പോവും. ആ സമയത്ത് പടച്ചോനെ ഇനി ഞാനെന്താ ചെയ്യുക, ഇല്ലതൊക്കെ പാടെ ഓലെടുത്താണല്ലോ എന്ന് വിചാരിക്കരുത്. നമ്മളെടുത്ത് എന്തെങ്കിലുമൊക്കെ വേണം. വളരെ ലളിതാണ് ഹജ്ജ്. ഇപ്പം എന്നോട് നിങ്ങൾ ചോദിക്കണേ, ഉസ്താദേ നിസ്കരിക്കേണ്ടത് എങ്ങനെയാ ഞങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാലേ മിനിമം 1/2 മണിക്കൂർ വേണ്ടി വരും ഒരു നിസ്കാരത്തിൻ്റെ രൂപം പറഞ്ഞുതരാൻ. എന്നാൽ ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ രൂപം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് 1/2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 അതിശയോക്തി വേണ്ട, ഒരു 10 സെക്കൻഡ് കൊണ്ട് എനിക്ക് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പറയാൻ പറ്റും. മീഖാത്തിൽ ഇഹ്റാമിൽ പ്രവേശിച്ച് മക്കയിൽ പോയി തവാഫ് ചെയ്ത് സഈ ചെയ്ത് ഉംറ പൂർത്തിയാക്കി ദുൽഹജ്ജ് 8-ന് മിനയിൽ പോയി, 9-ന് അറഫയിൽ പോയി, അന്ന് രാത്രി മുസ്ദലിഫയിൽ പോയി, 10-ന് മിനയിലേക്ക് മടങ്ങിച്ചെന്ന് കല്ലെറിഞ്ഞ് തവാഫ് ചെയ്ത് ബലിയറുത്ത് മുടിയെടുത്ത് ദുൽഹജ്ജ് 11-ഉം 12-ഉം 13-ഉം മിനയിൽ താമസിക്കുക. കഴിഞ്ഞ്. ഇതാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ. ഒരു ഉംറയുടെ കർമ്മം നിങ്ങൾ ചോദിച്ചാൽ 2 സെക്കൻഡ് മതി. ഇഹ്റാമിൽ മക്കയിലെത്തി തവാഫ് ചെയ്ത് സഈ ചെയ്ത് മുടിയെടുത്ത് കഴിഞ്ഞ്. പണ്ട് സ്കൂളിൽ നിന്ന്, ഞങ്ങളെ സ്കൂളിലൊക്കെ പണ്ട് സ്കൂളിൽ ഫോട്ടോ എടുക്കലുണ്ട് ഇടക്കിടക്ക്. അന്ന് സ്റ്റുഡിയോ ഒന്നുമില്ല. നമ്മളൊക്കെ കുട്ടിക്കാലം പറഞ്ഞാൽ 1980-കളല്ലേ. അന്ന് സ്റ്റുഡിയോ ഒക്കെ അപൂർവമായിട്ടല്ലേ. അപ്പോൾ സാർ എന്നും പറയും ഇന്ന് ഫോട്ടോ എടുക്കാൻ ആൾ വരും. ഒരാഴ്ച ഞങ്ങൾ ഒരുങ്ങി അവസാനത്തെ ദിവസം അയാൾ വന്ന് എന്നും വാച്ചൊക്കെ കെട്ടി വരും ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി. ആരാൻ്റെ വായ്പങ്ങ വാച്ചൊക്കെ അങ്ങനെ ഒരുങ്ങി ഒരാഴ്ചത്തെ ഒരുക്കം മൂപ്പര് വന്ന് ആ തുണിയൊക്കെ ഇട്ട് മൂടുന്ന ആ കറുത്ത ക്യാമറയാണ്. അതൊക്കെ വെച്ച് ഞങ്ങളുടെ ഡെസ്കുമേലൊക്കെ കയറി ഇന്നപ്പോത്തിന് മൂപ്പര് പറഞ്ഞു ഇറങ്ങിക്കോളിയും പറഞ്ഞു. അതിനൊരു സെക്കൻഡ് മതിയല്ലോ. പക്ഷെ നമ്മുടെ ഒരുക്കത്തിന് എത്രങ്ങാനും സമയം വേണമല്ലേ. ഒരു ഹജ്ജ് ചെയ്യാൻ വേണ്ടി എത്ര കാലമായി നമ്മൾ ആഗ്രഹിക്കണ്, എത്ര കാലമായി നമ്മൾ ഒരുങ്ങണ്. ഈ ഹജ്ജും ഉംറയും നമ്മൾ കുറ്റമറ്റ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോവാം. അവിടെ ചെന്ന് ഓരോരുത്തർ ഓരോന്ന് അങ്ങനെ ഞാൻ കാട്ടിയിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ അവിടെ എന്താ പോലെ അങ്ങനെ കാട്ടുന്നത്, അതിനൊന്നും നമ്മൾ കണ്ണും കാതും കൊടുക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹജ്ജിൻ്റെ ഉംറയുടെ രൂപം നമ്മൾ ശരിക്ക് പഠിച്ചു പോവുക. നമ്മൾ അള്ളാഹുവിന് ജീവിതം സമർപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമ്മളെ വിളിച്ചത്. അറിയോ, 1 ലക്ഷത്തിലേറെ പ്രവാചകന്മാരുണ്ട് ലോകത്ത്. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ
ഹജ്ജിന് വേണ്ടി ജനങ്ങളെ മക്കയിലേക്ക് വിളിക്കാൻ അല്ലാഹു തആല ചുമതലപ്പെടുത്തിയതേ ഇബ്രാഹിം നബിയോടാ. ഇബ്രാഹിമേ, വിളിക്ക്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങൾക്കിടയിൽ ഹജ്ജിനെ കുറിച്ച് നീ വിളംബരം ചെയ്യ്, അവരോട് പറ മക്കയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കാൻ. യഅ്തൂക, അവർ വരും. യഅ്തൂക, അവർ വരും. റിജാലൻ, നടന്നു വരും. വഅലാ കുല്ലി ളാമിരിൻ, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത്, ദുർഘടമായ മലമ്പാതകൾ താണ്ടി അവർ ഇവിടെ വരും. നമ്മൾ വിചാരിക്കും ഹജ്ജൊക്കെ നിർവഹിക്കൽ പൈസക്കാരല്ലേ, കോടീശ്വരന്മാരല്ലേ. അങ്ങനെയല്ല അല്ലാഹു പറഞ്ഞേ. വണ്ടിക്കൂലിക്ക് കാശില്ലാത്തവർ നടന്നു വരും. നല്ല ഒട്ടകങ്ങളില്ലാത്തവർ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് വരും. ദുർഘടമായ മലമ്പാതകൾ താണ്ടി അവർ വരും. എന്തുകൊണ്ടാണ് വരുന്നത് അറിയോ? അള്ളയാണ് വിളിച്ചത്. നമ്മുടെ സൃഷ്ടാവായ, കാരുണ്യവാനായ, ജീവിതത്തിൽ എല്ലാം നമുക്ക് നൽകിയ ആ അള്ളയാണ് വിളിച്ചത്. ആ അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അതെങ്ങനെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ, കുടുംബത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അനശ്വരമായ സ്മരണകളാണ് ആ മക്കയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പം നമുക്കൊരു ഇടങ്ങേറല്ലേ, എന്താപ്പോ ഹജ്ജിന് പോകുമോ പോകൂലേ അറിയില്ല, പാസ്പോർട്ടൊക്കെ കൊടുത്തിക്കണ്, വിസയൊക്കെ അടിച്ചിക്കണ്, അങ്ങനെ ഇപ്പം ഇറാഖ്, ഇസ്രായേൽ, അമേരിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിട്ട് കളിക്കുക. എന്തേക്കാരവസ്ഥ? ഇപ്പം തന്നെ ഉള്ളിലൊരു പേടിയുണ്ട് അല്ലേ? എന്തേക്കാരവസ്ഥ? പേടിയുണ്ടോ? പേടിയില്ലേ അല്ലേ? ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ സവിശേഷത എന്താ? നിങ്ങൾ അല്ലാഹു തആല ഒരു കാര്യം അവനോട് കൽപ്പിച്ചാൽ ആ കൽപ്പന നിർവഹിക്കുന്നതിൽ ഒരു തടസ്സവും അവനുണ്ടാവില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹ് പറയണേ, അസ്ലിം, അസ്ലിം, ഇബ്രാഹിമേ, നീ പൂർണ്ണമായി അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കണം. ഈ ചോദ്യം കേട്ടപ്പോൾ അതെങ്ങനെ, അങ്ങനെ ജീവിച്ചാൽ ഞാൻ ഒറ്റപ്പെടൂലേ, എൻ്റെ നാട്ടിൽ ഞാൻ ഒറ്റക്കാവൂലേ, എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവോ, എൻ്റെ അന്നം മുടങ്ങൂലേ? ഈ ജാതി മറുചോദ്യങ്ങളൊന്നും ഇബ്രാഹിം നബി ചോദിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മറുപടി കൃത്യമാണ്. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ റബ്ബേ, ഞാൻ ഇതാ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പ്രഖ്യാപിച്ചു. നീ കീഴ്പ്പെട്ടൂലേ, എന്നാ ഒരു കാര്യം ചെയ്യ്, നീ നേരെ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്നല്ല അള്ളാഹ് പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ കഠിനമായ പരീക്ഷണത്തിൻ്റെ ഒന്നിനു ശേഷം ഒന്ന് തുടർച്ചയായ വലിയ പരീക്ഷണത്തിൻ്റെ പരമ്പരകളാണ്. ഇബ്രാഹിം നബിൻ്റെ കഥ അറിയാത്ത ആരാള്? ചെറുപ്പത്തിൽ പിതാവ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് മുതൽ, രാജാവ് തീക്കുണ്ടാരത്തിൽ എറിഞ്ഞത് മുതൽ, നാട് വിട്ടുപോയത് മുതൽ, സ്വന്തം മകനെ അറുക്കുവാൻ ബിനായിലെ കുന്നിൻ ചെരുവിലേക്ക് പോകുന്നത് മുതൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തീക്കട്ടയുടെ ചൂടുള്ള സംഭവങ്ങൾ അറിയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? അതെ, ആ ഇബ്രാഹിം നബിയെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നമ്മുടെ മില്ലത്തായി, അദ്ദേഹത്തിന്റെ മില്ലത്ത പഠിപ്പിച്ചേ. മില്ലത്ത അബീക്കും ഇബ്രാഹിം, മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ, നമ്മുടെ വാപ്പയാ, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്ത്. എന്താ മില്ലത്ത്? സുന്നത്ത് നമ്മൾ കേട്ടിക്കണ്. എന്താ മില്ലത്ത്? മില്ലത്ത് എന്ന് പറഞ്ഞാൽ അത് ആദർശത്തിന്റെ ഒരു വഴിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുഴുവനും പാലിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായ ആ ആദർശമുണ്ടല്ലോ, അതേതാണ് ആദർശം? അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. എൻ്റെ ആരോഗ്യം, എൻ്റെ സ്വത്ത്, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എല്ലാത്തിനും മീതെ എനിക്ക് അള്ളാഹുവാണ്. ആ അള്ളാഹു എന്നോട് ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കൽപ്പന നിർവഹിക്കുന്നതിൽ ഒന്നും എനിക്ക് തടസ്സമാവുകയില്ല. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആദർശത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വശം. നോക്കൂ, ഇബ്രാഹിം നബിയോട് അള്ളാഹു കൽപ്പിക്കുന്ന ഓരോ കൽപ്പനകളും എത്രമാത്രം തീവ്രമാണ് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കൂ. ഒന്നും വേണ്ട, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇബ്രാഹിം, നീ നിന്റെ മകനെ അള്ളാന്റെ കൽപ്പന പ്രകാരം ബലിയറുക്കണം. ഒരു സ്വപ്നാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ സ്വപ്നം തള്ളിക്കളയാം, അതൊരു സ്വപ്നമല്ലേ, തോന്നിയതേക്കാരം, ദുസ്വപ്നമായിരിക്കും, എന്തുമാവാം. പക്ഷേ പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ അള്ളാഹുവിൻ്റെ വഹയാണ്. ആ സ്വപ്നത്തിലെ അള്ളാഹ് കൽപ്പിച്ചത്, നീ നിന്റെ മകനെ അറുക്കണം.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യ ഹാജറിന്റെ അടുത്തെത്തുക. ആരാ ഹാജർ എന്നറിയോ? കാണാൻ ഭംഗിയുള്ള നല്ല വലിയ തറവാട്ടുകാരിയായ പെണ്ണൊന്നല്ല, അടിമ സ്ത്രീയാണ്. കറുത്ത് മെലിഞ്ഞ് കുറിയ ചുരുണ്ട മുടിയും പതിഞ്ഞ മൂക്കുമൊക്കെയുള്ള ഒരു അടിമ സ്ത്രീയാണ് ഹാജർ. പക്ഷേ ഖിയാമത്ത് നാൾ വരെ മനുഷ്യന്മാര് ഹാജറിനെ മറക്കൂല. എന്താ മറക്കാത്ത അറിയോ? ആ ഹാജറിന്റെ ത്യാഗോജ്ജലമായ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഖുർആനിലും ഹദീസിലും ഒക്കെ. ആ ഹാജറിന്റെ അടുത്ത് ചെന്ന് അല്ലേ, നോക്കൂ നിങ്ങൾ, ഉമ്മാനെയും മകനെയും വിജനമായ മരുഭൂമിയിലിട്ട് കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി പോയിട്ടേ ആ മരുഭൂമിയുടെ തീഷ്ണമായ ചൂടിലും ഒറ്റപ്പെടലിലും തൻ്റെ മകനെ പോറ്റാൻ വേണ്ടി ആ ഉമ്മ അനുഭവിച്ച ത്യാഗം ചെറുതൊന്നുമല്ല. ആ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ഇബ്രാഹിം നബി പറഞ്ഞേ എന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, മകനെ അർക്കണം. ഒരു മറുവാക്കുണ്ടായില്ല, തർക്കിച്ചില്ല, ഒഴിവാക്കാൻ നോക്കിയില്ല. റബ്ബിന്റെ കൽപ്പനയുണ്ടോ എങ്കിൽ അത് പൂർത്തിയാക്കണം. കുളിപ്പിച്ച് തൻ്റെ കൈ കൊണ്ട് തുന്നിയ ഏറ്റവും മനോഹരമായ കുപ്പായം തൻ്റെ മകനെ ധരിപ്പിച്ച് അവൻ്റെ കവളത്തുമ്മ വെച്ച് ആ മകനെ ഇബ്രാഹിമിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹാജർ അനുഭവിക്കുന്ന ആ ത്യാഗത്തിന്റെ ആഴമുണ്ടല്ലോ ഉമ്മമാരെ എങ്ങക്കറിയില്ലേ? സ്വന്തം കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി നഴ്സുമാര് കുട്ടിയെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ കണ്ണുനീർത്തുള്ളി കൊണ്ട് കണ്ണ് കാണാതെ ആശുപത്രിയുടെ ബെഡിൽ തളർന്നിരുന്നിട്ടില്ല നിങ്ങൾ? സ്വന്തം കുട്ടിയുടെ ഇഞ്ചക്ഷന്റെ കരച്ചിൽ കേട്ടപ്പോൾ നിങ്ങൾ കണ്ണ് തുടച്ചിട്ടില്ലേ? ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ മരിക്കൊന്നുമില്ല, പക്ഷേ സ്വന്തം മകന് അറുക്കുവാൻ ഭർത്താവിന്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഹാജർ എന്ന സ്ത്രീയുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന് സമർപ്പിച്ച ഒരു ജീവിതമാണ് അല്ലേ? ആ മകനെയും കൊണ്ട് പോകുമ്പോ ഇബ്രാഹിം നബി മകനോട് പറയുന്ന ഒരു വാക്കുണ്ട്, യാ ബുനയ്യ, മോനെ, എനിക്ക് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുണ്ട്. എന്താ കൽപ്പന? നിന്നെ നാട് കടത്തണമെന്നല്ല, നിന്നെ പട്ടിണി കിടണമെന്നല്ല, നിന്നെ കൊണ്ട് യത്തീങ്ങാനിലാക്കണമെന്നല്ല, നിന്നെ അറുക്കണമെന്ന്. അന്നി അത് മോനെ, നിന്നെ അറുക്കണമെന്ന് അള്ളാന്റെ ഒരു കൽപ്പന എന്നോട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യാ? എന്താണ് എൻ്റെ അഭിപ്രായം? ചോദിക്കാനൊക്കെ എളുപ്പല്ലേ, പക്ഷേ ആ അവസ്ഥകളെ നോക്കേണ്ടി. ബാപ്പയുടെ കൈ പിടിച്ച് നടക്കുവാൻ പ്രായമായ ഒരു മകൻ ബാപ്പക്ക് നൽകുന്ന മറുപടി എന്താ? ബാപ്പ, എന്താണോ അള്ളാഹു പറഞ്ഞത് അത് ചെയ്യാ. നോക്കി നിങ്ങള്, ഒരു കുടുംബത്തിന്റെ ഭാഗ്യം നോക്കാണി. ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും മനോഹരമായ കുടുംബാധാരങ്ങള് ബറാക് ഒബാമന്റെ കുടുംബമല്ല, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കുടുംബമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മൾ പഠിപ്പിക്കണേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാക്ക് വേണ്ടി റസൂലുള്ളയോട് പ്രാർത്ഥിക്കാൻ പാടില്ല, പക്ഷെ റസൂലുള്ളാക്ക് വേണ്ടി അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പല പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ ഒന്നാണ് പ്രവാചകന് വേണ്ടി നമ്മൾ ചൊല്ലാറുള്ള സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. അർത്ഥങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? അല്ലാഹുവേ, ഇബ്രാഹിം നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ ഗുണം ചെയ്തതുപോലെ, അല്ലാഹുവേ, ഇബ്രാഹിം നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്തതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ ഗുണം ചെയ്യണേ, നീ ബർക്കത്ത് ചെയ്യണേ എന്നാ നമ്മൾ പ്രാർത്ഥിക്കണേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും കിട്ടിയ ഗുണമേതാ? അവർ രാജാക്കന്മാരായിരുന്നില്ല സുലൈമാൻ നബിയെ പോലെ, അവർ അധികാരികളായിരുന്നില്ല യൂസുഫ് നബിയെ പോലെ. പിന്നെ എന്താണ് ആ കുടുംബത്തിന് കിട്ടിയ ബർക്കത്തരങ്ങൾ? ബാപ്പിയും ഉമ്മയും മകനും എല്ലാവരും അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകാൻ പരസ്പരം സഹായിക്കുന്ന ഒരു കുടുംബം. ഭർത്താവ് അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റക്കാരനാവാതിരിക്കാൻ ഭാര്യ സഹിക്കുന്ന വേദനകൾ, ബാപ്പ അള്ളാന്റെ കൽപ്പന അനുസരിക്കാൻ മകൻ അനുഭവിക്കുന്ന ത്യാഗം, തൻ്റെ ഭാര്യയും മകനും സ്വർഗത്തിലെത്താൻ ആ ഭർത്താവ് അനുഭവിക്കുന്ന പ്രയാസം. എന്തല്ലേ പരസ്പരം, എൻ്റെ മക്കൾ സ്വർഗത്ത് പോകണം, അതിനെന്ത് ത്യാഗവും ഞാൻ സഹിക്കാം. ഞങ്ങളെ ബാപ്പ നരകത്ത് പോകാൻ പാടില്ല, അതിന് എന്ത് ത്യാഗവും മക്കൾ സഹിക്കുക. എൻ്റെ ഭർത്താവ് ഒരു കാരണവശാലും നരകത്ത് പോകാൻ പാടില്ല, അതിന് ഞാൻ എന്താ സഹിക്കേണ്ടത്? അത് ഞാൻ സഹിക്കുക. അല്ലെ, ഒരു ഭാര്യയും ഭർത്താവും ഒരു കുടുംബം മിനായിലെ കുന്നിൻ ചെരുവിലേക്ക് മകനെയും കൊണ്ടുപോകുമ്പോൾ അറുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ മകൻ ബാപ്പയോട് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവര്, നമുക്കൊക്കെ ഒന്ന് മക്കളെ പേടിയല്ലേ? ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും മക്കളെ പേടിയാ. മക്കളുടെ കാര്യം പറയുമ്പോൾ കണ്ണ് നിറയാത്ത രക്ഷിതാക്കൾ കുറച്ചേ ഉള്ളൂ.
എന്താ പറഞ്ഞാ കേൾക്കൂല ഉസ്താദെ, ദേഷ്യാണ് ഭയങ്കരം, ഒന്നും പറഞ്ഞാ കേൾക്കൂല, എവിടുക്കാ പോണത് അറിയില്ല, എന്താ ചെയ്യണ അറിയില്ല, എനിക്ക് പേടിയാവണുണ്ട് എന്ന് പറയുന്ന രക്ഷിതാക്കളല്ലേ വലിയൊരു വിഭാഗം. ആ രക്ഷിതാക്കൾക്ക് മുമ്പിൽ ഇബ്രാഹിം നബിയും കുടുംബവും ഒരു വിസ്മയമാവട്ടെ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പയോട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാപ്പ, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചില്ലേ എന്നെ അറുക്കണമെന്ന്? ആ കൽപ്പന നടക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ബാപ്പ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താ പറയുക? ബാപ്പ എന്നെ അറുക്കുവാൻ വേണ്ടി കിടത്തുമ്പോ എൻ്റെ കൈകാലുകളൊക്കെ വള്ളികൾ കൊണ്ട് പിടിച്ച് കെട്ടണം. കാരണം ഞാൻ എത്ര ക്ഷമിച്ചാലും ബാപ്പ, കഴുത്തിൽ കത്തി അമരുമ്പോ വേദന കൊണ്ട് പെടയുകയോ പെടഞ്ഞെണീക്കുകയോ എൻ്റെ കൈകൾ കൊണ്ട് അങ്ങയുടെ കയ്യിലെ ആയുധം പിടിച്ചു മാറ്റുകയോ ചെയ്താൽ ബാപ്പ, വിറക്കുന്ന കൈകൾ കൊണ്ട് നിങ്ങൾക്ക് എന്നെ തടയാൻ പറ്റൂല. അള്ളാന്റെ കൽപ്പന നിങ്ങൾക്ക് അനുസരിക്കാൻ കഴിയാതെ വരും. കാരണം ഇബ്രാഹിം നബിക്ക് പ്രായം കുറെ ആയിക്കണേ. ഈ മകനൊന്ന് കൈപിടിച്ചാൽ, ഒന്ന് വിറച്ചാൽ, ഒന്ന് കൊതറിയാൽ ബാപ്പാന്റെ കയ്യിലെ കത്തി താഴെ വീഴും. അത് മകനറിയാം. അതുകൊണ്ട് മകനെടുക്കുന്ന സുരക്ഷിതത്വം, ബാപ്പ എൻ്റെ കയ്യും കാലും ശരിക്ക് പിടിച്ച് കെട്ടിക്കൊള്ളണം കേട്ടോ, ഇല്ലെങ്കിലേ കഴുത്തിൽ കത്തി അമരുമ്പോ ഞാൻ ഇളകിയാൽ, ഞാനൊന്ന് കൊതറിയാൽ ബാപ്പ, കൽപ്പന നിർവഹിക്കപ്പെടാതെ പോകും. അപ്പൊ അള്ളാന്റെ മുമ്പിൽ നിങ്ങൾ കുറ്റക്കാരനാവും. അതുണ്ടാവരുത്, ശരിക്ക് പിടിച്ച് കെട്ടിക്കൊള്ളണം. രണ്ടാമതെന്താ മോൻ പറഞ്ഞറിയോ? ബാപ്പ എന്നെ കമിഴ്ത്തി കിടത്തണം കേട്ടോ, എൻ്റെ മുഖം നിങ്ങൾ കാണരുത്, എൻ്റെ മുഖം നിങ്ങൾ കാണരുത്. എൻ്റെ മുഖം നിങ്ങൾ കണ്ടാൽ, നമ്മുടെ കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടിയാൽ ബാപ്പ, നിങ്ങളുടെ കൈകൾ നിശ്ചലമായി പോകും. അതുകൊണ്ട് എൻ്റെ മുഖം കാണാതിരിക്കാൻ എന്നെ കമിഴ്ത്തി കിടത്തിക്കൊള്ളണം. മൂന്നാമത് മോൻ എന്താ പറഞ്ഞറിയോ? എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ജീവിച്ച ഉമ്മയാണ്. എൻ്റെ ഉമ്മ എനിക്ക് തുന്നിത്തന്ന ഏറ്റവും മനോഹരമായ കുപ്പായ അത്. പോരുമ്പോ ഉമ്മയോട് യാത്ര പറയാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മയോട് എൻ്റെ സലാം പറയണം, എൻ്റെ ഉമ്മയോട് എൻ്റെ സലാം പറയണം. എൻ്റെ വക എൻ്റെ ഉമ്മക്ക് അവസാനത്തെ സമ്മാനമായി എൻ്റെ ഓർമ്മകളുടെ ഈ കുപ്പായം എൻ്റെ ഉമ്മക്ക് നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം. പക്ഷേ ഈ കുപ്പായത്തിൽ ചോരയാവരുത്. ഈ കുപ്പായത്തിലെ എൻ്റെ ചോരത്തുള്ളികൾ വീണാൽ അതെൻ്റെ ഉമ്മക്ക് താങ്ങാനാവൂല. അതുകൊണ്ട് അറുക്കും മുമ്പേ എൻ്റെ കുപ്പായം അടിച്ച് ദൂരെ വെക്കണം. എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ എന്നെ അറുത്ത് എൻ്റെ മയ്യത്ത് സംസ്കരിച്ച് നിങ്ങൾ എൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ മകൻ്റെ സലാം പറയണം. ഈ കുപ്പായം എൻ്റെ ഉമ്മക്ക് കൊടുക്കണം. ഒരു മകൻ, ഒരു ബാപ്പ, ഒരു ഉമ്മ ആകാശത്തിന് കീഴെ ഭൂമിയുടെ മേലെ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ വേണ്ടി അവർ അനുഭവിച്ച ത്യാഗത്തിൻ്റെ ആ വലുപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ത്യാഗത്തിൻ്റെ ഭൂമിയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നത് മറക്കാതിരിക്കണം. നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരുടെ മുമ്പിലും ഹാജിയാവാനോ ഹജ്ജുമ്മയാവാനോ വേണ്ടിയല്ല. കുടുംബത്തിലെ എല്ലാവരും ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഞാൻ മാത്രം ചെയ്തിട്ടില്ല, അത് മോശല്ലേ, ആ മോശത്തരം മാറ്റാനല്ല. നമ്മൾ പോകുന്നത് അള്ളാഹു എന്ത് കൽപ്പിച്ചോ അത് ജീവിതത്തിൽ പുലർത്തും. ഒരു പ്രയാസങ്ങളും ഒരു പ്രതിസന്ധിയും നമുക്ക് തടസ്സമാവുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നമ്മൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്നത്. അള്ളാഹു തആല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഈ കർമ്മം പൂർത്തിയാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഹജ്ജുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ തീർക്കാൻ ബഹുമാന്യരായ പണ്ഡിതന്മാരുടെ ഒരു നിര തന്നെ ഈ വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഹജ്ജിൻ്റെ കർമ്മങ്ങളുടെ വളരെ വേഗത്തിലുള്ള ഒരു ഓടിച്ചു പോക്കാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഹജ്ജ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പറയാം. അപ്പോൾ പ്രായമുള്ള ചില ആൾക്കാരൊക്കെ പറയും, മൗലവി അതൊക്കെ ഇനി നടക്കുമോ, പഠിക്കാനൊക്കെ എനിക്ക് പറ്റുമോ? അതാ ഞാൻ പറഞ്ഞേ, ഹജ്ജ് എന്ന കർമ്മം ഏറ്റവും ലളിതമായ ഒരു കർമ്മമാണ്. കാണാതെ പഠിക്കാനോ കുത്തിയിരുന്ന് പഠിക്കാനോ ഉറക്കമൊഴിച്ച് പഠിക്കാനോ അതിലൊന്നുമില്ല. വളരെ ലളിതമായ, നമ്മുടെ മനസ്സിലിങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് നമ്മൾ ചേർത്ത് വെക്കേണ്ട വളരെ മനോഹരമായ, എന്നാൽ ലളിതമായ, എന്നാൽ വലിയ ചില പ്രയാസങ്ങൾ കാത്തിരിക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജ്. അതുകൊണ്ട് ഞാൻ ആ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാം. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഹജ്ജ് എന്നത് മുസ്ലിമായ ഒരു മനുഷ്യന് സാധിക്കുന്ന, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സാധിക്കുന്ന ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് ഒരു ഉംറയും നിർവഹിക്കൽ ജീവിതത്തിൽ നിർബന്ധമാണ്. ഒരു ഹജ്ജും ഒരു ഉംറയും അതിന് സാധിക്കുന്ന ഒരാൾ ജീവിതത്തിൽ ഒരിക്കൽ അത് നിർവഹിക്കൽ അയാൾക്ക് നിർബന്ധമാണ്. അത് എപ്പോഴാണ് നിർവഹിക്കേണ്ടത്? ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. വയസ്സായി
മക്കളൊക്കെ കെട്ടിച്ച് പേരക്കുട്ടികളെയും കെട്ടിച്ച് ഓല കുട്ടിയൊക്കെ പെരയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എല്ലാ ബാധ്യതയും കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിനും വയ്യാത്ത സമയത്ത് ഞാൻ ഹജ്ജിന് പോകല്ലേ എന്ന് മക്കളൊക്കെ പാടെ കൂടി ബാപ്പാനിമാനി ഹജ്ജിന് പറഞ്ഞയക്കുന്ന കുറേ ഹാജിമാരെ നമ്മൾ കാണാറുണ്ട്. എന്നിട്ട് അവിടെ വന്നിട്ട് നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, അറഫയിലും പോകൂല, മിനയിലും പോകൂല, എവിടെയെന്നറിയില്ല, എന്താണെന്നറിയില്ല, എത്ര തവാഫായി എന്നറിയില്ല, എത്ര സഴിയെന്നറിയില്ല, ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാർ. മക്കളെന്താ ചെയ്യാറോ? ഉസ്താദെ ബാപ്പാക്ക് വയ്യട്ടോ, ഞങ്ങളിത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടോ, പൈസ കിട്ടണല്ലേ. ഉസ്താദും പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ നോക്കിക്കോളാം. ഒറ്റക്ക് നടക്കാൻ വയ്യാത്ത പെരിച്ചായി മഞ്ചിയും കൊണ്ട് പോകുക അറിഞ്ഞായിരിക്കേ ആ തിരക്കിൽ ഒറ്റക്കുള്ള യാത്ര തന്നെ പ്രയാസകര. അപ്പോൾ ആ കണ്ണ് കാണാത്ത, കാത് കേൾക്കാത്ത, നടക്കാൻ വയ്യാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടങ്ങേറാവണ്. നമ്മളെ മുമ്പിൽ വന്ന് കരയും, ഉസ്താദെ ഞാൻ എത്ര തവാഫായി എനിക്കറിയില്ല, സഴി അറിയില്ല, എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിനി ഓലാരും കാണാനല്ല എന്നൊക്കെ സങ്കടപ്പെടുന്ന കുറേ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി പറയാണ്, പഠിച്ചിട്ട് പോയിക്കോളിയും. ഹജ്ജും ഉംറയും ഇൻഷാ അല്ലാഹ്, ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു തീർക്കാം. 3 രൂപത്തിൽ നമുക്ക് ഹജ്ജ് നിർവഹിക്കാമല്ലോ അല്ലേ? അതായത് ഹജ്ജും ഉംറയും ഒരുമിച്ച് നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ 3 രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ലത് എന്ന് പഠിപ്പിച്ച ഒരു രൂപമുണ്ട്. ആ രൂപത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആ രൂപത്തിന് പറയുന്ന പേര് തമത്തുഅ് എന്നാണ്. തമത്തുഅ്, ഇഫ്രാദ്, ഖീറാൻ, ഇങ്ങനെ 3 പേരുണ്ട്. ഞാൻ എല്ലാം പാടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഞാൻ തമത്തുഅ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല ഹജ്ജിന്റെ രൂപമാണെന്ന് പഠിപ്പിച്ച ആ തമത്തുഅ് എന്ന രൂപത്തെക്കുറിച്ച് മാത്രം സംസാരിക്കണേ. നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് ആ രൂപത്തിലായിരിക്കും മിക്കവാറും എല്ലാവരും ഹജ്ജും ഉംറയും നിർവഹിക്കുക. തമത്തുഅ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ മക്കയിലെത്തുകയും ആദ്യം ഉംറ നിർവഹിക്കുകയും പിന്നെ ഹജ്ജിന്റെ ദിവസം വരെ മക്കയിൽ സാധാരണ ജീവിതം നയിക്കുകയും ഹജ്ജിന്റെ സമയമാകുമ്പോൾ മക്കയിൽ നമ്മൾ താമസിക്കുന്ന ഇടത്തിൽ നിന്നു തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പോകുന്ന മനോഹരമായ, സുഖപ്രദമായ, സൗകര്യപ്രദമായ ഹജ്ജാണ് തമത്തുഅ് ആയ ഹജ്ജ്. ആദ്യം ഉംറ, പിന്നെ മക്കത്ത് നമ്മൾ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സാധാരണ പോലെ ഈ നാട്ടിൽ ജീവിക്കുന്ന പോലെ മക്കത്ത് ജീവിക്കുക. എന്നിട്ട് ഹജ്ജിന്റെ സമയമാകുമ്പോൾ നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന് തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച് നമ്മൾ ഹജ്ജിന് വേണ്ടി മിനയിലേക്ക് പുറപ്പെടും. ഏറ്റവും സൗകര്യമുള്ള രൂപാട്ടോ. ഈ രൂപത്തിനാണ് തമത്തുഅ് എന്ന് പറയാം. നിങ്ങളെല്ലാവരും, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ KNM-ൻ്റെയോ അല്ലെങ്കിൽ സലഫി അമീറന്മാർ നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പിലാണെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ കിട്ടും. പക്ഷേ ഗവൺമെൻറ് ഗ്രൂപ്പുകളിൽ പോകുന്ന ആളുകൾക്ക് പലപ്പോഴും അവരുടെ അമീറന്മാർ മതപരമായ മതപരമായി വിവരമുള്ളവരായിക്കൊള്ളണമെന്നില്ല. അവർ പല വീക്ഷണക്കാരാവാം. അതുകൊണ്ട് പഠിച്ചിട്ട് പോവുക, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി പോവാം. ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റെ കർമ്മങ്ങളിലേക്ക് വരാം. 1, ആദ്യം നിർവഹിക്കേണ്ടത് ഉംറയാണ്. നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ ആദ്യം നിർവഹിക്കുന്നത് ഉംറയാണ്. ഒരു ഉംറ എന്ന് പറയുന്നത് 3 കർമ്മങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു ഉംറ സംഭവിക്കുക. 3 കർമ്മങ്ങൾ. 1, ഇഹ്റാമിൽ പ്രവേശിക്കണം, ഇഹ്റാം ചെയ്യണം. 2, കഅബയെ തവാഫ് ചെയ്യണം. 3, സഫാ മർവക്കിടയിൽ നടക്കണം. ഇതുള്ളൂ. ശരിക്ക് തിരക്കില്ലാത്തൊരു സമയത്ത് നമ്മൾ മക്കയിലെത്തിയാൽ അരമണിക്കൂർ കൊണ്ട് ഒരു ഉംറ നിർവഹിച്ച് പൂർത്തിയാക്കാം. തിരക്കില്ലാത്തൊരു നേരത്ത് നമ്മൾ മക്കയിലെത്തിയാൽ അരമണിക്കൂർ കൊണ്ട് ഒരു ഉംറ കർമ്മം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അരമണിക്കൂർ മതി. എന്നാൽ നല്ല തിരക്കുള്ള സമയത്താണെങ്കിൽ ഒരു പക്ഷേ 3, 4, 5, 6 മണിക്കൂർ വരെ എടുത്തേക്കും ഉംറ കർമ്മം പൂർത്തിയാക്കാൻ. അത് അവിടുത്തെ തിരക്കുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഉംറ ഉദ്ദേശിക്കുന്ന ഒരാൾ ആദ്യമായിട്ട് ആ ഉംറയുടെ 1ാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇഹ്റാമാണ്. എന്താ ഇഹ്റാം എന്ന് പറഞ്ഞാൽ? ഈ പദങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഇഹ്റാം എന്നുള്ള പദം ഉണ്ട്. നിസ്കാരത്തെ പറ്റി പഠിച്ച പോലെ തക്ബീറത്തുൽ ഇഹ്റാം. എന്താ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ? നമസ്കാരത്തിൽ പ്രവേശിക്കുന്ന 1ാമത്തെ പ്രവൃത്തി അല്ലാഹു അക്ബർ. ഈ തക്ബീറിനാണ് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയാം. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീർ. ഹജ്ജിൻ്റെ ഉംറയുടെയും ഇഹ്റാം എന്ന് പറഞ്ഞാലും അതന്നെയാണ്. ഉംറയുടെ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഞാൻ ഉംറയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ഒരാൾ മനസ്സിൽ വിചാരിക്കുക. എന്താണ്? ഞാൻ
ഉംറയുടെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ഒരാൾ മനസ്സിൽ വിചാരിക്കുക, അതിന് പറയുന്ന പേരാണ് ഇഹ്റാം. സംശയം ഉണ്ടാവരുത്. ഹജ്ജിനോ ഉംറക്കോ പോകുന്ന ഒരാൾ ഞാൻ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ ഉംറയുടെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് മനസ്സിൽ വിചാരിക്കുക, ആ കർമ്മത്തിന് പറയുന്ന പേരാണ് ഇഹ്റാം. ആൾക്കാർ ചോദിക്കൂലേ, ഇഹ്റാം കെട്ടിയോ? എന്താണ് ഈ കെട്ടല്? വലിയ കയറാന്നൊക്കെ തോന്നും. എവിടുന്നാ ഇഹ്റാം കെട്ടിയത്? ഇഹ്റാം കെട്ടുകയല്ല, ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. ഇഹ്റാം അല്ലേ? അപ്പോ ഈ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നീയത്താണ്, ഹജ്ജിന്റെ നീയത്താണ് ഇഹ്റാം. ഞാൻ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഉംറയുടെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അത് മനസ്സിൽ വിചാരിക്കുക. എല്ലാ നീയത്തിൻ്റെയും കേന്ദ്രം മനസ്സാട്ടോ. നവാ എന്ന് പറഞ്ഞാൽ വിചാരിച്ചു എന്നാ. നീയത്ത് എന്ന് പറഞ്ഞ അറബി വാക്കിന്റെ അർത്ഥം വിചാരിക്കൽ, കരുതൽ എന്നാണ്. ഓർമ്മല്ലേ, പണ്ട് നോമ്പിനൊക്കെ അമ്മമാര് നീയത്ത് പറഞ്ഞെന്ന് നവൈത്തു, അതിന്റെ മലയാളം പറഞ്ഞു എന്തേനി? ഞാൻ കരുതീന. നവൈത്തു പറഞ്ഞാൽ ഞാൻ കരുതീന. കരുതുക എന്നുള്ള പണിയുണ്ടല്ലോ, അത് വായന്റെ പണിയല്ല, അത് മനസ്സിന്റെ പണിയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഞാൻ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് വിചാരിക്കലാണ് നീയത്ത്. ഒരു സുന്നത്തുണ്ട് ഇവിടെ. എന്താ സുന്നത്ത് അറിയാം? അങ്ങനെ മനസ്സിൽ ഞാൻ ഹജ്ജിന്റെയോ ഉംറയുടെയോ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് എന്നൊരാൾ വിചാരിക്കുമ്പോൾ അവിടെ ഒരു സുന്നത്തുണ്ട്. അവനവന്റെ നാവ് കൊണ്ട് അതൊന്ന് വെളിവാക്കി പറയണം. എങ്ങനെ? റസൂൽ പഠിപ്പിച്ചു തന്നു, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് അവൻ നാവ് കൊണ്ട് പറയുക കൂടി ചെയ്താൽ വളരെ നന്നായി. ഈ പറയുമ്പോൾ പുരുഷന്മാർ ലേശം ഉച്ചത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, സ്ത്രീകളാണെങ്കിൽ ഇത്തിരി പതുക്കെ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. ഇത് പറയൽ സുന്നത്താണ്. ഇനി പറഞ്ഞില്ലെങ്കിലോ, ഒരാൾ പറഞ്ഞില്ല പക്ഷെ മനസ്സിൽ വിചാരിച്ച് മതി, അവന്റെ കർമ്മം പൂർത്തിയായി, പക്ഷെ അത് നാവുകൊണ്ട് പറയൽ സുന്നത്താണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഹജ്ജിന്റെയും ഉംറയുടെയും ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇഹ്റാം ആണ്. വളരെ ലളിതമാണ്. എന്താണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ? ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഞാൻ ഹജ്ജിലേക്ക് കടക്കുകയാണ് അല്ലെങ്കിൽ ഉംറയിലേക്ക് കടക്കുകയാണ് എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആ ഏർപ്പാടിന് പറയുന്ന പേരാണ് ഇഹ്റാം. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ അത് നാവ് കൊണ്ട് പറയൽ കൂടി ഒരു സുന്നത്തുണ്ട്. സാധിക്കുന്ന ആളുകൾ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്നോ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്നോ അവർ പറയൽ നല്ലതാണ്. പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ മനസ്സിൽ വിചാരിക്കണം, അത് നിർബന്ധം. ഇതിന് പറയുന്ന പേരാണ് ഇഹ്റാം. മനസ്സിലായല്ലോ? ആയി. ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ട ചില കാര്യങ്ങൾ. എവിടെ വെച്ചാണ് ഇഹ്റാം ചെയ്യേണ്ടത്? എവിടെ വെച്ചാണ്? ചില ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എവിടുന്നാ ഇഹ്റാം ചെയ്യുന്നത്? വീട്ടിൽ നിന്നാ, എയർപോർട്ടിൽ നിന്നാ, എവിടുന്നാ ഇഹ്റാം ചെയ്യേണ്ടേ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാമിൽ പ്രത്യേകിച്ച് ഹജ്ജിന്റെ മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്, ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ഇഹ്റാം ചെയ്യാൻ പറ്റൂല. ഇഹ്റാം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 സ്ഥലങ്ങളുടെ പേര് പഠിപ്പിച്ചിട്ടുണ്ട്. മക്കയുടെ ചുറ്റുമായി, മക്കയെ നിങ്ങൾ ഒരു നാടായിട്ട് പരിഗണിക്കുക, അതിൻ്റെ ചുറ്റുഭാഗത്ത് 5 ഗേറ്റ്, ഇവിടെ ഒരു ഗേറ്റ്, അവിടെ ഒരു ഗേറ്റ്, ഇവിടെ ഒരു ഗേറ്റ്, ഇങ്ങനെ 5 ഗേറ്റ്. ഈ ഓരോ ഗേറ്റുകൾക്ക് ഒരു പേരുണ്ട്. എന്താ പേര് പറയാ? മീഖാത്ത് എന്നാ പറയാ. മീഖാത്ത്. ഓരോ സ്ഥലങ്ങളാണ്, ചെറിയ ഗ്രാമങ്ങളാണ്. ഈ 5-ൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിലൂടെ മാത്രമേ ഹജ്ജിനോ ഉംറക്കോ വേണ്ടി വരുന്ന ഒരാള് മക്കയിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഇവിടെ മഞ്ചേരി ഈ ജയശ്രീ ഓഡിറ്റോറിയത്തിൽ ഹജ്ജ് ക്ലാസ് നടക്കുമ്പോൾ KNM സംഘാടക സമിതി പറയാണ്, നിങ്ങൾ ഈ ഹജ്ജ് ക്ലാസ്സിന് വരുമ്പോൾ ഇങ്ങനെ 5 സ്ഥലങ്ങൾ, ഇപ്പോൾ ഇടവണ്ണക്കൂടെ വരുന്ന ആൾക്കാർ, ഇവിടെ കാരക്കുന്ന് ജംഗ്ഷന്, ഇവിടെ കോഴിക്കോട് ഭാഗത്ത് വരുന്ന ആൾക്കാർ, ഇവിടെ ബൈപ്പാസ് ജംഗ്ഷന്, പാണ്ടിക്കാട് വരുന്ന ആൾക്കാർ, അങ്ങനെ 5 സ്ഥലം, അതിൽ കൂടെ അങ്ങോട്ട് വരാൻ പാടുള്ളൂ എന്ന് പറയുന്ന പോലെ ഹജ്ജിനോ ഉംറക്കോ വേണ്ടി മക്കയിലേക്ക് പോകുന്ന ആളുകൾ മക്കയിലേക്ക് പ്രവേശിക്കാൻ 5 സ്ഥലങ്ങളുടെ പേര് റസൂലുള്ള പ്രഖ്യാപിച്ചു. അത് റസൂലുള്ള സ്വന്തം നിലക്ക് പ്രഖ്യാപിച്ചതല്ല, വഹീ മുഖേന പ്രഖ്യാപിച്ചതാ. ആ സ്ഥലങ്ങൾക്കാണ് മീഖാത്ത് എന്ന് പറയാം. നമ്മളൊക്കെ പണ്ട് മദ്രസ പഠിച്ചില്ലേ, ഇന്ത്യയിൽ നിന്നും ഹജ്ജിന് പോകുന്ന ആളുകളുടെ മീഖാത്ത് ഏതാണ്? യലംലം. അങ്ങനെ പഠിച്ച് പണ്ടന്നെ. അതേപോലെ കർനുൽ മനാസിൽ, അതേപോലെ തന്നെ ഈ ജുഹ്ഫ, അങ്ങനെ 5. മറ്റൊരിക്കൽ പ്രവാചകൻ 6ാമത്തെ ഒരു സ്ഥലം കൂടി ഒരു നാട്ടുകാർക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 5 എണ്ണം നമ്മൾ ഓർത്തു വെക്കുക.
ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ മക്കയിലേക്ക് പ്രവേശിക്കേണ്ടത്. ആ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഹജ്ജിന് പോവുക, നിങ്ങൾ എവിടുന്നാ ഇഹ്റാമിൽ പ്രവേശിക്കണേ? നിങ്ങൾ എന്താ പറയാ? മീഖാത്തിൽ നിന്ന്. ഏത് മീഖാത്തിലൂടെയാണോ നമ്മൾ വരിക, അപ്പം നമ്മൾ റോഡ് മാർഗം പോവുകയാണെങ്കിൽ ആ മീഖാത്ത് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് നമ്മൾ ഉദാഹരണമായിട്ട് കർനുൽ മനാസിൽ എന്ന മീഖാത്ത് ത്വായിഫിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ കാണുന്ന ഒരു മീഖാത്താണ്. അവിടെ നമ്മൾ ചെന്നാൽ കാണാം വലിയ പള്ളി, വിശാലമായ ബാത്റൂം സൗകര്യങ്ങൾ, എല്ലാ സൗകര്യം. 10,000-കണക്കിന് ആൾക്കാർ വന്നാലും കുളിച്ച് ഒളുവെടുത്ത് ഡ്രസ്സ് മാറി ഇഹ്റാം ചെയ്യാനുള്ള എല്ലാ സൗകര്യവും അവിടെ ഉണ്ട്. മദീനയിൽ കൂടി വരുന്ന ആളുകൾക്ക് അബിയാർ അലി, അവിടെ വിശാലമായ പള്ളിയുണ്ട്. അതേപോലെ ഈജിപ്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ജുഹ്ഫ എന്ന സ്ഥലത്ത് വിശാലമായ പള്ളിയും സൗകര്യമുണ്ട്. അപ്പം നമ്മൾ ഏത് വഴിക്കാണോ മക്കയിലേക്ക് പോവുക, നമ്മൾ വിമാനത്തിലാണ് പോവുക. നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് വിമാനം മക്കയിലേക്ക് അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് വരുമ്പോൾ ആ വിമാനം കടന്നു വരുന്നൊരു മീഖാത്തുണ്ടാവും. അതിപ്പോൾ ഈ ഇറാൻ ഇറാഖ് അല്ലെങ്കിൽ ഇറാഖ് ഇങ്ങനെ യുദ്ധങ്ങളൊക്കെ സംഭവിക്കുമ്പോഴേ ഓരോരോ രാജ്യങ്ങളും അവരുടെ മുകളിലൂടെയുള്ള വിമാനപാതകൾക്ക് ചില നിരോധങ്ങൾ ഏർപ്പെടുത്തും. അപ്പം നമ്മൾ വിചാരിച്ച വഴിക്കാവൂല വിമാനം പോവുക. സാധാരണ നമ്മൾ വിചാരിക്കുക യലംലം വഴിക്കേക്കാരം നമ്മുടെ വിമാനം പോവുക. പക്ഷേ ചില വിമാനയാത്രകളിൽ വിമാനപാതകൾക്ക് തടസ്സമുണ്ടാകുമ്പോൾ വിമാനം കറങ്ങി വേറെ വഴിക്കാ പോവുക. അപ്പോൾ വേറെ ചില മീഖാത്ത് കൂടെക്കാരം നമ്മൾ വരിക. എന്തായിരുന്നാലും ഹജ്ജിന് വേണ്ടി പോകുന്ന ഹാജിമാരുള്ള വിമാനം അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി പോകുന്ന ഹാജിമാരുള്ള വിമാനം, ആ വിമാനത്തിൻ്റെ പൈലറ്റ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തും. എന്താ അറിയോ? ഇനി മീഖാത്തിലെത്താൻ അരമണിക്കൂർ കൂടി ഉണ്ട്. അതൊരു അനൗൺസ്മെൻറ്റാണ്. അപ്പം നമ്മളെല്ലാവരും ഉണരും, ഉഷാറായിട്ട് ഇങ്ങനെ അരമണിക്കൂറും കൂടി ഉള്ളൂ, റെഡി ആയി നിൽക്കും. പിന്നെ പറയും ഇനി മീഖാത്തിലെത്താൻ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഉണ്ട് അറിയും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഉഷാറായി. ഒന്നും ഉണ്ടാവില്ല, കാരണം ഇവിടുന്ന് പോയിട്ട് 6 മണിക്കൂർ വേണം. കോഴിക്കോട് വിമാനം കയറിയാലേ 6 മണിക്കൂർ കഴിഞ്ഞാൽ ആ മീഖാത്തിലെത്തുക. ഉറക്കത്തിലും ക്ഷീണത്തിലൊക്കെ ആയിട്ട് ഒന്നുമൊക്കെ പോയിട്ടുണ്ടാവും. നമ്മൾ ടൈമൊക്കെ ചെയ്ത് ഒന്ന് റെഡി ആയിട്ടൊക്കെ ഇരിക്കുക. അങ്ങനെ മീഖാത്തിലെത്തി എന്ന് പറയുമ്പോൾ ആ സീറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആവേശത്തോടു കൂടി പറയും ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ. അതാണ് അതിൻ്റെ ശരിക്കുള്ള രൂപം. അല്ല ബൈ റോഡ് പോവുകയാണെങ്കിൽ നമ്മൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ആ പള്ളിയിൽ പോയി ഒളുവെടുത്ത് നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ സുന്നത്തന്തരങ്ങൾ വാഹനപ്പുറത്ത് കയറിയിരുന്ന ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ ഇഹ്റാമിൽ പ്രവേശിച്ചു എന്നാ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ. ഇപ്പം രണ്ടാമത്തെ കാര്യം മനസ്സിലായി കാണും. ഉംറയുടെയോ ഹജ്ജിൻ്റെയോ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇഹ്റാമാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ആ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നത് മനസ്സിൽ വിചാരിക്കലാണ്. അത് വിചാരിക്കുന്ന സമയത്ത് നാവുകൊണ്ട് പ്രഖ്യാപിക്കൽ സുന്നത്താണ്. അത് ചെയ്യേണ്ടത് നിശ്ചയിക്കപ്പെട്ട നിർണിതമായ സ്ഥലത്ത് വെച്ചാണ്. ആ സ്ഥലത്തിന് പറയുന്ന പേര് മീഖാത്ത് എന്നാണ് അല്ലേ? അപ്പം നമ്മൾ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കും. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്യൽ സുന്നത്താണ്, നിർബന്ധമല്ല, സുന്നത്താണ്. ഒന്ന്, കുളിക്കുക. എങ്ങനെ കുളിക്കുക? ജനാബത്ത് കുളിക്കുന്നവൻ കുളിക്കുന്നത് പോലെ കുളിക്കുക. ഒളുവെടുത്ത് ശരീരം മുഴുവനും നനച്ച് ശരീരത്തിലെ കക്ഷത്തിലെ മറ്റൊക്കെയുള്ള മാലിന്യങ്ങളും അതേപോലെ നഖം ഇതൊക്കെ നീക്കം ചെയ്ത് വളരെ ഫ്രഷായിട്ട് മനോഹരമായിട്ട് കുളിക്കുക. അപ്പോൾ ഈ വിമാനത്തിൽ നിന്നൊക്കെ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ എവിടുന്നാ കുളിക്കുക? വീട്ടിൽ നിന്ന് കുളിക്കുക. പോണീൻ്റെ മുമ്പായിട്ട് കുളിക്കുക. ചില ആൾക്കാർ നേരത്തെ കുളിക്കേണ്ടത് കാരണം ഈ പെണ്ണുങ്ങളൊക്കെ ആ മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടൊക്കെ പോകേണ്ടി വരും. നേരത്തെ കുളിക്കുക, എപ്പോഴും കുളിക്കുക. പക്ഷെ ആ കുളിക്കുന്ന സമയത്ത് മനസ്സിൽ നിയ്യത്തുണ്ടാവണം. എന്താ നിയ്യത്ത്? ഇത് എൻ്റെ ഇഹ്റാമിനുള്ള കുളിയാണ്, ഇത് ഇഹ്റാമിനുള്ള കുളിയാണ് എന്ന നിയ്യത്തോടു കൂടി വളരെ ഫ്രഷായി വിശാലമായിട്ട് ഒരു ജനാബത്തുകാരൻ കുളിക്കുന്നവരല്ലേ, ആദ്യം മലമൂത്ര വിസർജന ഭാഗങ്ങളൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി പിന്നെ പല്ല് വെച്ച് പിന്നെ നന്നായിട്ട് ഒന്നുവെടുത്ത് തലയുടെ വെള്ളമൊഴിച്ച് ആദ്യം വലതുഭാഗം പിന്നെ ഇടതുഭാഗം വെള്ളമൊഴിച്ച് ഒക്കെ സോപ്പൊക്കെ തേച്ച് വൃത്തിയാക്കി അവസാനം കാലിൽ വെള്ളമൊഴിച്ച് ആ കുളി അവസാനിപ്പിക്കുക. 2ാം ക്ലാസ്സിലെ മദ്രസിലെ പുസ്തകം വായിച്ചാൽ അറിയാം എങ്ങനെ കുളിക്കേണ്ടേ. മൗലവി ഇപ്പം ഞങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എങ്ങനെയാ അപ്പം കുളിക്കാൻ പഠിപ്പിക്കുക? അതല്ല,
പറഞ്ഞതാണ്. മിക്കവാറും പലർക്കും വലിയ വിവരമൊന്നും ഉണ്ടാവില്ല, എന്നാലും പറഞ്ഞെന്നാ. അപ്പം നന്നായിട്ട് കുളിക്കുക. കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വേസ്റ്റുകളൊക്കെ, ബോഡി വേസ്റ്റുകൾ ഉണ്ടല്ലോ, ആ വേസ്റ്റുകളൊക്കെ നീക്കം ചെയ്ത് നന്നായിട്ട് കുളിക്കുക. 1. 2, പുരുഷന്മാർ അവരുടെ ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കാം. താടിയിൽ, മുഖത്ത്, കക്ഷത്തിലൊക്കെ പുരുഷന്മാർ. സ്ത്രീകൾക്കത് സുന്നത്തല്ല. പുരുഷന്മാർക്ക് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താ. പക്ഷേ ഒരിക്കലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇഹ്റാം ചെയ്യുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ, ആ ഒരു തുണി, ഒരു വിരിപ്പും, അതിലൊരിക്കലും സുഗന്ധമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഹ്റാമിൻ്റെ സമയത്ത് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ ഒരു പെർഫ്യൂമും ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശരീരത്തിൽ ആയിഷ ബീവി പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൽ പ്രവേശിക്കും മുമ്പ് ഞാൻ പ്രവാചകന്റെ താടിയിലൊക്കെ സുഗന്ധം പൂശിക്കൊടുക്കാറുണ്ട്. ഭാര്യമാരെ ഭർത്താക്കന്മാർക്കൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ആ സുന്നത്ത് കൂടി കിട്ടും. താടിനുണ്ടാകാൻ അയക്കൂല. എത്താ മനസ്സാങ്ങൾ താടി വെച്ച് നിങ്ങൾക്ക് ചൊറിയിടില്ലത് എന്നൊക്കെ പറഞ്ഞ് അത് വടിപ്പിച്ചിട്ടേ ചില ഭാര്യമാർ ഉറങ്ങുള്ളൂ. താടിയൊക്കെ വളർത്തൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. വളർത്തിക്കേണ്ടത് എന്താണോ? 24 മണിക്കൂറും കൂലിയിട്ടുന്ന കാര്യം അത്. ഈ താടി ഇവിടെ ഉണ്ടല്ലേ, ഇത് 24 മണിക്കൂർ ഇവിടെ ഉണ്ടാവുമല്ലോ. ആ 24 മണിക്കൂറും കൂലി കിട്ടിക്കൊണ്ടിരിക്കും. എന്തിനാ കളയണേ? അവനാൻ്റെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ. പലപ്പോഴും ആണുങ്ങൾ പറയേ, എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല ഉസ്താദേ, അതുകൊണ്ടാണ് ഞാൻ പഠിക്കണേ. അല്ലേ? ഇബ്രാഹിം നബിൻ്റെ കഥ നമ്മൾ കേട്ടില്ലേ? ഹാജറ ഇബ്രാഹിം നബിക്ക് വേണ്ടി എന്തോ ഒരു ത്യാഗം സഹിച്ച്, പിന്നെ എന്തേ 2 രോമം കുത്തനാണ് സഹിച്ചാൽ പറ്റുങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ നന്നായിക്കോട്ടെ, നല്ലതാണ്, കൂലിട്ടു അള്ളാഹിനേക്കത് നിങ്ങൾക്കും കിട്ടട്ടെ. അള്ളാഹു നമ്മളെല്ലാവരും ഹിദായത്തിലാക്കട്ടെ. അപ്പോൾ 1, ഇഹ്റാമിൻ്റെ മുമ്പ് കുളിക്കൽ സുന്നത്താണ്. 2, ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് ഉളു ഉണ്ടായിരിക്കൽ സുന്നത്താണ്. അത് ഞാനീ പറഞ്ഞല്ലോ, ദീർഘമായ യാത്രയായതുകൊണ്ട് വിമാനത്തിൽ വെച്ചൊക്കെ ഒതു നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. വിമാനത്തിൻ്റെ ചെറിയ ആ ലാവോട്ടറി പോയിട്ട് നിങ്ങൾ ഒരിക്കലും ഒതു എടുക്കാൻ ശ്രമിക്കരുത്. അത് വലിയ ദുൽമാണ്, അക്രമാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? തയമ്മം ചെയ്യാം. നമ്മുടെ സീറ്റിൻ്റെ മുമ്പിലെ സീറ്റിൻ്റെ പിറകിൽ നമ്മുടെ 2 കൈ കൊണ്ടും അടിച്ച് അതുകൊണ്ട് മുഖവും നമ്മുടെ കൈപ്പത്തിയും തടഞ്ഞ് നമുക്ക് തയമ്മം ചെയ്യാം. തയമ്മം ചെയ്ത് റെഡിയായിട്ടിരിക്കുക. മീഖാത്തിലെത്തുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. ഇനി മറ്റാർക്കെങ്കിലും, ഉമ്മാക്ക് വേണ്ടിയാണ്, ബാപ്പാക്ക് വേണ്ടിയാണെങ്കിൽ അതിൻ്റെ കൂടെ ഓർക്കണം കേട്ടോ. ഞാൻ ഉംറയിലേക്ക് പ്രവേശിക്കാന്ന് ഓർക്കുമ്പോൾ എൻ്റെ പിതാവിന് വേണ്ടിയുള്ള ഉംറ, അല്ലെങ്കിൽ ബാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടിയുള്ള ഉംറ, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയുള്ള ഉംറ, ഭാര്യയ്ക്ക് വേണ്ടിയുള്ള ഉംറ, അത് നമ്മുടെ മനസ്സിലുണ്ടാവണേ. വേണമെങ്കിൽ പറയുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ ലി അബി, എൻ്റെ വാപ്പാക്കും വേണ്ടി, ലി ഉമ്മി, അല്ലെങ്കിൽ ലി സൗജി. അറബി അറിയണോല്, അല്ലാത്തോല് മലയാളത്തിൽ വിചാരിച്ചത് എൻ്റെ ഭർത്താവിന് വേണ്ടിയുള്ള ഉംറയാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മക്ക് വേണ്ടിയുള്ള ഉംറയാണ്. മനസ്സിൽ വിചാരിച്ചാൽ മതിട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുളിച്ച് നന്നായി ഫ്രഷായിട്ട് ഇറങ്ങിയത്, സുഗന്ധമൊക്കെ പൂശിയിട്ട് ഉഷാറായി വന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച്. അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇല്ല. ഇനി ഇങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ, മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ മനുഷ്യന്മാരല്ല, നമ്മൾ പിന്നെ അസാധാരണ മനുഷ്യന്മാരാണ്. നമ്മൾ അള്ളാൻ്റെ അതിഥികളായി മാറി. അള്ളാൻ്റെ അതിഥികളായി മാറിയാൽ അള്ളാഹു ചില കാര്യങ്ങളൊക്കെ നമ്മളോട് വിരോധിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് 1, പുരുഷൻ ഈ ഇട്ടതുപോലത്തെ തുന്നിയ വസ്ത്രങ്ങൾ, ശരീരത്തിൻ്റെ രൂപത്തിനനുസരിച്ച് തുന്നി ഉണ്ടാക്കിയ ഷർട്ട്, ടീഷർട്ട്, ഇന്നറുകൾ, പാൻറ്, ഇങ്ങനത്തെ ഒന്നും ധരിക്കാൻ പാടില്ല. പുരുഷനെ സംബന്ധിച്ച് ഇഹ്റാമിൻ്റെ ഏറ്റവും നല്ല വസ്ത്രധാരങ്ങൾ ഒരൊറ്റ തുണി, ഒരു മുണ്ട്, തോളുകൂടെ. അങ്ങനെ ഇത് വെള്ള നിറത്തിലാകൽ സുന്നത്താണ്. ഇനി ഒരാൾക്ക് വെള്ള കിട്ടിയില്ല, ഏതും ആവാം, ഏത് നിറത്തിലും ആവാം, കുഴപ്പമില്ല. പക്ഷെ വെള്ളയാണ് ഏറ്റവും നല്ലത് എന്നർത്ഥം. അപ്പോൾ ഒരു വെള്ളത്തുണി ഉടുക്കാൻ, ഒരു വെള്ളത്തുണി പുതക്കാൻ, ഇതാണ് ഒരു പുരുഷൻ്റെ ഇഹ്റാമിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന വസ്ത്രം. അതിനിടയിൽ അണ്ടർവെയറുകൾ പാടില്ല, ബനിയന് പാടില്ല, കാല് മുഴുവനും മൂടിക്കളയുന്ന സോക്സ് പാടില്ല, ഷൂ പാടില്ല, ഇതൊന്നും പാടില്ല. തൊപ്പി പാടില്ല, ഇതൊന്നും പാടില്ല. ഒരു തുണി എടുക്കുക, ഒരു തുണി പുതക്കുക. സാധാരണ ചെരുപ്പിട, ബെൽറ്റ് കെട്ട, വാച്ച് കെട്ട, ബാഗ് ഉപയോഗിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ വസ്ത്രം എന്നുള്ള നിലക്ക് ഇത് 2 മാത്രമാവാൻ ശ്രദ്ധിക്കുക. സ്ത്രീകളെ സംബന്ധിച്ച് ഇഹ്റാമിൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം അനുവദിച്ച ഔറത്ത് മറക്കുന്ന ഏത് വസ്ത്രമാവാം.
പ്രവാചകന്റെ നിർദ്ദേശം രണ്ട് കാര്യം. ഒന്ന്, മുഖം മറക്കുന്ന നിഖാബ്. നിഖാബ് എന്ന് പറഞ്ഞാൽ മുഖം മറക്കാനായിട്ട് പ്രത്യേകം ഉപയോഗിക്കുന്ന ആ വസ്ത്രത്തിന് നിഖാബ്. ഒരു സ്ത്രീ ഇപ്പോൾ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് അവരുടെ ഷാള് കൊണ്ട് മുഖം മറച്ച് അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ മുഖം മറക്കുന്ന നിഖാബ് പറഞ്ഞ വസ്ത്രങ്ങൾക്ക് അറിയാലോ, നിഖാബ് ഉപയോഗിക്കരുത്. അത് റസൂല് വിരോധിച്ചതാ. രണ്ട്, ഈ കൈപ്പത്തി മറയുന്ന ചില സ്ത്രീകളാണ് സോക്സ് ഇടാറല്ലേ കൈമലൊക്കെ, അതിന് സോക്സ് തന്നെ പറയാം, അറിയില്ല. എന്തായാലും അത് ആ സാധനം ഈ കൈപ്പത്തിയും മുഖവും മറക്കാൻ പാടില്ല. ബാക്കിയൊക്കെ മറക്കണം. സോക്സ് ഒക്കെ ഉണ്ട്. കാലൊക്കെ ചില സ്ത്രീകളൊക്കെ പർദ്ദ ചുരിദാറൊക്കെ ഉപയോഗിക്കുമ്പോൾ അവരുടെ കാല് പലപ്പോഴും പുറത്താ കാണുക. അത് ഔറത്താണ്. നിങ്ങൾ നിസ്കരിക്കുമ്പോഴാവട്ടെ യാത്ര ചെയ്യുമ്പോഴാവട്ടെ ആ കാൽപാദം നിങ്ങൾ മറക്കാൻ ശ്രദ്ധിക്കണം. അത് ഒരു സോക്സോ അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ട് അത് മറക്കാൻ ശ്രദ്ധിക്കണം. ഹജ്ജിൻ്റെ സമയത്തും ഇങ്ങനെ തന്നെ. അത് പർദ്ദയാവാ, ചുരിദാറാവാ, സാരിയാവാ, എന്താവാ, പക്ഷെ ഔറത്ത് മറക്കണം. ഇസ്ലാം നിശ്ചയിച്ച മര്യാദകളൊക്കെ പാലിക്കുന്ന വസ്ത്രമാവണം. മുഖവും മുൻകൈയും മറക്കരുത്. ഏത് നിറവും ആവാം, ഏത് കോലം ആവാം. ഇതാണ് ഒരു സ്ത്രീയുടെ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൻ്റെ പ്രത്യേകത. ഈ രണ്ട് രീതിയിലെ ഇഹ്റാമിന് ശേഷം ഒരു ഹാജി ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇടുന്നപ്പോൾ നമ്മൾ മാറ്റുക. വിമാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റാൻ കഴിയുമോ? മാറ്റാൻ കഴിയില്ല. പിന്നെ എവിടുന്നാ മാറ്റുക? നമുക്ക് സാധിക്കുന്ന എവിടുന്ന് മാറ്റാം. എയർപോർട്ടിൽ നിന്ന് മാറ്റാം, ഇനി വീട്ടിൽ നിന്ന് മാറ്റാം. ഇനി വീട്ടിൽ നിന്ന് പോന്ന് എയർപോർട്ടിലെത്തും മുമ്പ് വല്ല പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ കയറുകയാണെങ്കിൽ അവിടുന്ന് മാറ്റാം, എവിടുന്ന് മാറ്റാം. പക്ഷേ മീഖാത്തിലെത്തിയാൽ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ ഈ സാധനം മേത്തുണ്ടാവാൻ പാടില്ല. അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് എവിടുന്ന് മാറ്റാം. നിങ്ങളുടെ സൗകര്യം പോലെയാണ്. അപ്പം നിങ്ങളിനോട് ചോദിക്കുകയാണ്, അത് എവിടുന്ന് മാറ്റലേക്കാരും മൗലവി നല്ലത്? സൗകര്യം ഞാൻ പറയും വീട്ടിൽ നിന്ന് മാറിപ്പോരല്ല പുരുഷന്മാർ. കാരണം എയർപോർട്ടിൽ നിന്ന് മാറ്റാം. പക്ഷേ എയർപോർട്ടിൽ നിന്ന് മാറ്റിയാൽ അതുവരെ നമ്മൾ ധരിച്ച ഈ പഴയ ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അതിങ്ങനെ കയ്യിൽ തൂക്കി പിടിക്കേണ്ടി വരും. കാരണം നമ്മുടെ ലഗേജൊക്കെ നേരത്തെ പോയിട്ടുണ്ടാവും. ഈ ഡ്രസ്സ് പിന്നെ കവറിലാക്കി കൂടെ വെക്കേണ്ടി വരും. ഏറ്റവും നല്ലത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഈ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചിട്ട് ഇറങ്ങുക. അതിന് പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല കേട്ടോ, ഒരു പുണ്യമല്ല. ഡ്രസ്സ് ഇട്ട് പോരുക. മീഖാത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സല്ലാതെ നമ്മളെ മേത്ത് വേറൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നഖം വെട്ടുക, മുടി വടിക്കുക, മുടി വെട്ടുക, ഈ പ്രവൃത്തികളൊന്നും പാടില്ല. എന്നാൽ ഒരാൾ അറിയാതെ നഖം കടിക്കുന്ന ശീലമുണ്ട്, നഖം കണ്ട് ചീന്തി, വലിയ കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാർ മുടി വരെ ചെയ്യൂല. മുടി വാർന്നു നോക്കുമ്പോൾ ചീർപ്പുമ്പോൾ മുടി പോരും. അതൊന്നും അവിടുത്തെ പ്രശ്നമല്ല. അവിടുത്തെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ മനഃപൂർവ്വം നഖം വെട്ടുക, അതേപോലെ മുടി വടിക്കുക, മുടി വെട്ടുക, അങ്ങനെ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല, ആണും പെണ്ണും. അതേപോലെ വിവാഹാലോചനകളൊന്നും പാടില്ല. എന്താ സമ്മതം? ഇപ്പോഴത്തെ കാലത്ത് ഈ ആൺകുട്ടിയേക്ക് പെണ്ണ് തെരഞ്ഞ് പെണ്ണുങ്ങൾ സകലന്മാരും പാപ്പാരും കുഴങ്ങിക്കണ്. അപ്പോഴേക്കാരും അജ്ജിനൊപ്പം പോരാണപ്പോൾ ഒരു 18 വയസ്സായ പെൺകുട്ടി, എടീത് എൻ്റെ പെൺകുട്ടിയാ, എന്തിനാ കെട്ടിനെ പഠിച്ചാ നോക്കിട്ടോ, എനിക്കൊരു ആൺകുട്ടി ഉണ്ട് കേട്ടോ, അജ്ജാതി ആലോചനയൊക്കെ അജ്ജ് കഴിഞ്ഞിട്ട് ആയുസ്സുണ്ടെങ്കിൽ നടത്തിക്കൊള്ളി, ഇല്ലെങ്കിൽ നിർത്തും ചെയ്യാലോ. അപ്പം വിവാഹാലോചനകൾ പാടില്ല. സ്ത്രീ പുരുഷന്മാർ ലൈംഗികമായ ഒരു തരത്തിലുള്ള ബന്ധങ്ങളും ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. വേട്ട നമ്മൾ ആടൂല. പണ്ടത്തെ കാലത്ത് കഴിഞ്ഞല്ല, മക്കയിൽ വരുന്ന ആൾക്കാർക്ക് ആ മരുഭൂമിയിൽ കണ്ടമാനം മൃഗങ്ങളുണ്ടാവും. ഈ മുയൽ, അതേപോലത്തെ ഈ കുറേ മൃഗങ്ങൾ, അതൊക്കെ ഒരു വേട്ടയാടി പിടിക്കും. അതൊന്നും പാടില്ല. ഇതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പെർഫ്യൂം ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ നഖം മുടിയവ വെട്ടാൻ പാടില്ല. ഈ വസ്ത്രം ധരിക്കാൻ പാടില്ല. ലൈംഗികമായ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പാടില്ല. ഇതൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ മീഖാത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ സംസാരങ്ങളൊക്കെ ചുരുക്കുക. പിന്നെ നമ്മൾ ആരാധനയിൽപ്പെട്ടല്ലോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ധാരാളമായിട്ട് തെൽബിയത്ത് ചെല്ലുക. മീഖാത്തിലെത്തിയാൽ ധാരാളമായി തെൽബിയത്ത്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക്. ആ തെൽബിയത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ പഠിക്കുക. നമുക്കെല്ലാവരും അറിയണല്ലേ, അത് നമ്മൾ പഠിക്കുക. അത് പഠിച്ചിട്ട് ധാരാളമായി തെൽബിയത്ത് ഇല്ല. വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ വിമാനത്താവളത്തിലെ നിയമങ്ങളുണ്ട്, നമ്മുടെ ആരോഗ്യ പരിശോധനകളുണ്ട്, നമ്മുടെ പാസ്പോർട്ട് പരിശോധനകളുണ്ട്, നമ്മുടെ ലഗേജുകളുടെ പരിശോധനയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബസ്സിൽ നമ്മൾ വിമാനത്താവളത്തിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടും. ഇതൊക്കെ എല്ലാവരും ഒരേപോലെ തന്നെയാണ്. ഒരു ഏകദേശം 100 കിലോമീറ്ററിൻ്റെ താഴെ 85-90 കിലോമീറ്റർ ദൂരമുണ്ട് ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക്. 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ. ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ 2-3 പരിശോധനകളുണ്ട്. അതുകൊണ്ട് സമയം കുറച്ചും കൂടി നീളും. ഒരു 2.5-3 മണിക്കൂർ സമയമെടുക്കും നമ്മൾ ജിദ്ദയിൽ നിന്ന് മക്കയിലെ ഹോട്ടലിലെത്താൻ.
എല്ലാവരും അവർക്ക് വേണ്ടി നിശ്ചയിച്ച ഹോട്ടലിൽ എത്തുക. അത് ഗവൺമെൻറ് ഹാജിമാരായാലും പ്രൈവറ്റ് ഹാജിമാരായാലും ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് അവർ നേരെ എത്തുന്നത് മക്കയിൽ നിശ്ചയിക്കപ്പെട്ട ഹോട്ടലിലാണ്. അതെ, ഹോട്ടലിലെത്തി, ഇഹ്റാമിൽ പ്രവേശിച്ച് തെൽബിയത്ത് ചൊല്ലി നമ്മൾ ഹോട്ടലിലെത്തി. ഇനി എന്താ ചെയ്യേണ്ടത്? ചില ആൾക്കാർ ചോദിക്കും, കുളിക്കാൻ പറ്റുമോ? കുളിക്കാം. കുളിക്കുമ്പോൾ ഈ വസ്ത്രം മാറാൻ പറ്റുമോ? മാറാം. കുളിക്കുമ്പോൾ വാസന സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സോപ്പുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കുക. ആ ഹോട്ടലിലൊക്കെ ഒരു വാസനയില്ലാത്ത സോപ്പ് കിട്ടും, ഒരു മണമില്ലാത്ത, അതൊക്കെ തേച്ച് വേണമെങ്കിൽ കുളിക്കുക, അല്ലെങ്കിൽ സോപ്പ് ഇല്ലാതെയും കുളിക്കുക. എന്നാൽ പല്ല് തേക്കാൻ പേസ്റ്റ് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ, കാരണം അത് നമ്മൾ ഒരു പെർഫ്യൂമിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ലല്ലോ, സുഗന്ധം ഉണ്ടാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോപ്പ് അത്തരം എണ്ണകൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. കുളിക്കണമെങ്കിൽ കുളിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെത്തിയാൽ കുളിച്ചിട്ടുണ്ട്. 2, പ്രവാചകൻ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഭയങ്കര ബേജാറാ, എത്തിയ അപ്പം തന്നെ പോകല്ലേ എങ്ങോട്ട് പോണ്? ഉംറക്കേ. എന്നിട്ട് ആ ബേജാറിൽ, ക്ഷീണത്തിൽ, കാരണം ഒരു രാത്രി ഫുള്ള് യാത്ര, തലേ രാത്രി നാട്ടിൽ യാത്രയപ്പിൻ്റെ യാത്ര, എല്ലാം പാടായിട്ട് ഉറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടുണ്ടാവും. ആ ബേജാറിൽ മക്കയിലെത്തി ക്ഷീണിച്ച് നേരെ ഉംറക്കാൻ പോയാലേ എന്താ ചെയ്തതെന്ന് അറിയില്ല. ഉംറ ചെയ്തു നേരം വെളുത്ത് കണ്ടിട്ട്, അല്ല ഉസ്താദെ നമുക്ക് പോകണ്ടേ? എങ്ങോട്ട്? ഉംറക്ക്. അപ്പോൾ തന്നെ അന്തിക്ക് പോയതോ? അന്തിക്ക് പോയിനോ? എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ആകരുത്. മക്കയിലെത്തിയിട്ട് നന്നായിട്ട് ഒന്ന് കുളിച്ച് ക്ഷീണം മാറ്റി നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ഉഷാറായിട്ട് എപ്പോഴാണോ പോകാൻ നമ്മുടെ അമീറിൻ്റെ നിർദ്ദേശം ഉണ്ടാവുന്നത്, ആ നിർദ്ദേശപ്രകാരം നമ്മൾ ആ സമയത്ത് മക്ക ഹറമിലേക്ക് തവാഫിന് വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ മക്കയിലെത്തി, എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയത് പ്രകാരം നിങ്ങൾ ഉംറയുടെ 1ാമത്തെ കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോവാണ്, ഹറമിലേക്ക് പോവാണ്. ഹറം എന്ന് പറഞ്ഞാൽ കഅബയുടെ ചുറ്റുഭാഗത്തും കാണുന്ന പള്ളിയാണ് ഇന്ന് നമ്മൾ ഹറം എന്ന് പറയുന്നത്. പ്രവാചകന്റെ കാലത്ത് ആ പള്ളിയല്ല, അഥവാ ഹറമിൻ്റെ ചുറ്റുഭാഗത്ത് കാണുന്ന ആ സ്ഥലത്തിന് മൊത്തത്തിൽ അതിന് മസ്ജിദുൽ ഹറം എന്ന് പറയും. ഇപ്പോൾ അവിടെ പള്ളിയൊക്കെ ഉണ്ട്, പണ്ടവിടെ പള്ളിയൊന്നുമില്ല ഇനി. അപ്പോൾ നമ്മൾ ആ പള്ളിയിലെത്തി, ആ പള്ളി മുറിച്ച് കടന്നു വേണം നമുക്ക് തവാഫ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താൻ. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ വലത് കാലെടുത്ത് വെക്കുക, കാലിലെ ചെരുപ്പ് ഊരുക. ചെരുപ്പ് ഊരാൻ ആരും പറയില്ല, അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ചെരുപ്പിട്ട് നടക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഊരണം, കാരണം ഹറമാണത്, ആളുകൾ നിസ്കരിക്കുന്ന സ്ഥലമാണ്, സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ്, അതിനെ നമ്മൾ ബഹുമാനിക്കാൻ വേണം. ആ ചെരുപ്പ് ഊരിയിട്ട് ഒരു ബാഗോ ഒരു കവറോ കൂടെ കയറുക. ബാക്കിൽ തൂക്കാവുന്ന ഒരു ബാക്ക് പാക്ക് കവർ കയ്യിലുണ്ടായാലേ ഈ ചെരുപ്പൊക്കെ ഊരിങ്ങാണ്ട് അതിലിടുക, നല്ല സുഖീകരം. അവിടെ ഊരി വെച്ചിട്ട് ഇവിടെ നിൽക്കട്ടെ, വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചാൽ സാധനം ഉണ്ടാവില്ല. ഓരോ 10 മിനിറ്റിലും അവിടെ ക്ലീൻ ചെയ്യും, ആ ചെരുപ്പൊക്കെ പോവും. അപ്പം നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് അത് നമ്മുടെ ബാഗിൽ സൂക്ഷിച്ചാൽ അത് കഴിയുന്നത് എവിടെയാണോ അവിടുന്ന് ചെരുപ്പിട്ട് പോകാം, അല്ലെങ്കിൽ കാലുമ്പോൾ ചെരുപ്പുണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മൾ ഹറമിലേക്ക് ചെരുപ്പ് ഊരി പ്രവേശിക്കുമ്പോൾ, ഒരു പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക എന്ന പ്രാർത്ഥനയോടെ ആ പള്ളിയിൽ കയറിയിട്ട്, ആ പള്ളിയിൽ ഒരു പണി നമുക്കില്ല, നേരെ മുറിച്ച് കടന്നിട്ട് മത്താഫിലേക്കാണ്ട് ഇറങ്ങും. മത്താഫ് എന്ന് പറഞ്ഞാൽ കഅബയുടെ ചുറ്റുഭാഗത്തുള്ള ആ ഒഴിഞ്ഞ സ്ഥലത്തിന് പറയുന്ന, കാരണം ഈ വെള്ള കണ്ടലങ്ങൾ, ഈ വെള്ള സ്ഥലത്തിന് പറയുന്ന പേരാണ് മത്താഫ്. മത്താഫ് എന്ന് പറഞ്ഞ അറബി പദത്തിൻ്റെ അർത്ഥം തവാഫ് ചെയ്യാനുള്ള സ്ഥലം എന്നാണ്. തവാഫ് ചെയ്യാനുള്ള സ്ഥലം. ആ മത്താഫിലേക്ക് നമ്മളാണ്ട് ഇറങ്ങാൻ. മത്താഫിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കാണുന്ന പോലെ നാവൂല, മത്താഫന്നെ കാണൂല. സൂചി കുത്താൻ ഇടവില്ലാത്ത വിധം ലക്ഷക്കണക്കിന് ആളുകൾ, അല്ലെങ്കിൽ 10,000 അവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ചെറിയ ഭാഗം പോലും ബാക്കിയില്ലാതെ ആ മത്താഫ് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്കൊരു പേടി, പടച്ചോനെ ഈ തിരക്കിലേക്ക് ഞാനങ്ങോട്ട് ഇറങ്ങിയാൽ എനിക്ക് സ്ഥലം ഉണ്ടാകുമോ? ഒരു പേടിയും വേണ്ട, അവിടെ നമുക്കൊരു സ്ഥലം ഉണ്ടാവും. അവിടെ സ്ഥലമില്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും ഹറമിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റൂല, ആ വാതിലങ്ങോട്ട് അടച്ചിട്ടുണ്ടാവും. ചില സമയത്ത് ഹറമിൻ്റെ വാതിൽ അടക്കും. എന്താ കാരണം എന്നറിയോ? അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളാനാവാത്ത അത്രയും ആൾക്കാരുണ്ടാവുമ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ആ വാതിൽ അടക്കുക. ആ വാതിൽ തുറന്ന് നിങ്ങൾ ഉള്ളിലെത്തിക്കണോ, നിങ്ങൾ പേടിക്കേണ്ട. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നിങ്ങൾക്ക് അവിടെ സ്ഥലം ഉണ്ടെന്നാ, ഒരു ബേജാറും ആവണ്ട. അമീറുണ്ടോ ഒപ്പുണ്ടോ അതൊന്നും തൽക്കാലം നമ്മൾ നോക്കണ്ട. നമ്മൾ നേരെ മത്താഫിലേക്ക് ഇറങ്ങാം. മത്താഫിലേക്ക് ഇറങ്ങിയാൽ ഉംറയുടെ 2ാമത്തെ കർമ്മത്തിൻ്റെ സമയമായി. ഏതാ 2ാമത്തെ കർമ്മം? തവാഫ്. കഅബയെ തവാഫ് ചെയ്യുക എന്നതാണ്. കഅബയെ തവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1, തവാഫ് ആരംഭിക്കേണ്ടത്, ഈ കഅബ എന്ന് പറഞ്ഞാലേ
ചതുര ഈ സ്പീക്കിംഗ് സ്റ്റാൻഡ് പോലെ 4 മൂലുള്ള ഒരു ചതുര കെട്ടിടമാണ്. ഓരോ മൂലക്കും ഓരോ പേരുണ്ട്. ആ പേരെന്താ നിങ്ങൾ ഇന്ന യമൻ എന്ന നാടിൻ്റെ നേരെയുള്ള മൂലക്ക് റുക്കുനുൽ യമാനി എന്നാ പേര് പറയാം. ഇറാഖ് എന്ന നാടിൻ്റെ ആ ഭാഗത്തേക്കുള്ള മൂലയാണെങ്കിൽ റുക്കുനുൽ ഇറാഖി എന്നാ പറയാം. ഷാമിൻ്റെ ഭാഗത്തേക്കുള്ള മൂലക്ക് റുക്കുനുൽ ഷാമി എന്നാ പറയാം. ഒരു മൂലയിൽ ഹജറുൽ അസ്വദ് ഇങ്ങനെ വെച്ചിക്കണ്. ഒരു മൂല ഹജറുൽ അസ്വദിൻ്റെ മൂലുണ്ട്. നമ്മൾ തവാഫ് തുടങ്ങേണ്ടത് ആ ഹജറുൽ അസ്വദിൻ്റെ മൂല. ഇപ്പം ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഈ മൂലയിലാണ് ഹജറുൽ അസ്വദ് വെച്ച മൂല. ആ മൂലയിൽ നിന്നാണ് നമ്മൾ തവാഫ് ആരംഭിക്കേണ്ടത്. അപ്പം നമ്മൾ കഅബന്റെ ഏത് ഭാഗത്തു കൂടെ വന്ന് ഇറങ്ങിയാലും, നമ്മൾ വരുന്നത് പല വാതിൽക്കലാവാം, ഏത് വാതിൽക്കലൂടെ വന്നാലും തവാഫ് തുടങ്ങണമെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടത് ഏതാണ് റുക്കുനുൽ ഹജറുൽ അസ്വദ് വെച്ച മൂല ഏതാണ്, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കൽ ചിലപ്പോൾ കുറച്ച് പ്രയാസമാവും. കാരണം തിരക്കൊണ്ടേ നമ്മൾ ഉയരം കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് കഅബനെ ശരിക്ക് കാണൂല. അപ്പൊ സൗദി അറേബ്യൻ ഗവൺമെന്റ് അവിടെ ഒരു പരിഹാരം തരങ്ങൾ, ഈ കഅബന്റെ എതിർഭാഗത്ത് ഈ പള്ളി, ഈ ചുറ്റുഭാഗത്ത് പള്ളി, ആ പള്ളിയുടെ ഒരു സൈഡിൽ പച്ച നിറത്തിലുള്ള ഒരു ട്യൂബ് ലൈറ്റ് ഇങ്ങനെ കാണാം. അതിന്റെ അർത്ഥം എന്താ അറിയോ? ആ ഭാഗത്താണ് ആ മൂലുള്ളത്. അപ്പൊ നമ്മൾ ആ ട്യൂബ് ലൈറ്റ് കാണുന്ന ആ ഭാഗത്തേക്കാണ് നിൽക്കുക. അതിൻ്റെ നേരെ നിന്നാൽ മതി. അത് ഈ മൂലയുടെ നേരേക്കാരം. അപ്പൊ ഇവിടെ ഇതാണ് ഹജറുൽ അസ്വദ് വെച്ച മൂല എങ്കിൽ ആ ചുമരുമ്മലാണ് ഈ ട്യൂബ് ലൈറ്റ് ഉണ്ടാവുക. അപ്പൊ ഈ മൂലയുടെയും ആ പച്ച ലൈറ്റിൻ്റെയും ഇടക്ക് എവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ നടന്ന് അവിടെ അങ്ങോട്ട് എത്തുമ്പോൾ തവാഫ് തുടങ്ങാൻ പോവാണ് എന്ന നീയത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ ഹജറുൽ അസ്വദ് ചുംബിച്ച് തുടങ്ങുക, അത് നടക്കൂല. 2 കൈകൊണ്ട് തൊട്ട് തുടങ്ങുക, അതും നടക്കൂല, തിരക്കാണ്. ആകെ നടക്കെന്താ നിങ്ങൾ? മൂന്നാമത്തെ രൂപം, വലതു കൈ ആ മൂലയുടെ നേരെ ഉയർത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, എന്താ പറയണ്ടേ? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ഒറ്റ വട്ടം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ടങ്ങോട്ട് നടക്കുക. നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക? ഇടതുഭാഗം, ഇതല്ല ഇടതുഭാഗം കഅബയുടെ നേരെയായിട്ടാണ് നടക്കേണ്ടത്. അതായത് ഇത് കഅബയാണ്, ഇത് ഞാനാണ്, ഞാൻ എങ്ങോട്ടാ തവാഫ് തുടങ്ങേണ്ടേ? ഇങ്ങനെ എങ്ങോട്ട് തവാഫ് ചെയ്യാൻ പാടില്ല. അപ്പൊ എൻ്റെ വലതുഭാഗം കഅബന്റെ നേരെ, ഞാൻ എൻ്റെ ഇടതുഭാഗം ആന്റി ക്ലോക്ക് വൈസ് എന്നാ പറയാം. സാധാരണ ഒരു വാച്ചിന്റെ സൂചി തെറ്റുന്ന ദിശ ഉണ്ടല്ലോ, അതിന് വിപരീതമായിട്ടാണ് കറങ്ങേണ്ടേ. അതായത് ഇടത്തെ ഭാഗം കഅബയുടെ നേരെ വരുന്ന രൂപത്തിൽ ചില ആൾക്കാരെ ബഹുമാനം കൊണ്ട് എങ്ങനെ കഅബന്റെ നമ്മളെ മുന്നിലാ കഅബന്റെ എന്നിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുന്ന ആൾക്കാരെ ഇങ്ങനെ റസൂലുള്ളാഹി പഠിപ്പിച്ചത് നമ്മുടെ ഇടതുഭാഗത്താവുക കഅബ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കഅബ ഇടതുഭാഗത്താകുന്ന രൂപത്തിൽ നമ്മൾ ഹജറുൽ അസ്വദിന്റെ ഭാഗത്തുനിന്ന് വലത്തെ കൈ ഉയർത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് അഭിവാദ്യം ചെയ്തിട്ട് തവാഫ് തുടങ്ങുക. തവാഫ് തുടങ്ങും മുമ്പ് പുരുഷന്മാർക്ക് ഒരു ചെറിയ 2 സുന്നത്തുകൾ. ഒന്ന്, ഓല ഈ പുതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ, ഇഹ്റാമിന്റെ ഡ്രസ്സ്, അതിങ്ങനെ ഒന്നായിട്ട് പുതച്ചേക്കുക. ആ പുതപ്പിന്റെ ഒരു ഭാഗം ഈ വലത്തെ കക്ഷത്തിന്റെ ഉള്ളിലൂടെ എടുക്കുക. ഈ ഭാഗം പുറത്ത് കാണുന്ന രൂപത്തിൽ. ഇവിടെ ഇഹ്റാമിന്റെ ഡ്രസ്സ് സാറില്ലല്ലോ അല്ലേ? ഇല്ല, സാറില്ല. അപ്പൊ അതിങ്ങനെ ഇടുമ്പോൾ നിങ്ങൾ കണ്ടോലെ ഇഹ്റാമിന്റെ ഡ്രസ്സായിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഈ ഭാഗം വലത്തെ ഈ ഭാഗം പുറത്ത് കാണുന്ന രൂപത്തിൽ നിങ്ങൾ വസ്ത്രം ധരിക്കാൻ വേണ്ടി, ആണുങ്ങൾ കേട്ടോ, പെണ്ണുങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. അങ്ങനെ ചെയ്തതിന് ശേഷം തവാഫ് തുടങ്ങുക. രണ്ടാമത്തെ സുന്നത്ത് എന്താ? നിങ്ങൾ ഈ തവാഫ് തുടങ്ങുന്ന ആദ്യത്തെ 3 റൗണ്ടിൽ പുരുഷന്മാർ സാധിക്കുമെങ്കിൽ ഒന്ന് റംല് എന്നാ പറയാ. എന്താ റംല് എന്നറിയാം? നമ്മൾ ഈ ജോഗിങ്ങിന് വേണ്ടിയൊക്കെ ഓടൂലേ, അങ്ങനെ ചെറിയ രൂപത്തിലുള്ള നടത്തോ അല്ല ഓട്ടോ അല്ല. പണ്ടൊക്കെ ഉസ്താദുമാര് ഈ റംലിന് പറഞ്ഞ അർത്ഥം എന്താ? നിങ്ങൾ നായ്പാച്ചിൽ എന്നാണ്. ഈ നായ്ക്കൾ അങ്ങനെയാണല്ലോ, നടക്കുമല്ല ഓടുമല്ല, അതിൻ്റെ ഇടയ്ക്കൊരു നടത്തണ്ടായിട്ടേക്ക്. അതേപോലെ നമ്മൾ ഒന്ന്, പക്ഷെ അതെന്താരോ സുന്നത്തിലുണ്ട് എന്ന് പറയല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റൂല. കാരണം പെരും തിരക്ക് പറഞ്ഞാൽ നമ്മൾ തന്നെ ആൾക്കാർ ഇങ്ങനെ ഉന്തി കൊണ്ടുപോവുക. അതിൻ്റെ ഇടയ്ക്ക് മണ്ടാനും നടക്കാനും പറ്റൂല. പറ്റുകയാണെങ്കിൽ തിരക്കില്ലാത്ത സമയത്ത് എത്തുകയാണെങ്കിൽ പുരുഷന്മാർ ആദ്യത്തെ 3 റൗണ്ടിൽ ഒന്ന് മെല്ലെ ഓടൽ സുന്നത്താണ്. സ്ത്രീകൾക്ക് നടന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഹജറുൽ അസ്വദ് തുടങ്ങി ഒരു റൗണ്ട് ഇങ്ങനെ പൂർത്തിയാകുക. ഒരു റൗണ്ട് പൂർത്തിയാകുമ്പോൾ 1 ആയി.
അങ്ങനെ 7 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് തവാഫ് പൂർത്തിയാവുക. 7 വട്ടം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ തവാഫിന് ഉളു ഉണ്ടായിരിക്കണം. പ്രവാചകൻ പറഞ്ഞു തവാഫ് നിസ്കാരം പോലെയാണ്, പക്ഷേ തവാഫിൽ നിങ്ങൾക്ക് സംസാരിക്കാം. നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല, പക്ഷെ തവാഫിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അതിനർത്ഥം തവാഫിന് ഒതു ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ആർത്തവകാരികളായ സ്ത്രീകളൊക്കെ ഇഹ്റാം ചെയ്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആർത്തവത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ ഒരു തവാഫ് ചെയ്യാൻ പാടില്ല. ഹജ്ജിൻ്റെ ബാക്കി എല്ലാ കർമ്മവും ചെയ്യാം, സഅയ് ചെയ്യാം, അറഫയിലും മിനയിലും മുസ്ദലിഫയിലും ഒക്കെ പോകാം. തവാഫ് മാത്രം മാറ്റി വെക്കുക. എന്നിട്ടോ അവർ മക്കയിൽ നിന്ന് തിരിച്ചു പോരും മുമ്പ് എപ്പോഴാണോ ശുദ്ധിയാവുക അപ്പം തവാഫ് ചെയ്താൽ മതി, ഓരോ ഹജ്ജ് പൂർത്തിയാവും. ബേജാറാവണ്ട. ചില സ്ത്രീകൾക്ക് ബേജാറ്, പഠിച്ചോനെ ഞാൻ മരുന്നൊക്കെ കഴിച്ചിനി, ഗുളിക കഴിച്ചിനി, ഇങ്ങനെ ആയല്ലോ, ഞാൻ എന്താ കാട്ടുക? ഒന്നും കാട്ടണ്ട, അത് അള്ളാഹു തആല തന്നതാ, അതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കണ്ട. അത് തവാഫ് മാത്രം മാറ്റി വെക്കുക. ആ തവാഫ് എപ്പോഴാണോ നിങ്ങൾ വൃത്തിയാവണത് ആ സമയത്ത് തവാഫ് ചെയ്ത് നിങ്ങൾ ഹജ്ജ് പൂർത്തിയാക്കിയാൽ മതിട്ടോ, വേറെ ഒന്നും മാറ്റി വെക്കണ്ട. ബാക്കിയൊക്കെ അതിൻ്റെ സമയത്ത് യഥാവിധി നടന്നോട്ടെ. നിസ്കാരം തവാഫ് മാറ്റി വെക്കുക. ആ ചായ കൊടുക്കണം, നിങ്ങൾക്ക് ചായ കുടിക്കണ്ടേ? ആ മാണെന്ന് ആവും ചേർത്ത്. അപ്പോളേ നിങ്ങൾ ചായക്ക് ശ്രദ്ധിക്കല്ലേ, ചായ കിട്ടുമ്പോൾ കുടിച്ചോണ്ടി. അപ്പോൾ അത് ചായക്ക് 10 റുപ്യ ഉള്ളൂ, ഹജ്ജിന് 50 ലക്ഷം റുപ്യ, അല്ല 5 ലക്ഷം റുപ്യ, മറക്കണ്ട. അപ്പോൾ നമ്മൾ തവാഫ് എന്തെങ്കിലും പറയാൻ നിർദ്ദേശം കൊടുക്കണ്ട, ചായയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്, ചായ അവിടുന്ന് വരും കേട്ടോ. അപ്പോൾ എന്തായത് തവാഫ് 7 തവാഫ് പൂർത്തിയാക്കുക, 7 വട്ടം. ആ ഇത് ഞാൻ നിർത്തും, ഇങ്ങനെ പെടുത്തു നിൽക്കും. ആ പോരെ, ആയിക്കോട്ടെ. ഓക്കെ. അപ്പം ഞാനൊന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ചായക്ക് വേണ്ടി ബ്രേക്ക് തരണമായിരുന്നു. അപ്പം ഞാൻ ഫുൾ സ്റ്റോപ്പിൽ നിർത്താം. ഇപ്പം നമ്മൾ 7 പ്രാവശ്യം ഈ തവാഫ് ചെയ്യാം. തവാഫ് ചെയ്യുമ്പോൾ തവാഫിൽ പ്രത്യേകമായ ഒരു പ്രാർത്ഥനയൊന്നും റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ചില പുസ്തകങ്ങളിൽ കാണാം ഒന്നാമത്തെ റൗണ്ടിൽ ഇന്നത്, രണ്ടാമത്തെ റൗണ്ടിൽ ഇന്നത്, നിങ്ങൾക്ക് കിട്ടിയോ അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ പ്രാർത്ഥനയെ പഠിപ്പിച്ചത്. അതേതാ? നിങ്ങൾ ഈ ഹജറുൽ അസ്വദിൻ്റെ ഈ മൂലുണ്ടല്ലോ, ആ മൂലയിലേക്ക് എത്തും മുമ്പത്തെ ഒരു മൂലുണ്ട്. ഈ മൂലക്ക് പറയുന്ന പേര് റുക്കുനുൽ യമാനീന, യമന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മൂല എന്നർത്ഥം. ഈ റുക്കുനുൽ യമാനിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ പറ്റുമെങ്കിൽ വലത്തെ കൈകൊണ്ടൊന്ന് തൊട, ചുംബിക്കണ്ട, വേറെ ഒന്നും ചെയ്യണ്ട, തിക്കാനും തിരക്കാനും നിൽക്കണ്ട. നമ്മളതിൻ്റെ എഴുത്ത് കൂടെ വരികയാണെങ്കിൽ ഈ റുക്കുനുൽ യമാനിൽ എത്തുമ്പോൾ കൈകൊണ്ടൊന്ന് തൊടാം പറ്റുമെങ്കിൽ. ആ റുക്കുനുൽ യമാനി എത്തിയാൽ പിന്നെ ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ എത്തും വരെ റബ്ബന ആത്തിന ഫിദ്ദുന്യാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആകപ്പാടെ തവാഫിൻ്റെ സമയത്ത് ഇന്ന പ്രാർത്ഥന ഉണ്ടാവണം എന്ന് പഠിപ്പിച്ച ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, അത് ഈ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന അറിയാത്ത ആൾക്കാരൊന്ന് കൈയൊന്നിട്ടാണ് ഈ കൂട്ടത്തുനിന്ന് ഒലപ്പത്തന്നെ നമുക്ക് ഒഴിവാക്കണമല്ലോ. ഇല്ല, ഒറ്റൊന്നുമില്ല. അതുകൊണ്ട് തവാഫിൽ പഠിച്ചോനെ, ഇത് ചില ആൾക്കാർ പഠിച്ചിൻ്റെ കാലത്ത് തന്നെ പുസ്തകം പഠിച്ചാൽ തോറ്റ് പുറത്തായ ആൾക്കാരാണ്. ഓൽക്ക് 200-ാം പേജിൻ്റെ കട്ടിയുള്ള ബുക്ക് കൊടുത്തുകൊണ്ട് ഒരു ഇത് വായിച്ച് തലമിന്നി റബ്ബെ ഇതൊക്കെ പാടെ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയോ? അതൊന്നും പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ള പഠിപ്പിച്ചത് തവാഫിൽ നിങ്ങൾ ചൊല്ലണമെന്ന് പഠിപ്പിച്ചത് ഈ ഒരൊറ്റ പ്രാർത്ഥന. റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദിൻ്റെ മൂല വരെ തിരക്കില്ലാത്ത സമയമാണെങ്കിൽ ഒറ്റ വട്ടം ചൊല്ലുമ്പോഴത്തിന് പെടുത്തും. ചിലപ്പോൾ തിരക്കുള്ള സമയത്ത് ഈ വിട്ടുകൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ 10 വട്ടം ചൊല്ലിയാലും പെടുത്തൂല. അങ്ങനെയാണെങ്കിൽ ആവർത്തിച്ച് റബ്ബനാത്തിന ഫിദ്ദുന്യ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക ഇവിടെ എത്തുന്നവരെ. അല്ലാത്ത സമയത്ത് ഏത് പ്രാർത്ഥനകളും ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണങ്ങളും എന്തും ആവാം. നിങ്ങൾക്ക് അറിയുന്ന സൂറത്തുകൾ ഓതാ, മുസാഫ് ഉണ്ടെങ്കിൽ നോക്കി ഓതാ, ഏത് പ്രാർത്ഥനയാവാ, ഏത് ഭാഷയിൽ പ്രാർത്ഥിക്കുക. പരലോകത്തിന് വേണ്ടി, പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി, ബാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, കുട്ടിയേക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. കാരണം ഇഷ്ടം പോലെ സമയം കിട്ടും. ചിലപ്പോൾ തിരക്കുള്ള സമയത്തൊക്കെ 1 മണിക്കൂറൊക്കെ എടുക്കും തവാഫ് പൂർത്തിയാവാൻ. പ്രാർത്ഥിക്കാനൊക്കെ 1 മണിക്കൂർ കിട്ടുക പറഞ്ഞാൽ എന്തൊക്കെ നാട്ടിൽ നിന്ന് പോകുന്ന എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോളണം. ഇല്ലെങ്കിൽ കുറ്റം ഇവിടെ വന്നിട്ട് ചോദിക്ക് നിങ്ങൾ ഇച്ചും വേണ്ടി പ്രാർത്ഥിച്ചിനോ? ഞാൻ മുഴുവൻ എനിക്കും വേണ്ടിയാണ്, എവിടെ അന്ന് കണ്ട ഓർമ്മയ്ക്കാർ. അങ്ങനെ ആകരുത്. ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്താൽ അപ്പം നമ്മൾ പടച്ചോനെ എന്നോട് കുറേ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റബ്ബേ, ഓൽക്കെല്ലാവർക്കും ഓല ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണമെന്ന് ഒറ്റവാക്കിലെങ്കിലും പറയാൻ നമുക്ക് സന്മനസ്സുണ്ടാവണം. ബാപ്പാക്ക് ഉമ്മാക്ക് കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. അങ്ങനെ 7 വട്ടം നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ തവാഫ് പൂർത്തിയായി.
അത് ഉംറയുടെ രണ്ടാമത്തെ കർമ്മമാണ് പൂർത്തിയായത്. അത് കഴിഞ്ഞാൽ പുരുഷന്മാർ ഓരോ വിരിയൊക്കെ സാധാരണ പോലെ ആക്കിയിട്ട് പിന്നുള്ള ചെയ്യാനുള്ള പണി എന്താ പറയുക, നമ്മൾ ലേശം ഈ അജർ അസ്വദിൻ്റെ മൂലയിൽ നിന്ന് ഒരു ലേശം കൂടി മുന്നോട്ട് കിടന്നാലേ അവിടെ ഒരു സ്തൂപം കാണാം. ഒരു സ്വർണ്ണം കൊണ്ടൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയാം, മക്കാമു ഇബ്രാഹിം എന്നാ പറയാ. അതൊരു കല്ലാണ്, അതിൻ്റെ ഉള്ളിലൊരു കല്ല. ആ കല്ലുമ്മ കയറി നിന്നാണ് ഇബ്രാഹിം നബി കഅബന്റെ പണിയെടുത്തിനെ. ആ കല്ല് പണ്ട് കഅബനെ ചാരിയ വെച്ചിനെ. പിന്നെ ഉമറിന്റെ കാലത്ത് തവാഫിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ അത് ലേശം ബേക്കൊക്കെ വെച്ചതാ. അതിന്റെ ബേക്ക് ഇതാ ഇവിടെ കണ്ട ഇതാണ് ആ സാധനം. ഈ സാധനത്തിന്റെ ബേക്ക്, ഇതിന്റെ ബേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ വേണ്ട, ഇതിന്റെ ബേക്ക് ഈ വട്ടത്തിൽ വെട്ടിയാവാം. ആ റൗണ്ടില് എവിടെ നിന്നിട്ടും 2 റക്അത്ത് നിസ്കരിക്കുക. അത് അള്ളാന്റെ കൽപ്പനയാ. എപ്പോഴും ഹജ്ജിന് ഉംറക്ക് എന്നല്ല, നിങ്ങൾ എപ്പോ തവാഫ് ചെയ്യുന്നുണ്ടോ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബേക്കിൽ ഈ റൗണ്ടിന്റെ ബേക്കിലായാൽ മതി. എവിടെ നിന്നിട്ടും 2 റക്അത്ത് നിസ്കരിക്കുക, എളുപ്പം നിസ്കരിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. തോന നിസ്കരിക്കാതൊക്കെ വേണ്ടിയാണ്, വലിയതാകാൻ വേണ്ടി. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. ഒന്നാമത്തേൽ ഫാത്തിഹയും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. നിസ്കരിക്കുക. കാരണം 10,000-കണക്കിന് ആൾക്കാർ നിസ്കരിക്കാൻ വേണ്ടി കാത്തിക്കുന്ന സ്ഥലമാണ്. അവിടെ സ്ഥലം കിട്ടിയത് കൊണ്ട് ഞാൻ ദീർഘമായി നിസ്കരിക്കട്ടെ, കുറേ പ്രാർത്ഥിക്കട്ടെ എന്ന് വിചാരിക്കരുത്. നിസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് സ്ഥലം ഒഴിവാക്കി കൊടുക്കുക. ആ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയുള്ള സുന്നത്ത് കൂടി ഞാൻ നിർത്തട്ടോ, ഒരു 2 മിനിറ്റ്. പിന്നെന്താ വേണ്ട കാര്യങ്ങൾ? ധാരാളം സംസം വെള്ളം കുടിക്കുക സുന്നത്താ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഖാമു ഇബ്രാഹിമിൻ്റെ പിന്നിലെ നിസ്കാരം കഴിഞ്ഞിട്ട് കുറേ സംസം കുടിച്ച്. അവിടെ നേരത്തെ ഡോക്ടർ പറഞ്ഞ് അവിടെ സംസം 2 രൂപത്തിലുണ്ട്. ഒന്ന് തണുപ്പിച്ച സംസമുണ്ട്, തണുപ്പിക്കാത്തതുണ്ട്. തണുപ്പിച്ചേ കുടിച്ചാൽ പ്രത്യേകിച്ച് ഈ ചെല്ലുന്ന ഉടനൊക്കെ നമ്മുടെ തൊണ്ട ജലദോഷമാകെ പ്രശ്നമാവും. ആ തണുത്തത് മാറ്റി വെച്ച് തണുക്കാത്ത നോട്ട് കോൾഡ് എന്ന് എഴുതി വെക്കും. ചോന്ത ബാരലിൽ സംസം വെള്ളം വെച്ചെടുത്തതിൻ്റെ മേലെ നോട്ട് കോൾഡ് എന്നുണ്ടാവും. അത് കുടിക്കുക. കിട്ടുമെങ്കിൽ ഇനി മറ്റേ കുടിച്ചാലും അലല്ല പടച്ചോ നമ്മളെ കാക്കുക, വെള്ളം കുടിക്കുക. അവിടെ വെള്ളം കുടിച്ചിട്ട് പിന്നെ സാധിക്കുമെങ്കിൽ ഒന്നുകൂടി ഈ അജർ അസ്വദിൻ്റെ മൂലയിൽ വന്നിട്ട് ഞങ്ങൾ നോട്ട് കോൾഡ് ആ എഴുതി വെച്ച പാത്രത്തിലെ വെള്ളം തണുപ്പിക്കാത്ത വെള്ളേക്കാരം, അല്ലാത്ത നല്ല തണുപ്പിച്ച വെള്ളേക്കാരം. അപ്പൊ അത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറ്റുമെങ്കിൽ ഒന്നുകൂടി ഹജറുൽ അസ്വദിന്റെ അടുത്ത് വന്നിട്ട് അഭിവാദ്യം ചെയ്യൽ സുന്നത്താണെന്നാ. അതിപ്പം നടക്കൂല. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയാൽ പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റൂല, പിന്നെ അങ്ങോട്ട് തന്നെ പോകുള്ളൂ. അപ്പം അത് നിങ്ങൾ വരാൻ നിൽക്കണ്ട. സംസം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് സഫ മറുവ കുന്നുകൾക്കിടയിലെ സഅയിന് വേണ്ടിയാണ്. ആ സഫന്റെ അടുത്തെത്തിയാൽ സഫന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കിബിലയെ നോക്കിയാൽ കാണാൻ പറ്റും. സഫ നമ്മുടെ ബാക്കിലും കഅബ നമ്മുടെ മുമ്പിലും വയ്ക്കാരം. അങ്ങനെ നിൽക്കണ്ടേ? ഇവിടെ സഫ ഉണ്ടാവും, കഅബ അവിടെ ഉണ്ടാവും. അപ്പൊ സഫാ കുന്നിന്റെ അടുത്ത് കിബിലക്ക് നേരെ തിരിഞ്ഞ് 2 കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു പ്രവാചകൻ. ആ പ്രാർത്ഥനയിൽ പ്രവാചകൻ ചൊല്ലിയ ചില വരികളുണ്ട്, ശ്രദ്ധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിസ്കാര ശേഷമൊക്കെ നമ്മൾ ധാരാളം ചൊല്ലാറുള്ള ഒരു ദിക്റാണ്. രണ്ടാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. ഇത് പ്രവാചകൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. കിട്ടുമെങ്കിൽ അറിയുന്ന ആൾക്കാർക്ക് അത് ചൊല്ലാം. അറിയാത്ത ആൾക്കാർ പ്രയാസപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട, ഒരു കുഴപ്പമില്ല. അതിനുശേഷം നമ്മുടെ ദുന്യാവിനും പരലോകത്തിനും വേണ്ടി നമുക്ക് ധാരാളമായിട്ട് പ്രാർത്ഥിക്കാം. പക്ഷെ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല, സമയം കിട്ടുമെങ്കിൽ ധാരാളം പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ സഅയ് ആരംഭിക്കുക. സഫയിൽ നിന്ന് മറുവയിലേക്ക്, സഫയിൽ നിന്ന് മറുവയിലേക്കുള്ള വഴിയാണ് കാണുന്നത്. ഏകദേശം 380 മീറ്റർ, കിലോമീറ്റർ അല്ല, 380 മീറ്റർ ദൂരമാണ് സഫയിൽ നിന്ന് മറുവയിലേക്കുള്ളത്. അതായത് സഫ എന്ന കുന്നിൻ്റെ അടുത്ത് നിന്ന് നേരെ നോക്കിയാൽ മറുവ എന്ന കുന്നിൻ്റെ അവശിഷ്ടം കാണാം. ആ സഫയിൽ നിന്ന് മറുവയിലേക്ക് നടക്കുക. ഈ നടത്തത്തിൽ ഇതിന് സഅയ് എന്ന പേര് പറയാം. ഈ സഅയിൻ്റെ പ്രത്യേകത, അതിന് ഒളു നിർബന്ധമില്ല. സഅയിന് ഒളു നിർബന്ധമില്ല. അശുദ്ധിയുള്ള സ്ത്രീകൾ, മെൻസസ് പോലെയുള്ള വലിയ അശുദ്ധിയുള്ള സ്ത്രീകൾക്കോ അവിടെ സഅയ് ചെയ്യുന്നതിൽ യാതൊരു തടസ്സമല്ല, അവർക്ക് സഅയ് ചെയ്യാം. സഫയിൽ നിന്ന് മറുവയിലേക്ക് നടക്കുക. ഈ നടത്തത്തിൽ പ്രത്യേകമായ പ്രാർത്ഥനകളോ ദിക്റുകളോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് കിട്ടുന്ന, അറിയുന്ന, ആവശ്യമുള്ള ഏത് ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണങ്ങളും സംസാരങ്ങളും നല്ല സംസാരങ്ങളും ഒക്കെ ആവാം.
അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലി അങ്ങനെ നടക്കുക. വേറെ ഒന്നും ചെയ്യാല്ല. സഫയിൽ നിന്ന് മറുവയിലേക്ക് കയ്യും വീശി അങ്ങനെ നടക്കുക. ഈ നടത്തത്തിൽ സഫയിൽ നിന്ന് ഒരു 50 മീറ്റർ മുന്നോട്ട് പോയാലേ ഈ മേലെ ഭാഗത്ത് ഇങ്ങനെ പച്ച ട്യൂബ് നടുകണ്ടങ്ങളുടെ ലൈറ്റിൻ്റെ വര, അതേപോലെ പച്ച ട്യൂബ് ലൈറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു വര ഉണ്ടാക്കിയിട്ടുണ്ട് ചതുരത്തിൽ നീണ്ട ഒരു 25 മീറ്ററോളം നീളമുള്ള പച്ച ട്യൂബ് ലൈറ്റ് കൊണ്ടുള്ള ഒരു സ്ഥലം കാണാം. അവിടെ എത്തുമ്പോൾ പുരുഷന്മാർ ഇത്തിരി വേഗത്തിൽ ഓടുക, സ്ത്രീകൾ ഓടണ്ട. അവിടെ ഞാൻ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഹാജറ തൻ്റെ കുട്ടിയെ കഅബാലയത്തിൻ്റെ അടുത്ത് കിടത്തിയിട്ട് ഇത്തിരി വെള്ളം കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി തൊണ്ട വരണ്ട് കുട്ടി വിശന്ന് കരഞ്ഞ് ആകെ ദാഹം കൊണ്ട് ജീവൻ തന്നെ നഷ്ടപ്പെടുന്നില്ല പേടിയിൽ ഒരു ഉയർന്ന സ്ഥലത്ത് കയറിയിട്ട് ഏതെങ്കിലും മനുഷ്യന്മാർ ദൂരത്ത് കൂടെ പോകണുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ സഫാ കുന്നിൻ്റെ മേലെ കയറി ഇങ്ങനെ നോക്കിയതാ, ആരെങ്കിലും ഉണ്ടോ. ആരും കാണാനല്ല. നിരാശയോടുകൂടി കുട്ടിൻ്റെ അടുത്തേക്ക് മണ്ടി. അവിടെ ആരുമില്ലേ, കുട്ടി കരയാണ്. പിന്നെ അവിടുന്ന് ഇപ്പുറത്തുള്ള മറുവൻ്റെ മേലേക്ക് മണ്ടാണ്. ഈ സഫാ കുന്നിൽ നിന്ന് ഇറങ്ങി തൻ്റെ വസ്ത്രം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഹാജറ ഓടിനാ. നിങ്ങളെ പെണ്ണുങ്ങൾ എപ്പോഴും അങ്ങനെ ഓടല്? അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ കുട്ടി അപ്പുറത്ത് കിണറ്റിൻ്റെ പാലത്തുമ്പോൾ നിൽക്കുകയാണെങ്കിൽ ഇത് മൊന്തി ചുടിച്ച് കാണുന്നൊരു പാച്ചിലല്ലേ, ആ പാച്ചിൽ ബേജാറിൻ്റെ പാച്ചിലാ, ജീവന് വേണ്ടിയുള്ള ഓട്ടം. ആ ഓട്ടം ഹാജറ ഓടിയ സ്ഥലമാണ്. ആ സ്ഥലത്തെത്തുമ്പോൾ സ്ത്രീകൾ ഓടണ്ടെന്നാ, നിങ്ങൾക്കും വേണ്ടി ഹാജറ പോയി പണ്ട് ഓടിക്കുന്നത്, അത് മതി. പക്ഷെ ആണുങ്ങൾ ഓടണം. അത് പലപ്പോഴും തിരക്കാണെങ്കിൽ ഓട്ടം നടക്കൂല. തിരക്കില്ലെങ്കിൽ കയ്യും പോലെ ഒന്ന് ഓടി വെക്കുക, ആ പച്ച നിറം അവസാനിക്കുന്നവരെ. അങ്ങനെ ഓടിയിട്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് ബാക്കി ഭാഗം നടന്നിട്ട് നമ്മൾ മറുവയിലേക്ക് എത്തും. മറുവയിലെത്തിയാൽ സഫയിൽ ചെയ്തതുപോലെ കിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറുവയിൽ നിന്ന് ഒരിക്കലും കിബില നമ്മൾ കാണൂല. അവിടെ ഭയങ്കര ഒരു ചുമര, നമ്മൾ കിബില കാണൂല. അപ്പൊ ഏതാണ് കിബിലയുടെ ദിശ എന്നറിയാൻ ഒരു മാർഗം എന്താ അറിയോ? താഴേക്ക് നോക്കുക. അവിടെ ഇങ്ങനെ നീണ്ട ടൈലുകൾ, മാർബിളുകൾ ഉണ്ട്, നിസ്കരിക്കാൻ വേണ്ടിയുള്ള മാർബിളാണ്. ആ മാർബിൾ ഏത് പൊസിഷനിലേക്കാണോ അതിന്റെ നേരെ കൃത്യമായി നിൽക്കുക. അത് കിബിലന്റെ നേരേക്കാരം സൊഫ് കണക്കാക്കിയിട്ടാണ് ആ മാർബിൾ വെച്ചത്. അപ്പൊ ആ മാർബിളിൽ നിന്നിട്ട് കിബിലക്ക് നേരെ തിരിഞ്ഞിട്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക, സഫയിൽ ചെയ്തതുപോലെ. എന്നിട്ട് വീണ്ടും സഫയിലേക്ക് നടക്കുക. സഫയിൽ നിന്ന് സഫയെന്ന് വിചാരിച്ചോ, ഈ ഹാളിന്റെ അങ്ങേത്തല മറുവയെന്ന് വിചാരിച്ചോ. ഈ സഫയിൽ നിന്ന് മറുവയിലേക്ക് നടന്ന് അവിടെ എത്തിയാൽ ഒന്ന്, അവിടുന്ന് തിരിച്ച് ഇവിടെ എത്തിയാൽ 2, അവിടുന്ന് തിരിച്ചു പോരുമ്പോഴും നേരത്തെ ചെയ്തതുപോലെ കയറി വരിക, കിബിലക്ക് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുക, വീണ്ടും സഫയിൽ നിന്ന് മറുവയിലേക്ക് നടക്കുക. അങ്ങനെ ആകുമ്പോൾ 7 അവസാനിക്കുക മറുവയിലേക്കാരട്ടോ. ഇത് സഫ, മറുവയിലേക്ക് നടന്നു 1, അവിടുന്ന് ഇവിടേക്ക് നടന്നു 2, ഇവിടുന്ന് വീണ്ടും അങ്ങോട്ട് പോയി 3, അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് വന്ന് 4, ഇവിടുന്ന് വീണ്ടും അങ്ങോട്ട് പോയി 5, അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് പോന്നു 6, ഇവിടുന്ന് വീണ്ടും അങ്ങോട്ട് പോയി 7. അതായത് സഅയ് എപ്പോഴും അവസാനിക്കുക മറുവയിലേക്കാരം. സഅയ് മറുവയിൽ അവസാനിക്കും. മറുവയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ കിബിലക്ക് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. അതോടുകൂടി നമ്മുടെ ഉംറയുടെ കർമ്മങ്ങൾ അവസാനിച്ച്. എന്തൊക്കെയാ ഇനി? മീക്കാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് പിന്നെ മക്കയിൽ വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് ഫ്രഷായിട്ട് നമ്മൾ കഅബന്റെ അടുത്ത് വന്ന് 7 തവാഫ് ചെയ്ത് മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിസ്കരിച്ച് പിന്നെ നമ്മൾ സഫാ മറുവക്കടയിൽ സഅയ് നടത്തി 7 എണ്ണം. നമ്മുടെ ഉംറ കഴിഞ്ഞ് ഇനി ഇപ്പം നമ്മൾ നിലവിൽ ഇഹ്റാമിലുള്ള ഇഹ്റാമിൻ്റെ എല്ലാ നിബന്ധനയും ബാധകമായിട്ട് നിൽക്കണേ. ആ ഇഹ്റാമിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഒരു കർമ്മം ചെയ്യണം. എന്താ അറിയോ? മുടി വെട്ടണം. പുരുഷന്മാർ മുടി മുഴുവനും വടിക്കുകയോ മുടി മുഴുവനും വെട്ടുകയോ ചെയ്യുക. ഈ മുഴുവനും വെട്ടുക എന്ന് പറയാൻ കാരണം അറിയോ? അവിടെ ചെന്നാൽ ഒരു കുറുക്ക് വഴിയുണ്ട്. മുടി വെട്ടാൻ 10 റിയാലാ, തർക്കിച്ചാൽ ബംഗാളികൾ 5 റിയാലിന് വെട്ടിത്തരും. എന്നാലേ അവിടെ ഇങ്ങനെ കത്രിയായിട്ട് ചെറിയ ചക്കന്മാർ നിൽക്കുന്നുണ്ടാവും. 1 റിയാൽ കൊടുത്താൽ ഓലിങ്ങനെ ഇവിടെ വെട്ട് 3 സ്ഥലത്ത് നിന്ന് മുടി എടുക്കും. പോയിക്കോളിയും പറയും. 10 ലക്ഷം ഉറുപ്യ മുടക്കി ഹജ്ജിന് പോയിട്ടേ 10 റിയാൽ കൊടുത്ത് മുടി വെട്ടാതെ വളവന്മാരായ ആൾക്കാരെ ഞാൻ കണ്ടത് മലയാളികളെ മാത്രമാണ്. ബാക്കിയുള്ള നാട്ടുകാർ മുഴുവൻ മുടി കളയും.
പിന്നെ മുടി കളയാത്ത ആൾക്കാരെ കണ്ട ഇന്തോനേഷ്യ, മലേഷ്യ, അതിൻ്റെയൊക്കെ ആകെ മുടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇല്ല മുടി കളയാൻ ഭയങ്കര മടിയാ. എന്നാൽ മലയാളിയൊക്കെ നല്ല മുടി ഉണ്ടല്ലോ, പക്ഷെ അയക്കൂല. പെണ്ണുങ്ങളെ ഒരു കുഴപ്പം. ഞാൻ ഇപ്പം ഇവിടെ പെണ്ണുങ്ങളെ കുറ്റം പറയും. അത് പൊന്നാര മനസ്സാങ്ങൾ മുട്ട അടിച്ചാൽ ഒരു രസം ഉണ്ടാവില്ല കാണാം. അല്ലെങ്കിൽ എന്ത് രസമാണ് നമ്മളെ കാണാൻ പറയും അല്ലേ? അപ്പം നമ്മൾ ഇബ്രാഹിം നബി മകനെ അറുക്കാൻ തയ്യാറായ സ്ഥലത്ത് ഒരു മുടി കളയാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിലോ? റസൂലുള്ള പ്രാർത്ഥിക്കാണ്, അള്ളാഹുവേ മുടി വടിച്ച് കളഞ്ഞവർക്ക് നീ ബർക്കത്ത് നൽകണമേ, ആമീൻ എല്ലാവരും. അപ്പോൾ ഒരാൾ നീച്ച് നബി അയാൾ വെട്ടിയിട്ടുള്ളേ, അയാൾ പറഞ്ഞു നബിയെ വെട്ടിയോൽക്കും. റസൂൽ പിന്നെയും അള്ളാഹുവേ മുടി വടിച്ച് കളഞ്ഞവർക്ക് നീ ബർക്കത്ത് നൽകണമേ, ആമീൻ. വലിയ ജനക്കൂട്ടം. അപ്പോൾ ഈ സാധു റസൂലെ വെട്ടിയോൽക്കും. റസൂൽ വീണ്ടും പ്രാർത്ഥിച്ചു, അള്ളാഹുവേ മുടി വടിച്ച് കളഞ്ഞവർക്ക് നീ ബർക്കത്ത് നൽകണമേ. അപ്പോൾ ഇയാൾ പിന്നെ റസൂലെ വെട്ടിയോൽക്കും. അപ്പോൾ റസൂൽ പറഞ്ഞു വെട്ടിയോൽക്കും, ഒരു നുള്ളോൽക്കും. അപ്പം ഈ കിട്ടിയത് മുഴുവൻ വടിച്ചു കഴിഞ്ഞു. ആണുങ്ങളോടാണ് മുടി വടിച്ചലുണ്ടേ, അത് മടിക്കണ്ട. അതാണ് എങ്ങനെ പബ്ദാക്ക നോക്കിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ സലാം ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മുടി വടിച്ച ആൾക്കാരാ. ഒരു 2-3 മാസം കൊണ്ട് ആ മുടി പഴയ, ഏറ്റവും കുറഞ്ഞത് 3 മാസം ബാർബർ ഷോപ്പ് പോകാൻ എന്നാലും 300 രൂപ ലാഭമല്ലേ? അത് നിങ്ങൾ കണക്കൂട്ടിക്കണ്ടി. അപ്പോൾ അവിടുത്തെ 5 റിയാൽ ഇവിടെ ലാഭം കിട്ടും. അപ്പം നമ്മൾ മുടി വടിച്ച് കളയാം. ഇനി ചില ആൾക്കാർ ഒരു സംശയം, ഹജ്ജിന് വേണ്ടി മുടി പിന്നെയും കളയണ്ടേ? അപ്പോൾ പിന്നെ ഉംറൻ്റെ സമയത്ത് മുടി കളയണോ? അങ്ങനത്തെ ആൾക്കാരോട് പറയാറുണ്ട്, അങ്ങനത്തെ സമയത്താണ് നിങ്ങൾ ഒന്ന് മെഷീൻ വെച്ചേണ്ടി പറ്റ മുഴുവൻ വേണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെട്ടല്ല, തലയിലെ മുടി മുഴുവനും ചെറുതാക്കിയാൽ ഹജ്ജിനും ഉംറയും ശരിയാവും. 2 സ്വാതന്ത്ര്യമുണ്ട്. മുടി വെട്ടലും ചെയ്യാം, മുടി വടിക്കുകയും ചെയ്യാം, 2നും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മുടി വടിച്ചു കളഞ്ഞാൽ കൂടുതൽ പുണ്യമുണ്ട് മാത്രം പുരുഷന്മാർക്ക്. സ്ത്രീകൾക്കോ? സ്ത്രീകൾ അവരുടെ മുടിയുടെ പിൻഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ലേശം, ഒരു ബെർലിൻ്റെ വലുപ്പത്തിൽ ഒരു കത്രി കൊണ്ട് മെല്ലെ വെട്ടിയാൽ ഓരും തഹല്ലുലാവുക എന്നാ പറയാം. എന്തിന്? ഇഹ്റാമിൻ്റെ ആ മതിൽക്കെട്ടിൽ നിന്ന് മുടി വെട്ടി നമ്മൾ പുറത്ത് കിടക്കുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് തഹല്ലുലാവുക, സ്വതന്ത്രരാവുക എന്നർത്ഥം. പിന്നെ നമ്മൾ സാധാരണ പോലെ കുപ്പായടാ, പാൻറ്റിടാ, സ്പ്രേ ഒക്കെ ഒന്നായിട്ട് കുപ്പായത്തിൽ കൂടെ പാരാ, ഒരു കുഴപ്പമില്ല. നമ്മൾ സാധാരണ മനുഷ്യന്മാരെ പോലെ തഹല്ലുലായി കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ഉംറ അവസാനിച്ചു. ഇപ്പോൾ ഉംറ നിങ്ങളെ ഓർമ്മയിലുണ്ടാവുമല്ലേ? ഇഹ്റാമെന്ന് മീഖാത്തെന്ന് ഇഹ്റാം ചെയ്ത് മക്കയിൽ വന്ന് തവാഫ് ചെയ്ത് പിന്നെ സഅയ് ചെയ്ത് മുടി വെട്ടി തഹല്ലുലായി നമ്മൾ റൂമിക്ക് പോയി, ഹാപ്പിയായി. പിന്നെ നമുക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സാധാരണ പോലെ നിസ്കാരം, നോമ്പും ഖുർആൻ പാരായണവും കാര്യങ്ങളുമായിട്ട് ആ മക്കയുടെ പരിശുദ്ധിക്ക് കളങ്കം വരാത്ത രൂപത്തിൽ വളരെ മനോഹരമായിട്ട് നല്ല നിലക്ക് ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കി ജീവിക്കുക. മക്കയിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ പുണ്യം താരങ്ങൾ നിസ്കാര. എന്താ അറിയോ? ആ പള്ളിയിലെ നിസ്കാരം ഉണ്ടല്ലോ. എന്താണ് നിസ്കാരത്തിൻ്റെ പ്രത്യേകത? ഒരു റക്അത്ത് 1,00,000. പക്ഷേ നമ്മുടെ നാട്ടിൽ കുറെ പരിതാപകരമായ അവസ്ഥ ഉണ്ട്. ചില ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് ഹജ്ജിനോ ഉംറക്കോ പോണ സഹോദരിമാരെ ആ ഹറമിൻ്റെ ഉള്ളിൽ നിസ്കാരിക്കാൻ ബാങ്ക് വിളിക്കുമ്പോൾ ഇവർ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കാണ്ട് നേരെ റൂമിക്ക് പോവാ. എന്തിനാ നിങ്ങൾ? പള്ളിയിൽ നിന്ന് നിസ്കരിക്കാം. അതുവരെ ഒരു പള്ളിയിലാണല്ലേ, പക്ഷെ നിസ്കാരം പള്ളിക്കന്ന് പാടില്ല എന്ന് ആരോ പറഞ്ഞു കൊടുത്തേക്കുക. എന്നിട്ട് ഈറ്റങ്ങൾ ഈ 1,00,000 റക്കായത്തിൻ്റെ കൂലി കളഞ്ഞിട്ട് ഒരു റൂമിൻ്റെ അവസ്ഥ അറിയില്ല. മക്കയിൽ 2 ആക്കി കിടക്കാനുള്ള സ്ഥലത്ത് 4 ബെഡ് കാരണം അവിടെ നിസ്കരിക്കാൻ സ്ഥലമല്ല, സുജൂദിന് സ്ഥലമല്ല, റുക്കൂവിന് സ്ഥലമല്ല. എന്നിട്ട് ആകപ്പാടെ ഇടങ്ങേറായിട്ട് ഈ ഹറമിൽ, മനോഹരമായ ഹറമിൽ, ആ AC-യിൽ നല്ല സുഗന്ധം പൂശിയ കാർപ്പറ്റിൽ മനോഹരമായി നിസ്കരിക്കാതെ റൂമുക്ക് തെളിച്ചുകൊണ്ട് പോണ സങ്കടം നമ്മൾ കാണാറുണ്ട്. സഹോദരിമാരോട് പറയാം, ഒരൊറ്റ വക്ത് നിസ്കാരം ഒഴിവാകാതെ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിസ്കരിച്ചോളുണ്ടേ. നമ്മുടെ ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടേക്കാരം. അപ്പോൾ ആ ബാക്കിയുള്ള സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയൊന്നും അവിടെ ആ സമയം കളയാതെ നമ്മൾ എന്ത് ചെയ്യുക? ആരാധനകളിൽ മുഴുകുക. ഉംറ കഴിഞ്ഞിട്ടോ ഇനി ഹജ്ജ് ബാക്കിയുണ്ട്. സംഗതി വരുന്നുള്ളൂ, ഹജ്ജ് ബാക്കിയുണ്ട്. ഹജ്ജ് നമുക്കറിയാലോ, ഹജ്ജിൻ്റെ ദിവസങ്ങൾ ദുൽഹജ്ജ് 8 മുതൽ 13 വരെയാണ്. ഏതൊക്കെയാണ്? ദുൽഹജ്ജ് 8 മുതൽ 13 വരെ. ഇതാണ് ഹജ്ജിൻ്റെ ദിവസങ്ങൾ. ഈ ദുൽഹജ്ജ് 8-നൊരു പേരുണ്ട്. എന്താ പേര്? യൗമുത്തെർവിയ. യൗമുത്തെർവിയ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? റെഡിയാവുന്ന ദിവസം എന്നാ. പ്രവാചകന്റെ കാലത്ത് ഹജ്ജിന് വേണ്ട ആജ്യമാർക്ക് വെള്ളവും ഓൾക്ക് താമസിക്കാനുള്ള സ്ഥലവും ഭക്ഷണമൊക്കെ ആ മിനായിൽ ഇങ്ങനെ റെഡിയാക്കി വെക്കണ ആ ദിവസത്തിന് പറയുന്ന പേരാണ് ദുൽഹജ്ജ് 8 യൗമുത്തെർവിയ. നമ്മൾ യൗമുത്തെർവിയൻ്റെ ദിവസം തന്നെ നമ്മൾ മിനയിലെത്തും. സർക്കാരായാലും സ്വകാര്യ ഗ്രൂപ്പുകളായാലും സൗദി ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം ദുൽഹജ്ജ് 8-ന് നമ്മൾ മിനയിലെത്തും.
അന്ന് മിനായിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല. മിനായിലെ ടെന്റിലാണ് താമസം. ടെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബർസഖ് വരാണ്ടല്ലോ, ഖബർ ജീവിതം. ആ ഖബർ ജീവിതത്തെ ഓർമ്മപ്പെടുത്തും മിനായിൽ. ഇവിടെ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിന്റെ വലിപ്പത്തിലാ 12x12 റൂം. കട്ടിലോ 6x7. എന്നിട്ട് തന്നെ വലിപ്പല്ല. എന്തൊരു സൗകര്യമല്ല റൂമിൽ. ഒരാൾ വന്നാൽ നമ്മുടെ റൂം കടത്തൂല, ഒരു വേറെ റൂമാ. കാരണം നമുക്ക് വലിയ റൂം വേണം. നിങ്ങൾക്കറിയോ, മിനായിലെ നമുക്ക് കിടക്കാൻ അനുവദിക്കപ്പെട്ട സ്ഥലത്ത് തരങ്ങൾ 1 മുഴം നീളമുള്ള, 1 മുഴം വീതിയുള്ള, ഇത്ര വീതി ഉണ്ടാവും, 6 അടി വലിപ്പമുള്ള ഒരു ചെറിയ സ്പോഞ്ചിന്റെ കഷ്ണം. അതിന് വേണമെങ്കിൽ ബെഡ് എന്ന് പറയാം. ഒരു സ്പോഞ്ചിന്റെ കഷ്ണ. ഒരു ഖബറിന്റെ വീതിയാണ്, ഒരു ഖബറിന്റെ വീതി. അതാണ് നമുക്ക് താമസിക്കാൻ വേണ്ടി അനുവദിക്കുക. അതിൻ്റെ രസം എന്താ പറയുക, 100 ആളുകളുള്ള ഒരു ഗ്രൂപ്പിന് 80 ബെഡാ കിട്ടുക, അല്ലെങ്കിൽ 90. അതായത് ഒരാൾക്കൊരു ബെഡ് ഉണ്ടാവില്ല. ഇപ്പം എന്നെ പോലത്തെ ഒരാൾക്ക് ശരിക്കും മലന്ന് കിടക്കാൻ വീതി ഉണ്ടാവില്ല, ചെരിഞ്ഞ് കിടക്കണം. മലന്ന് കിടക്കണമെങ്കിൽ അടുത്തൊരാടാ ഒന്ന് നീങ്ങിക്കൊണ്ട, ഞാൻ ഒന്ന് മലന്ന് കിടക്കട്ടെ എന്ന് ഓൻ്റെ അനുവാദം വാങ്ങണം. കാരണം അത്രേ വീതി. 6 ദിവസം നമ്മൾ ജീവിതത്തിലെ എല്ലാ ലക്ഷറിയും ഒഴിവാക്കിയിട്ട് പടച്ചോൻ്റെ അടിമയായിട്ട് ജീവിക്കുന്ന സ്ഥലമാണ് ആ മിനായിൽ. അങ്ങനെ ആ ടെൻറ്റിൽ ആ വീതി കുറഞ്ഞ ആ സ്ഥാപനത്തിൽ അങ്ങനെ കിടക്കന്നെ. അപ്പോൾ ദുൽഹജ്ജ് 8-ന് മിനായിൽ ആകെ ചെയ്യാനുള്ള എന്താ പറയുക, ഓരോ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോഴും നിസ്കാരം ചുരുക്കി നിസ്കരിക്കാം. ളുഹർ 2 റക്അത്ത് നിസ്കരിക്കുക ളുഹറിൻ്റെ സമയത്ത്. ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, 2 റക്അത്ത് ളുഹർ നിസ്കരിക്കുക. പിന്നെ അസറിൻ്റെ സമയമാകുമ്പോൾ ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, 2 റക്അത്ത് അസർ നിസ്കരിക്കുക. മഗ്‌രിബിൻ്റെ സമയമാകുമ്പോൾ ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, 3 റക്അത്ത് മഗ്‌രിബ് നിസ്കരിക്കുക. ചുരുക്കാൻ പാടില്ല. യശാന്റെ സമയമാകുമ്പോൾ ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, 2 റക്അത്ത് യശ നിസ്കരിക്കുക. സുബൈൻ്റെ സമയമാകുമ്പോൾ 2 റക്അത്ത് സുബൈ നിസ്കരിക്കുക. അപ്പോൾ ആൾക്കാർ പറയും, ഇവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ, ഇവിടെ ഇരിക്കല്ലേ, വെറുതെ ഇരിക്കല്ലേ, എന്താ 4 റക്അത്ത് നിസ്കരിച്ചൂടെ? ഉത്തരം എന്താ അറിയോ? നമുക്ക് ഹജ്ജും ഉംറയും പഠിപ്പിച്ചെന്ന് ആരാ? മുത്ത് റസൂലാണ്. ആ മുത്ത് നബി മിനായിൽ ഒരിക്കലും 4 റക്അത്തുള്ള നിസ്കാരം 4 നിസ്കരിച്ചിട്ടില്ല, 2 നിസ്കരിച്ചത്. അതാണ് നമുക്ക് മാതൃക. എന്നാ കൂട്ടി നിസ്കരിക്കരുത്, ളുഹ്റു അസ്ർ ഒന്നിച്ചാവരുത്, മഗ്‌രിബ് ഇശാ ഒന്നിച്ചാവരുത്, ഒക്കെ അതാതിൻ്റെ സമയത്ത് നിസ്കരിക്കാം. അത് 2 റക്അത്തായിട്ട് നമ്മൾ നിസ്കരിക്കാം. അതാണ് ദുൽഹജ്ജ് 8-ന് നമുക്ക് ചെയ്യാനുള്ളത് മിനയിൽ. അത് ചെയ്യുക. ബാക്കിയുള്ള സമയത്ത് ഖുർആൻ ഓതേ, ദിക്ർ, ദുആ, പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇനി കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല. മിനായിൽ നമ്മൾ സ്വസ്ഥമായിട്ട് നിൽക്കുക 8-ന്. ദുൽഹജ്ജ് 9-ന് എന്താ പേര് പറയാ? ദുൽഹജ്ജ് 9-ന് എന്താ പേര് പറയാ? യൗമു അറഫ. അതാണ് ദിവസം. യൗമു അറഫ എന്ന് പറഞ്ഞാൽ അതാണ് ഹജ്ജിന്റെ ആത്മാവ്. അറഫക്ക് വേണ്ടിയാണ് നമ്മൾ ഹജ്ജിന് പോയത്. നമ്മുടെ പാപങ്ങൾ പൊറുക്കൽ അറഫയിലാണ്. അതുകൊണ്ട് അറഫ നമ്മളെ സ്വപ്നാണ്. ദുൽഹജ്ജ് 9-ന് നമ്മളെല്ലാവരും, അപ്പം നിങ്ങൾ വിചാരിക്കും അറഫയിൽ പോകാനുള്ള വഴിയൊക്കെ എനിക്കറിയോ, ആരാപ്പം എന്നെ കൊണ്ടുപോകുക? അന്ന് ദുൽഹജ്ജ് 9-ന് എല്ലാ മനുഷ്യന്മാരും അറഫീക്ക പോവുക, നമ്മളും അറഫീക്കാണ് പോകും. വഴിയൊന്നും അറിയണ്ട, അങ്ങനെ നിന്ന് കൊടുത്താൽ മതി, അങ്ങനെ പോകും, അറഫയിലെത്തും. മക്കയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരമാണ് അറഫയിലേക്കുള്ള ദൂരം. സംതിങ് മാറും. നടന്നൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് ദൂരമുള്ളൂ. നമ്മൾ പോകുന്നത് മിനയിൽ നിന്നായതുകൊണ്ട് നമുക്ക് അറഫയിലേക്ക് വാഹനത്തിൽ പോകേണ്ടി വരും. അങ്ങനെ നമ്മൾ ദുൽഹജ്ജ് 9-ന്റെ പകല് അറഫയിലേക്ക് പോകും. സത്യത്തിൽ ഉച്ചക്ക് ശേഷമാണ് അറഫയിൽ എത്തേണ്ടത്, ളുഹറിന് ശേഷം. എന്നാൽ തിരക്ക് കാരണം ഗവൺമെൻറ് നമ്മളോട് നേരത്തെ അറഫയിലേക്ക് പോകാൻ പറയും. ചിലപ്പോൾ നമ്മൾ രാവിലെ അറഫയിലെത്തും, ചിലപ്പോൾ തലേന്ന് രാത്രി എത്തും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊക്കെ തലേന്ന് രാത്രി അറഫയിലേക്ക് പോകേണ്ടി വന്ന്. അതിങ്ങനെ സർക്കാർ പറയും പോകണം, അപ്പം നമ്മൾ പോകും. ദുൽഹജ്ജ് 9 അറഫ. ഉച്ച വരെ അറഫയിൽ ഒന്നും ചെയ്യാല്ല കേട്ടോ. ഇട്ട സ്ഥലത്ത് നിസ്കരിച്ച് അവിടെ ഖുർആൻ ഓതിയോ വിശ്രമിച്ചോ ഒക്കെ ഇരിക്കാം. ഉച്ചയാകുമ്പോൾ ളുഹറിൻ്റെ സമയമായാൽ ഒരു പ്രസംഗമുണ്ട്. ലോക മുസ്ലിങ്ങളോട് സൗദി അറേബ്യൻ ഭരണാധികാരികൾ നിശ്ചയിക്കുന്ന ഒരു പണ്ഡിതൻ്റെ പ്രസംഗം ഉണ്ടാവും. അറഫ പ്രസംഗം. അറബിയിലേക്കാരം 10-20 ഭാഷകളിലേക്ക് അതിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്. എല്ലാ മൊബൈൽ ഫോണുകളിലും FM ഫോണുകളിലൊക്കെ ആ പ്രസംഗം കിട്ടും. അവിടെ അങ്ങനെ മൈക്കിലൂടെ പല സ്ഥലത്തും ആ പ്രസംഗം സംപ്രേഷണം ചെയ്യും. കുറച്ച് നേരം. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗം 17 മിനിറ്റ്. അതിൻ്റെ മുമ്പത്തെ കൊല്ലത്തെ പ്രസംഗം വെറും 6 മിനിറ്റ് ഉണ്ട്. അതിന് ചൂട് കൂടിയിട്ടേ. അപ്പം ചെറിയ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ ലോക മുസ്ലിങ്ങൾ ഒന്നിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതാണ് ഒന്നാമത്തെ വിഷയം.
രണ്ടാമത്തേത് ഇനി ബാക്കിയുള്ള ഹജ്ജിന്റെ കർമ്മങ്ങൾ എങ്ങനെ, മൂന്നാമത്തേത് ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ പ്രസംഗം, അത് സൗദി അറേബ്യൻ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു പണ്ഡിതനാണ് ആ പ്രസംഗം നടത്തുക. ആ പ്രസംഗം നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. അറബി അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി കൊടുക്കും. ഈ 3 കാര്യം ഉണ്ടാവുക: 1 ലോക മുസ്ലിങ്ങൾ ഐക്യപ്പെടണം, 2 ഹജ്ജിന്റെ കർമ്മങ്ങൾ, 3 പ്രാർത്ഥന. അത് പല രൂപത്തിലും പറയുന്നു മാത്രം. അതാണ് ആ പ്രസംഗം. ആ പ്രസംഗം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഉംറ, അറഫയുടെ പ്രവൃത്തി തുടങ്ങാണ്. സ്റ്റാർട്ടിങ് എങ്ങനെ അറിയോ? ളുഹറും അസറും ഒരുമിച്ച് നിസ്കരിക്കുക. ബാങ്ക് വിളിക്കുന്നു, ഒരു ഇഖാമത്ത് കൊടുക്കുന്നു, ളുഹർ 2 റക്അത്ത് നിസ്കരിക്കുന്നു, വീണ്ടും ഒരു ഇഖാമത്ത് കൊടുക്കുന്നു, അസർ 2 റക്അത്ത് നിസ്കരിക്കുന്നു. ആകപ്പം നമ്മൾ ഹജ്ജിന് പോയിട്ട് ജമ്മും കസറും ആക്കണ ഇവിടെ കേട്ടോ തുടങ്ങാണ്. മറ്റുള്ളവർക്കൊക്കെ അതാത് സമയത്ത് നിസ്കരിക്കുക. ഈ അറഫയിൽ വെച്ച് നമ്മൾ ളുഹറും അസറും ഈ 2 റക്അത്തായി ജമ്മും കസറുമായി നിസ്കരിക്കുന്നു. എന്തിനാണ് അങ്ങനെ നിസ്കരിക്കണേ? ഉച്ച മുതൽ സൂര്യാസ്തമയം വരെ അറഫയിലെ സമയം എന്ന് പറഞ്ഞാലേ തീപിടിച്ച സമയ. പ്രാർത്ഥനകൾക്ക് അത്രയേറെ പുണ്യം കിട്ടുന്ന, ഉത്തരം കിട്ടുന്ന വേറെ ഒരു സ്ഥലവും സമയവും ലോകത്ത് വേറെ ഇല്ലെന്നാ. അള്ളാഹു ആകാശലോകത്തുനിന്നേ തൻ്റെ മലക്കുകളെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കും, നോക്കിയടാ എൻ്റെ അടിമകളെ നോക്കി, ലോകത്തിൻ്റെ ഏതേത് ഭാഗത്തുനിന്ന് വന്നിട്ട് ഒരേ വസ്ത്രം ധരിച്ച് അവർ ഇരിക്കുന്നത് കണ്ടങ്ങള്. കാരണം പണ്ട് മലക്കുകൾ പറഞ്ഞില്ലേ, മനുഷ്യന്മാരുണ്ടാക്കുക എന്ന് പറഞ്ഞപ്പം ഈ കുത്തിത്തിരിപ്പുണ്ടാക്കണ ജന്തുക്കളെ ഉണ്ടാക്കണമെന്ന്. അതിന് അള്ള കൊടുക്കുന്ന മറുപടി നോക്കി, എൻ്റെ അടിമകൾ ഇരിക്കണ നോക്കി. അള്ള അഭിമാനിക്കുന്ന, എൻ്റെ അടിമകൾ എന്താണോ ചോദിക്കണത് അത് ഞാൻ കൊടുക്കും എന്ന് അള്ളൻ പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ അള്ളഹാനോട് പാപമോചനത്തിന് വേണ്ടി തേടുകയാണ്. അറഫയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതേ പാപമോചനത്തിന് വേണ്ടിയാ, വേറെ എന്തിനു വേണ്ടിയാവാം, പക്ഷെ ധാരാളം പാപമോചനം. റസൂലുള്ളാഹി പറയണേ, ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പ്രാർത്ഥിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാതാരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ അറഫയിൽ വെച്ച് ധാരാളം ചൊല്ലിക്കൊള്ളണ്ടേ, ധാരാളം ചൊല്ലുക. പിന്നെ എല്ലാ ദിക്റുകളും ഉച്ച കഴിഞ്ഞാൽ പിന്നെ മഗ്രിബ് വരെ ഒരു വർത്താനം വേണ്ട. ദിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണം, പ്രാർത്ഥന, കരഞ്ഞ് പ്രാർത്ഥിച്ചോളണ്ടി. അവിടെ കാണുന്നവർ വേണ്ടാത്തരാണ് തരങ്ങൾ. ടെൻറ്റുകളിലൊക്കെ ഈ ളുഹ്ർ നിസ്കാരം അസറും കഴിഞ്ഞാൽ ചില ചെറിയ സംഘങ്ങളാവും, ഓരോ ഗ്രൂപ്പുകൾ. എന്നിട്ട് ഓരോ ഉസ്താദുമാരോ അമീറന്മാരോ ഉണ്ടാവും. ഓലിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കും. ബേക്കുന്ന ആൾക്കാർ പെരും കരച്ചിൽ, ആമീൻ ആമീൻ. എന്താ ആമീൻ? ഇതെന്താ പറയണേ? ബൽക്കാരോ എന്തിനാ ആമീൻ പറയണേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയണ്ടേ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കണേ? അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. റസൂലുള്ള പ്രാർത്ഥിച്ചു, സഹാബത്ത് ആമീൻ പറഞ്ഞു എന്ന ഒരൊറ്റ ഹദീസ് പോലും അറഫയുമായി ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വേവലാതികളും അതിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ് 4 മണിയൊക്കെ ആവുമ്പോൾ സൂര്യൻ ലേശം ചൂട് കുറയും. മിക്കവാറും അറഫയിൽ മഴ പെയ്യാറുണ്ട്. ബേജാറാവണ്ട. അറഫയിൽ മഴ പെയ്താലേ ആദ്യം കാണുമ്പോൾ ബേജാറാ, കാറ്റടിച്ചിട്ട് ടെൻ്റൊക്കെ അങ്ങോട്ട് പാറി ആകെ വെള്ളയിക്കാരൻ. ഒരു ബേജാറും ആവണ്ട. ഇതുവരെ അറഫയിൽ ആരും ഒലിച്ചു പോയിട്ടില്ല. ഒമാനിലൊക്കെ ആൾക്കാർ ഒലിച്ചു പോയിട്ടുണ്ട്. അറഫയിൽ പോകില്ല. അവിടുത്തെ വെള്ളത്തിന് പോകാനുള്ള സംവിധാനം കുറ്റമറ്റ രൂപത്തിലാണ്. ഒരു പേടിയും വേണ്ട. ചിലപ്പോൾ പെരും കാറ്റടിക്കും, ചിലപ്പോൾ പെരും പൊടിക്കാറ്റടിക്കും, ചിലപ്പോൾ ഭയങ്കര ഇടിമിന്നലുണ്ടാവും. ഒരു ബേജാറും ആവണ്ട. ധൈര്യത്തിൽ നിൽക്കുക. അള്ളാൻ്റെ റഹ്മത്താണ്. എന്നിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുക. ഈ അറബ് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെ ഓർക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. ആ പെരും മഴയത്ത് നിന്ന് അങ്ങനെ പ്രാർത്ഥിക്കും. ഒലിച്ചു പോകുന്ന വെള്ളത്തിലൊക്കെ സുജൂദ് ചെയ്തിട്ട് അവരിങ്ങനെ ആഘോഷിക്കണേ കാണാം. ധാരാളം പ്രാർത്ഥിക്കുക. ഒരു 3 മണി 4 മണിയൊക്കെ ആയാലേ ടെൻറ്റിൽ നിന്ന് മെല്ലെ പുറത്തിറങ്ങുക. ഒപ്പമുള്ള ആളോട് പറയാം, ഞാൻ അത് അവിടെ ഉണ്ടാവും കേട്ടോ. ഒരു മുസല്ല എന്തെങ്കിലും കൈ പിടിച്ചുകൊണ്ട് അറഫയിലേക്ക് പോകുമ്പോൾ ഒരു കട്ടി കുറഞ്ഞ സാധനം, എന്നിട്ട് ഒരു തണുപ്പത്ത് അത് വിരിക്കുക ഒറ്റക്ക്. കാരണം കൂട്ടത്തിലാവുമ്പോഴേ നമ്മൾ കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ ഒപ്പമുള്ള അയലോക്കാരത്തൊക്കെ ഉണ്ടാവും, ഇവിടെ അതിന് മാത്രം എന്തൊക്കെയോ ചെയ്തിരിക്കണം കേട്ടോ, ആലോചിച്ചിട്ടില്ലേ, നാട്ടിൽ വാ കാട്ടിത്തരാന്നൊക്കെ പറയും. അതുകൊണ്ട് തൽക്കാലം ആരെയും ശ്രദ്ധയിൽപ്പെടാതെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. സുജൂദിൽ കടന്ന് പ്രാർത്ഥിക്കുക, നിസ്കരിച്ച് പ്രാർത്ഥിക്കുക, നിന്ന് പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് കക്ഷത്തിൻ്റെ വെളുപ്പം പുറത്ത് കണ്ടുവരുന്ന. മാത്രമല്ല അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഉളു ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല കിബിലക്ക് നേരെ ആയിരിക്കാനും ശ്രദ്ധിക്കുക. എല്ലായിടത്തും കാണാൻ ബോർഡ് ഇത്തിജാഹുൽ കിബില എന്ന് പറഞ്ഞാൽ കിബിലയുടെ പൊസിഷൻ.
ആ ബോർഡ് നോക്കിയിട്ട് ആ പൊസിഷനിലേക്ക് നിന്നിട്ട് നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കുക. സൂര്യൻ അസ്തമിക്കാനാകും തോറും പ്രാർത്ഥന കൂടുതൽ കൂടുതൽ കൂടട്ടെ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണങ്ങൾക്ക് കരഞ്ഞിട്ട് മനുഷ്യന്മാരെ താടിയൊക്കെ കുതിർന്നൊക്കും. ഒരു കാര്യം മനസ്സിലായിക്കോട്ടോ, അറഫയിൽ പോയിട്ട് ഒരാൾക്ക് കരയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓൻ്റെ കാര്യം മഹാ കഷ്ട. തെറ്റുകളെ കുറിച്ചോർത്ത് അറഫയിൽ വെച്ച് ഒരു മനുഷ്യന് കരയാൻ പറ്റിയിട്ടില്ലെങ്കിലേ ഓൻ്റെ കാര്യം സങ്കട. അതുകൊണ്ടാണ് കരങ്ങളുണ്ട്. ഓർത്തങ്ങട്ട് എന്താ പടച്ചോൻ എൻ്റെ അവസ്ഥ, ഇങ്ങനൊക്കെ ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ്, എനിക്കെന്താ റബ്ബെ നന്നാവാൻ പറ്റാത്തത്, ഇതൊക്കെ മോശമാണ് എനിക്കറിയാലോ, എന്താ റബ്ബെ എനിക്കിത് ഒഴിവാക്കാൻ പറ്റാത്തത്, ഈ എന്നെ ഒഴിവാക്കിയിരിക്കണോ റബ്ബെ. ആണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിന് ഭാഷ പ്രശ്നമല്ല, അതിന് ഭാഷ വേണ്ട, മനസ്സുകൊണ്ടാണ് കരഞ്ഞലുണ്ട്. അറഫയിൽ നിന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ കണ്ണീരിങ്ങനെ തുടച്ചിങ്ങനെ കുടയുമ്പോഴേ ഓ അൽഹംദുലില്ലാ റബ്ബേ, എൻ്റെ എല്ലാ പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ടും ഈ മരുഭൂമിയിൽ ഇറക്കി വെച്ച് റബ്ബെ പൊറുക്കണം കേട്ടോ എന്ന് പറയാൻ നമുക്ക് പറ്റിയണ്ടല്ലോ. അറഫയോടുകൂടി നമ്മുടെ ജീവിതം വേറെ ഒരു ദിശയിലേക്ക് എത്തും. ഒരു ഭാരം കുറഞ്ഞതുപോലെ, എന്തൊക്കെയോ മാറിയതുപോലെ, നമ്മൾ തന്നെ വേറെ എന്തോ ആയതുപോലെ അല്ലേ. അറഫയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കണ്ട് കിട്ടിയാണ്ടല്ലോ, അത് ഓൻ്റെ ഭാഗ്യ. പോട്ടെ, അപ്പം മഗ്‌രിബ് വരെ അറഫയിൽ നിൽക്കട്ടോ. മഗ്‌രിബ് വരെ ഇവിടെ സംഭവിക്കുക എന്താ നിങ്ങൾ, ഈ യാത്രക്കാരുടെ തിരക്കും ആൾക്കാരെ ബാഹുല്യം കൊണ്ട് സൗദി ഗവൺമെൻറ് ചില സമയത്ത് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഹാജിമാരോട് മുസ്ദലിഫയിലേക്ക് പോകാൻ പറയും. ശരിക്കും പോകേണ്ടത് മഗ്‌രിബിന് ശേഷം. പക്ഷെ സർക്കാർ ഈ ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി നേരത്തെ പോകാൻ പറയും. പോകാൻ പറഞ്ഞാൽ പോകണം. കാരണം ഭരണാധികാരികൾ മുസ്ലിം സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന നിയമങ്ങൾ അനുസരിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അതുകൊണ്ട് പോകാൻ പറഞ്ഞാൽ പിന്നെ തർക്കിക്കണ്ട, ഞാൻ അസ്തമിച്ചിട്ടുള്ളത് പറയണ്ട, പോകാൻ പറഞ്ഞാൽ ബസ് കയറുക. ഇനി വേറെ രസമാണെങ്കിൽ അന്ന് രാത്രി മുസ്ദലിഫിക്ക പോകേണ്ടി. മഗ്‌രിബിൻ്റെ ബാങ്ക് വിളിച്ചാൽ അറഫയിൽ വെച്ച് മഗ്‌രിബ് നിസ്കരിക്കാൻ പാടില്ല. ഈ ഹജ്ജിൻ്റെ പ്രത്യേകത നിറങ്ങൾ, ഹജ്ജിലെ ഒരു നിയമവും നമ്മുടെ ഒരു ലോജിക്കുമായിട്ടും യോജിക്കൂല. ഹജ്ജിലെ നിയമങ്ങൾ മുഴുവനും പടച്ചോൻ, അത് പടച്ചോനാണ് അനുസരിക്കുക. എന്തിനാന്ന് ചോദിക്കണ്ട. മഗ്‌രിബിൻ്റെ ബാങ്ക് അറഫയിൽ നിന്ന് കേട്ടാൽ നിങ്ങൾക്കറിയാലോ, മഗ്‌രിബിനാകെ കുറച്ച് നേരമുള്ളൂ. പക്ഷെ അറഫയിൽ നിന്ന് മഗ്‌രിബ് നിസ്കരിക്കാൻ പാടില്ല എന്നാ. നമ്മൾ മുസ്ദലിഫയിലേക്ക് പോവുക, നടന്ന് പോവുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് മുസ്ദലിഫയിലെത്തും. ബസ്സിന് പോകുകയാണെങ്കിൽ 8 മുതൽ 10 മണിക്കൂർ വരെ എടുത്താലും ചിലപ്പോൾ മുസ്ദലിഫയിൽ എത്തൂല. കാരണം ഈ ഹജ്ജിന് വേണ്ടി വരുന്ന ആജിയമാരെ 30 ലക്ഷം ആജിയമാർ അല്ലെങ്കിൽ 20 ലക്ഷം ആജിയമാർ, ഇവർ സഞ്ചരിക്കുന്ന ബസ് മാർഗം. ഒരു ബസ്സിൽ മാക്സിമം 50 ആൾക്കാരല്ലേ പോകുള്ളൂ. എത്ര വലിയ ബസ്, ഇനി 75 കൂട്ടിക്കോളിയും. 10 ആൾ പോയാൽ 750 അല്ലേ. 100 ബസ് ഉണ്ടെങ്കിൽ 7500, 1000 ബസ് ഉണ്ടെങ്കിൽ 75,000. ഈ 5 അല്ലെങ്കിൽ 30 ലക്ഷം ആൾക്കാർ പോകണമെങ്കിൽ എത്രായിരം ബസ് വേണം. ഈ ബസ്സുകൾ റോട്ടിൽ ഇങ്ങോട്ട് ബ്ലോക്കാവും. ബമ്പം ബസ്സുകളല്ല നിൽക്കും. പിന്നെ ബസ്സാണ് മുന്നോട്ട് പോകില്ല. അതിൻ്റെ ഉള്ളിലിരിക്കുക തന്നെ. എത്രയോ ആളുകൾ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ രാത്രി മുസ്ദലിഫയിലേക്ക് എത്താൻ പറ്റാതെ അവസാനം ആടിനെ അറുത്ത് പ്രായശ്ചിത്തം കൊടുത്ത ആൾക്കാരുണ്ട്. തിരക്കുണ്ട്. അപ്പം ലേശ ആരോഗ്യമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ അങ്ങനെ നടക്കാൻ, കയ്യും വീശി നടക്കാൻ പറ്റിയ ആൾക്കാരാണെങ്കിൽ സൂര്യാസ്തമയം കഴിഞ്ഞാൽ നടക്കാനുള്ള വഴിയുണ്ട്. അറഫയിൽ നിന്ന് മുസ്ദലിഫിക്ക് 5 കിലോമീറ്റർ ഉള്ളൂ. ആ വഴിക്ക് ഇറങ്ങുക, ഒരു പേടിയും വേണ്ട. ലക്ഷക്കണക്കിന് ആൾക്കാർ നടക്കുക, ബാത്റൂമുകൾ ഇഷ്ടം പോലെ, അങ്ങോട്ട് നടക്കുക. സുഖമായിട്ട് 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ മുസ്ദലിഫയിലെത്തും. ബസ്സിൽ പോയാൽ എത്തും, എത്താതൊക്കെ ഭാഗ്യമാണ്. മറ്റേ ക്ഷീണക്കുള്ള ആൾക്കാർ ബസ് കാത്തിക്കുക, കുറച്ച് ജീവനുള്ള ആൾക്കാർ അത് നടന്നുകൊണ്ട് നല്ലതാണ്. പക്ഷെ നിങ്ങളെ ഗ്രൂപ്പിൻ്റെ അമീർ പറയണേ കേൾക്കണം കേട്ടോ. ഞാൻ അമീർ പറയാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് നടന്നു പോയാൽ എവിടെ എത്തുകയെന്ന് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ കൂടെ തന്നെ പോരണം പറഞ്ഞാൽ കൂടെ പോകണം. അല്ല നിങ്ങൾക്ക് ഗൾഫിൽ കുറച്ച് പരിചയമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, ഞാൻ 10-20 കൊല്ലം മക്കത്തൊക്കെ നിന്ന ആളാണ്, ഞാൻ നോക്കിക്കോളാം എന്ന് ഒരാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവർക്ക് നടക്കും ചെയ്യാം. നടക്കുക. അന്ന് രാത്രി മുസ്ദലിഫയിൽ രാപ്പാർക്കണം. ആ മുസ്ദലിഫയിൽ എത്തിയാൽ ആദ്യം ചെയ്യേണ്ട എന്താ അറിയോ, മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ല, ആ മഗ്‌രിബും ഇശായും ഒരുമിച്ച് നിസ്കരിക്കുക. ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക. ആദ്യം മഗ്‌രിബ് 3 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ ഇഖാമത്ത് കൊടുക്കുക, ഇശ 2 റക്അത്ത് നിസ്കരിക്കുക. അത് കഴിഞ്ഞാൽ ആ മുസ്ദലിഫയിൽ അടുത്ത ജോലി എന്താ നിങ്ങൾ, കിടന്നുറങ്ങുക. ഈ ഹജ്ജിന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഉറങ്ങേ, ഞാൻ ഉറങ്ങില്ല, ഞാൻ നേരം വെളുക്കോളം ഖുർആൻ ഓതട്ടെ. അവിടെ പ്രവാചകന്റെ ചര്യ ഉറങ്ങിനാണ്. പ്രവാചകൻ ഇശാ മഗ്‌രിബ് നിസ്കരിച്ച ശേഷം കുറച്ചു നേരം പ്രാർത്ഥിച്ച് റസൂൽ ഉറങ്ങി. അവിടെ പ്രത്യേകത എന്താ നിങ്ങൾ, ബെഡില്ല, തലയിണയില്ല, വിരിപ്പില്ല, കെട്ടിടല്ല, ടെൻറ്റില്ല. ആ പഴയ നാടകഗാനം കേട്ടില്ല നിങ്ങൾ, തലക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. അത് ശരിക്ക് കാണണമെങ്കിൽ മുസ്ദലിഫിൽ ചെല്ലണം.
രാജാവും മന്ത്രിയും എല്ലാവരും കണക്കാ, വെറും നിലത്ത്. അപ്പോൾ ചില ആൾക്കാർ പറയും, ഉസ്താദേ എൻ്റെ കാര്യം കഷ്ടാട്ടോ, എനിക്ക് ബെഡും തലയണില്ലെങ്കിലേ എൻ്റെ റൂമിൽ നിന്ന് മാറിയാൽ ഉറക്ക് വരൂല. ഓരൊക്കെ നമ്മൾ സുബൈക്ക് വീണ്ടിട്ട് വളർത്തല, നീച്ചൂല, അജ്ജാതി ഉറക്കേ കാരണം എന്താ നിങ്ങൾ തലേന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല, യാത്രാക്ഷീണം ആണ്ട് എത്തിയാൽ മതി, ഒരു മുണ്ട് വിരിച്ചുകാണ്ട് ഒരൊറ്റ കടത്ത. ആണുങ്ങളെ കാര്യം കഷ്ട, പെണ്ണുങ്ങൾക്ക് പിന്നെയും കുഴപ്പമില്ല. ഈ ചിലപ്പോഴേ തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കും, കൂത്തി തുറക്കുന്ന കാറ്റ്. പക്ഷെ തല മൂടി പെരയിലാണെങ്കിൽ തുണിയെ കഴിച്ചുകൊണ്ട് പുറച്ചിങ്ങനെ കിടക്കാം. ഇത് തല മൂടാൻ പറ്റൂലേ, കൗത്തിൻ്റെ താഴത്തേക്കെല്ലാം മറക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കണം. അതിപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ ഒഴിവൈനി, നേരം വെളുക്കുമ്പോൾ കാണാം നിറച്ച ആൾക്കാർ കടപ്പുറത്ത് മത്തിയോൻ കട്ടമാർക്ക്, അതിലാണും പെണ്ണും ഒക്കെ ഉണ്ടാവും. പടച്ചോനെ എൻ്റെ മാപ്പിളിൻ്റെ താര കിടക്കുന്ന ആഫ്രിക്കക്കാരി ആരുണ്ടാവും. കാരണം കിട്ടിയ സ്ഥലത്ത് ഗ്യാപ്പിലാണ് കിടക്കല, കാരണം തിരയാൻ സ്ഥലം ഉണ്ടാവില്ല. നേരം വെളുക്കുമ്പോൾ മുസ്തലിഫ വിട്ടു പോകണ്ടേ, സുബൈൻ്റെ മുമ്പ് മുസ്തലിഫയിൽ കിടന്നോളണമെന്നാ. അപ്പം കിട്ടിയ സ്ഥലത്താണ് കിടക്കും. അത് ആരെടുത്താണ്, ആണാണോ പെണ്ണാണോ ഏതാ ജാതിയോ നോക്കൂല, അവിടെ അങ്ങോട്ട് കിടക്കുക, ഉറങ്ങന്നെ. എന്നിട്ട് നിങ്ങൾ ഈ യാത്രാ സമയത്തെ റസൂലുള്ള ഒട്ടുമിക്ക സുന്നത്തുസ്കാരം ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കാത്ത 2 സുന്നത്തുസ്കാരമുള്ളത്. ഒന്ന് രാത്രിയിലെ ഖിയാമുൽ ലൈൽ, 2 സുബൈൻ്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്തുണ്ടല്ലോ, ഈ 2 സുന്നത്തും റസൂൽ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. ബാക്കിയുള്ള സുന്നത്ത്, അപ്പോൾ ഈ ദുഹറിൻ്റെ മുമ്പുള്ള സുന്നത്ത്, ദുഹറിൻ്റെ ശേഷം സുന്നത്തുണ്ടല്ലോ, അതൊന്നും ഈ ഹജ്ജിൻ്റെ സമയത്ത് നിസ്കരിക്കണ്ട, അത് സുന്നത്തില്ല. ഹജ്ജിൻ്റെ യാത്രാ സമയത്ത് നമുക്ക് സുന്നത്ത് ഈ 2 മാത്രം. ഒന്ന് രാത്രിയിലെ ഖിയാമുൽ ലൈൽ, 2 ഈ സുബൈൻ്റെ, അത് 2 നിസ്കരിക്കുക. അപ്പം ഒരു 3 മണിക്കൊക്കെ എണീക്കുക, തൊട്ടടുത്ത് ബാത്റൂം ഉണ്ടാവും, അവിടെ പോയിട്ട് ഒന്നു എടുക്കുക, എന്നിട്ട് നമ്മൾ കുറച്ച് നേരം നിസ്കരിക്കുക, എന്നിട്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു സുബൈൻ്റെ വാങ്ങ് കൊടുക്കും, സുബൈ വാങ്ങ് കൊടുത്താൽ നിസ്കരിക്കുക, സുബൈ നിസ്കരിക്കുക. സുബൈ നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ റസൂല് സൂര്യോദയം വരെ കിബിലക്ക് നേരെ തിരിഞ്ഞ് പ്രവാചകൻ പ്രാർത്ഥിച്ചു എന്നാണ്. ഈ സുബൈ ബാങ്ക് മുതൽ സൂര്യോദയം വരെ ഏകദേശം 1 മണിക്കൂർ സമയം ഉണ്ടാവുക. ആ സമയം നമ്മൾ പ്രാർത്ഥിക്കുക. സ്ത്രീകൾക്കും ദുർബലരായ ആളുകൾക്കും വേണമെങ്കിൽ രാത്രി തന്നെ മീനയിലേക്ക് മടങ്ങാം, അല്ലെങ്കിൽ ഈ സുബൈ നിസ്കരിച്ചിട്ടേ മീനയിൽ നിന്ന് പോകാൻ പാടുള്ളൂ. സുബൈ നമ്മൾ നിസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ മുസ്ദലിഫയിൽ രാത്രി ഇരിക്കുമ്പോൾ വേണമെങ്കിൽ പിറ്റേ ദിവസം എറിയാനുള്ള കല്ലുണ്ടല്ലോ, ആ കല്ല് അവിടുന്ന് പൊറുക്കാം. കല്ല് പൊറുക്കാൻ മല കയറൊന്നും വേണ്ട. സൗദി ഗവൺമെൻറ് ചെറിയ ചിപ്സ് പോലത്തെ കല്ലുകൾ അവിടെ ഇഷ്ടം പോലെ ലോറിയിൽ കുറഞ്ഞ് തട്ടിക്കണ്. നമ്മൾ ഇരിക്കുന്നിടത്ത് ഇങ്ങനെ ഇരുന്ന് പൊറുക്കിയാൽ ഒരജ്ജല്ല, ഒരു 25 അജ്ജിനുള്ള കല്ല് അവിടുന്ന് കിട്ടും. ചെറിയൊരു വെള്ളത്തിൻ്റെ കുപ്പി കൈ പിടിച്ചാൽ മതി, പെറുക്കിയിട്ട് അതിൽ ഇങ്ങനെ ഇടാം. അത് ശരിക്ക് ദുൽഹജ്ജ് 10 എറിയാനുള്ള 7 കല്ല റസൂലുകൊണ്ട് പൊറുക്കിയേ. വേണമെങ്കിൽ 3 ദിവസത്തിലുള്ള കല്ലും പൊറുക്കാം. ആ കല്ല് പൊറുക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക. രാവിലെ സുബൈസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് നേരെ നമ്മൾ മിനയിലേക്ക് പോവുക. അതേതാ ദിവസം? ദുൽഹജ്ജ് 10. എന്തായാലും പേര് പറയാ, യൗമുൻ നഹർ. അതാണ് പെരുന്നാൾ ദിവസമാണ്. അന്ന് നാട്ടിലെല്ലാവർക്കും പെരുന്നാളാണ്. നമ്മൾ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് യൗമുൻ നഹർ. അന്ന് നമുക്ക് 4 കാര്യങ്ങൾ ചെയ്യാണ്ട്, ഹജ്ജിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസം അന്നാണ് ദുൽഹജ്ജ് 10. ഒന്ന്, നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് മിനയിലെത്തിയ ഉടനെ ആദ്യം 7 കല്ലുകൊണ്ട് ഒരു ജംറയിൽ എറിയണം. ജംറ എന്ന് പറഞ്ഞാൽ കല്ലെറിയാൻ പ്രത്യേകം ഉണ്ടാക്കിയ സ്ഥലം. 3 ജംറ ഉണ്ട്. 1, 2, 3. നമ്മൾ മിനയിൽ നിന്ന് പോകുമ്പോഴേ ആദ്യം ഒരു ജംറ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ്. ഇതേപോലത്തെ വലിയൊരു കെട്ടിടം, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വട്ടത്തിൽ കിണർ പോലെ, അതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു ചോരാണ്. അതാണ് ഈ ജംറ. 1ാമത്തെ ജംറ കാണും, അവിടെ എറിയരുത്, മുന്നോട്ട് പോകുക. അപ്പോൾ 2ാമത്തെ ജംറ കാണും, അവിടെ എറിയരുത്, മുന്നോട്ട് പോകുക. 3ാമത്തെ ജംറ കാണും, അതാണ് വലിയ ജംറ. ആ വലിയ ജംറയിൽ എത്തുമ്പോൾ നമ്മൾ അവിടെ 7 കല്ലുകൾ കൊണ്ട് ആ ചുമരിലേക്ക് എറിയാം. ഓരോ ഏറിലും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ചെറിയ കല്ല്, ചെറിയ കല്ല് പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞത് കടലമണിയോളം വലിപ്പമുള്ള ചെറിയ കല്ല്. ചില ആൾക്കാർ വലിയ ബോളറായിട്ടാണ് വരിക. എന്നിട്ട് എന്താ പറയാറോ, പിശാച്ചിനെ എറിയാന്നാ പറയാ. പിശാച്ച് അത്ര പൊട്ടനാ, ഈ 30 ലക്ഷം ആൾക്കാർ ഏറുള്ള വേണ്ടി അവിടെ പോയി പറ്റി പിടിച്ചിരിക്കാം. അല്ല എറിയാൻ പറഞ്ഞു, നമ്മൾ എറിഞ്ഞു. ഈ ഉറുദുവിലുള്ള ആൾക്കാർ, പാകിസ്ഥാൻകാരൊക്കെ ബഡാ ഷൈത്താൻ എന്നാണ് അതിന് പേരിട്ട് തന്നെ. എന്നിട്ട് ചെരുപ്പൂരി എറിയ, കയ്യിലെ ബാഗ് കൊണ്ട് എറിയ. കുട്ടികളൊക്കെ ഇല്ലാത്ത ഭാഗ്യ, കുട്ടികളൊക്കെ എടുത്ത് എറിയോല്. ആജാതി ആവേശ പിശാച്ചിനെ എറിയാൻ വേണ്ടി. നമ്മളോട് റസൂല് പറഞ്ഞു എറിയാൻ. ചെറിയ കല്ലുകൾ കൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 7 വട്ടം എറിയാം. അത് എറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എറിയുമ്പോൾ മിന നമ്മുടെ വലതുഭാഗത്തും മക്ക ഇടതുഭാഗത്തുമായി കൊണ്ടാണ് നിൽക്കേണ്ടത്. ഇത് റൗണ്ടാണല്ലോ. അപ്പോൾ ആ റൗണ്ടിൻ്റെ ഏത് ഭാഗത്തുനിന്ന് എറിയാം. പക്ഷെ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ മിന
വലതുഭാഗത്തും മക്ക ഇടതുഭാഗത്തുമായി നിന്നുകൊണ്ട് നമ്മൾ എറിയുക. 7 കല്ലുകൊണ്ട് എറിയുക. അന്ന് ആ ഏറേ ഉള്ളൂ. ആ ഏറ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി എന്താ അറിയോ? ബലി അറുക്കുക. ഹജ്ജിന്റെ ബലിയില്ലേ, ഫിദിയ. ഹജ്ജിന്റെ മാസങ്ങളിൽ ഹജ്ജും ഉംറയും നിർവഹിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ബലി അറുത്തോളണം. നമ്മൾ ഉംറ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ബലി അറുക്കണം. ആ ബലി ഒരാടിനെ അറുക്കണ്ടേ. അതൊരു വലിയ തട്ടിപ്പിന്റെ ലോകാപ്പി അറിവ്. പല ആൾക്കാരും നമ്മളെടുത്ത് കൊണ്ട് പറയേ, നിങ്ങൾ പൈസ തന്നാൽ മതി, ഞങ്ങൾ അറുത്തോളാം. പലരും അറുക്കൂല. അറുക്കുന്നത് ഇല്ലീഗലാ, നിയമവിരുദ്ധമാണ്. അങ്ങനെ അറിവ് ഒരു പ്രൈവറ്റ് വ്യക്തികളോ ഗ്രൂപ്പുകളോ അറിവ് ഏറ്റെടുക്കാൻ സൗദി ഗവൺമെന്റ് അനുവാദം കൊടുക്കുന്നില്ല. അവിടെ അറുക്കാൻ ഗവൺമെന്റ് ഏജൻസികളുണ്ട്, ഗവൺമെന്റ് അനുവാദം കൊടുത്ത സംഘടനകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരാടിന് 750 റിയാല വില. നമ്മുടെ ഇന്ത്യയിലെ വില പ്രകാരം 18,000 റുപ്യ അല്ലെങ്കിൽ 19,000 റുപ്യ വിലയാവും. ഇപ്പം ഡോളറിന്റെ വില കുറെ കൂടുതലായതുകൊണ്ടേ റിയാലിന്റെ വിലയൊക്കെ കുറെ മേലെയാണ്. എന്നാലും 18,000 റുപ്യ. ഈ ഒരാടിന്റെ വില സൗദി ഗവൺമെന്റ് നിശ്ചയിച്ച ഏജൻസികൾ, ബാങ്കുകൾ, ചാരിറ്റി ഓർഗനൈസേഷനുകൾ, അതിലേതെങ്കിലും നമ്മൾ കൊണ്ടുപോയി കൊടുത്താലേ ഓല് റെസീറ്റ് തരും. ആ റെസീറ്റിലുണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയുള്ള അറിവ് ദുൽഹജ്ജ് 10-ന് 10 മണിക്ക് മുമ്പ് നിർവഹിക്കും. അതൊരു ഗ്യാരണ്ടിയാ, സർക്കാർ ഗ്യാരണ്ടിയാ. അത് അറുത്തിരിക്കും. അപ്പൊ ഏറ്റവും നല്ല എന്താ വെച്ചാൽ ആ പൈസ ഓരെ ഏൽപ്പിക്കലാണ്. അപ്പോഴാണ് നമ്മളെടുത്ത ആൾക്കാർ വരും. അതെ, നമ്മളെ കുറേ മലയാളികൾ കൂടി കണ്ട് അറക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ 750 അല്ലേ, ഇവർ 400-ന് അറക്കും. ചിലപ്പോൾ അറക്കുണ്ടാവും. ചില ആൾക്കാർ പറയും ഇവിടെ അറക്കണ്ട, ഇതിൻ്റെ ആവശ്യക്കാർ നാട്ടിലാണ്, നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി അവിടെ പാവപ്പെട്ട ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ കൊണ്ടുപോയിട്ട് അറക്കാം. അതൊന്നുമല്ല, അത് മിനായിൽ അറക്കേണ്ട അറിവാ, അത് അവിടെ അറക്കണം. അപ്പം ഏതായാലും ഇത്ര പൈസ കൊടുത്ത് പോയതല്ലേ, ഈ അറിവുമത്ത് അറക്കിക്കണ്ട. പറ്റുമെങ്കിൽ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കിയോസ്കുകൾ, ചെറിയ ചെറിയ പെട്ടിക്കൂട് പോലത്തെ പെട്ടി കാണാം. ഇതിൻ്റെ പൈസ സ്വീകരിക്കുന്ന സ്ഥലം. അവിടെ പൈസ കൊണ്ടുപോയി കൊടുത്താൽ, നമ്മളെ പേര് കൊടുത്താൽ റെസീറ്റ് ഇങ്ങോട്ട് തരും. പിന്നെ ഞങ്ങൾ ബേജാറാവണ്ട, ദുൽഹജ്ജ് 10-ന് വേണ്ടി അറിവ് നടക്കും. അപ്പോൾ 1 കല്ലെറിഞ്ഞു, 2 അറിവ് നടത്തി, 3 അന്ന് മുടി വെട്ടണം, മുടി വെട്ട്, 4 മക്കയിൽ പോയി തവാഫും സഅയും ചെയ്യണം. ഹജ്ജിൻ്റെ തവാഫും സഅയും അന്നാ ചെയ്യണ്ടേ, ദുൽഹജ്ജ് 10. പക്ഷേ ഒരുവിധം ആൾക്കാർക്കൊന്നും അന്ന് മക്കത്ത് പോയിട്ട് ചെയ്യാൻ കഴിയില്ല. ഒന്ന് നടന്നു പോകണം, അന്ന് വാഹനമൊന്നും കിട്ടൂല. ഒരു 5-6 കിലോമീറ്റർ അങ്ങോട്ടും നടക്കണം, തിരിച്ചിങ്ങോട്ടും നടക്കണം. അത് ഭയങ്കര ക്ഷീണയിക്കാരം. അതുകൊണ്ട് ഇസ്ലാമിനൊരു ഇളവുണ്ട്. ആ തവാഫും സഅയും അന്ന് തന്നെ ചെയ്യണമെന്നില്ല. പിറ്റേന്നോ ഇല്ല, നമ്മൾ എന്നാണോ മക്കയിൽ നിന്ന് പോരുന്നത് അതിൻ്റെ മുമ്പായിട്ട് ചെയ്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ബേജാറാവണ്ട. ചില ആൾക്കാർ പറയാറുണ്ട് ദുൽഹജ്ജ് 13-ന് മുമ്പായിട്ട് ചെയ്യണം, അങ്ങനെ അഭിപ്രായമുണ്ട്. പക്ഷേ ഒന്നുകൂടി ഫ്ലെക്സിബിളാണ്. നമ്മൾ എപ്പോഴാണോ പോരുക അതിൻ്റെ മുമ്പ് ചെയ്താൽ മതി. അന്ന് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ കല്ലെറിഞ്ഞ ജംറ അവിടുന്ന് നേരെ നടക്കുകയാണെങ്കിലേ വെയിൽ കൊള്ളാത്ത ടണലുകളുണ്ട്, അതിലൂടെ നടന്നാൽ 5 കിലോമീറ്റർ നടന്നാൽ മക്കയിലെത്താം. ധൈര്യം ഉണ്ടെങ്കിൽ നടക്കാം. കുറേ ആൾക്കാർ നടക്കരുത്. എന്താ അറിയോ, അന്ന് തന്നെ തവാഫും സഅയും കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ മാറ്റി വെക്കണം. മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അന്ന് എന്തൊക്കെ കർമ്മ ചെയ്തേണ്ടത്? 1 ജംറയിൽ എറിയണം, 1 ജംറയിൽ. 2 ബലിയറുക്കണം. 3 മുടിയെടുക്കണം. ആ ഉംറ കഴിഞ്ഞ് ചെയ്തില്ലേ, അതേപോലെ മുടിയെടുക്കണം. 4 ഹജ്ജിൻ്റെ തവാഫും സഅയും നിർവഹിക്കണം. ഹജ്ജിൻ്റെ തവാഫും സഅയും അന്ന് സാധിക്കാത്ത ആളുകൾക്ക് പിന്നീടുള്ള ദിവസങ്ങളിലും ആവാം. അന്ന് പറ്റണോല് അന്ന് പോയിക്കോളുണ്ട്, ചെയ്തു പോരാം. ദുൽഹജ്ജ് 10 കഴിഞ്ഞ് ഈ കർമ്മങ്ങൾ ചെയ്താലേ നമ്മൾ ഇഹ്റാമിൽ നിന്ന് പകുതി പുറത്തായി. ഹാഫ് തഹല്ലുൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഡ്രസ്സൊക്കെ മാറുക, സുഗന്ധമൊക്കെ ഉപയോഗിക്കുക, ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധമൊഴികെ ബാക്കി ഇഹ്റാം കൊണ്ട് നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളും ഈ 10-ാമത്തെ ദിവസം ഓപ്പണായി. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ദുൽഹജ്ജ് 8-ന് അന്ന് ആ തുണി കിട്ടിയതാണ്. റൂമിൽ നിന്നാണ് നമ്മൾ ഇഹ്റാം ചെയ്തേ. അന്ന് മീക്കാത്ത് പോകണ്ട, ദുൽഹജ്ജ് 8-ന് നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന് ഇഹ്റാം ചെയ്തതാ. അപ്പോൾ നേരെ നമ്മൾ അവിടെ എത്തി ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 4 കർമ്മങ്ങൾ നിർവഹിച്ചതുപോലെ ടെൻറ്റിക്ക് തിരിച്ചു വന്ന് പിന്നെ ഹജ്ജിൻ്റെ ദിവസങ്ങൾ 3 ദിവസം കൂടി ബാക്കിയുണ്ട്. ദുൽഹജ്ജ് 11, 12, 13. ഈ ദിവസങ്ങൾക്ക് എന്താ പേര് പറയാം? അയ്യാമു തശ്രീഖ്. ഇപ്പം ഹജ്ജിൻ്റെ 6 ദിവസത്തിനും പേരായി, അത് മറക്കല്ലേ. 1 യൗമു തെർവിയ, ദുൽഹജ്ജ് 8 റെഡിയാകേണ്ട ദിവസം. അടുത്തത് യൗമു അറഫ, അടുത്തത് യൗമു നഹർ, പിന്നെ 11, 12, 13 അയ്യാമു തശ്രീഖ്. ഈ അയ്യാമു തശ്രീഖിൻ്റെ അന്നാണ് ശരിക്ക് ഹജ്ജ് ആസ്വദിക്കൽ. എന്നറിയോ, അന്ന് വേറെ ഒരു പണിയില്ല.
മിനായിലെ ടെന്റിലിരിക്കുക. ലുഹറിന്റെ സമയത്തിന് ശേഷം അഥവാ ലുഹർ ബാങ്ക് കൊടുത്ത ശേഷം നമ്മൾ ജംറയിലേക്ക് കല്ലെറിയാൻ പോവുക. അന്ന് എന്താ ചെയ്യേണ്ടത് അറിയോ? 3 ജംറകളിൽ എറിയണം. 7 കല്ല്. ഒരു ദിവസം 21 കല്ല് വേണം. ആദ്യം കാണുന്ന ജംറയിൽ 7 കല്ലുകൊണ്ട് എറിയുക. എന്നിട്ട് ലേശം മുന്നോട്ട് പോയിട്ട് കിബിലക്ക് നേരെ തിരിഞ്ഞൊന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കുക. എന്നിട്ട് അടുത്ത ജംറയിലേക്ക് പോവുക. അവിടെ 7 കല്ലുകൊണ്ട് എറിയുക. എന്നിട്ട് കിബിലക്ക് നേരെ തിരിഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക. പിന്നെ 3ാമത്തെ ജംറയിൽ എറിയുക. പിന്നെ പ്രാർത്ഥിക്കണ്ട. 1-ലെറിഞ്ഞിട്ട് പ്രാർത്ഥിക്കണം, 2-ലെറിഞ്ഞിട്ടും പ്രാർത്ഥിക്കണം. അത് കിബിലക്ക് നേരെ തിരിഞ്ഞാവണം പ്രാർത്ഥന. 3ാമത്തേൽ എറിഞ്ഞിട്ട് നേരെ മടങ്ങിപ്പോവുക ടെൻറ്റിക്ക്. അതെന്ന് 11-ന് 12-നും അങ്ങനെ തന്നെ. 12-നും 1ാമത്തെ ജംറയിൽ എറിയുക, കിബിലക്ക് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുക. 2ാമത്തേൽ 7 കല്ലുകൊണ്ട് എറിയുക, പ്രാർത്ഥിക്കുക. 3ാമത്തേലും 7 കല്ലുകൊണ്ട് എറിയുക, മടങ്ങിപ്പോരുക. 12 കഴിഞ്ഞ് ഒരാൾക്ക് തീരുമാനിക്കുകയാണ്, ഞാൻ 13-ന് ഇവിടെ നിൽക്കണില്ല, ഞാൻ 12-ന് തീർത്ത് മക്കത്തേക്ക് തിരിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ ജോലി തിരക്കുള്ള ഒരാൾ, ലീവില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് പ്രശ്നമുള്ള ഒരാൾ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് 12ഓട് കൂടി അവസാനിപ്പിക്കാം. 12-ന്റെ ഏറ് കഴിഞ്ഞാൽ പിന്നെ 13-നും വേണ്ടി അന്ന് പ്രത്യേകിച്ച് എറിയൊന്നും വേണ്ട. 12ാമത്തെ ദിവസത്തെ ഏറ് കഴിഞ്ഞാൽ അവർക്ക് മിനയിൽ നിന്ന് മക്കയിലേക്ക് പോകാം. ഒരു നിബന്ധനയുണ്ട്, സൂര്യാസ്തമയത്തിന് മുമ്പ് മിനയിൽ നിന്ന് പുറത്തു പോയിരിക്കണം. സൂര്യാസ്തമയത്തിന് മുമ്പ് മിനയിൽ നിന്ന് പോകണം. അവർക്ക് വേണ്ടി മക്കയിലേക്ക് പോകാം. 2 ദിവസം കൊണ്ട് പല കർമ്മങ്ങൾ പൂർത്തിയായി. അല്ല, ഏറ്റവും നല്ല എന്താ നിങ്ങൾ 13-നും കൂടി അവിടെ നിൽക്കുക. പിറ്റേത് അന്നാണ് ഹജ്ജിൻ്റെ ഏറ്റവും സുഖമുള്ള ദിവസം. എന്താ നിങ്ങൾ 13. എന്താ പ്രത്യേകത അറിയോ? മിനയിലെ ടെൻറ്റുകളിലുള്ള 80% ആൾക്കാരും ഈ 12-ന് ഒഴിവായി പോവും. പോകാൻ നിൽക്കുക പോലും ഒഴിവ് കിട്ടാം. നമ്മൾ മലയാളികളും പിന്നെ ദീനീപരമായ കാര്യങ്ങൾ ചിട്ടുള്ള ആൾക്കാർ മാത്രം 13-ന്. അപ്പം എന്താ അറിയോ? അതുവരെ നമുക്കവിടെ പെരും തിരക്കേനി. ഈ 13-ന് അന്ന് സകല ടെൻറ്റ് ഒഴിവേക്കാരം, പന്ത് കളിക്കാൻ സ്ഥലേക്കാരം, എവിടെ പോയി കിടക്കുക, എവിടെ ഉറങ്ങുക, ഏത് ബാത്റൂമിലും പോകാം, എന്തൊരു സുഖാര്യങ്ങൾ. ആ 13-ന് അന്നത്തെ മീനുണ്ടല്ലോ, അത് മറക്കൂല, അത്ര സുഖം. അപ്പം 13-ന്റെ അന്ന് നിങ്ങൾ മിനയിൽ തങ്ങുക. 13-നും ലുഹർ നിസ്കാരം. ഈ 3 ദിവസം നമ്മളാകെ എത്ര ദിവസമാണ് കല്ലെറിയണ്ടേ? ദുൽഹജ്ജ് 10-ന് ഒരു ജംറയിൽ എറിയണം, 11-ഉം 12-ഉം 13-ഉം എറിയണം. ദുൽഹജ്ജ് 10-ന്റെ അന്ന് ലുഹറിൻ്റെ മുമ്പ് എറിയല പുണ്യം. ലുഹറിൻ്റെ മുമ്പ് എറിയണം. 11-ഉം 12-ഉം 13-ഉം ഉണ്ടല്ലോ, ലുഹറിന് ശേഷം എറിയണ്ടേ. ചില ആൾക്കാർ തിരക്ക് കുറവാ, നമുക്ക് രാവിലെ തന്നെയാണ് പോവുക. ഒരു രാവിലെ പോയി ഏറ് തുടങ്ങിയേക്കും. നമ്മൾ ചായ അടിച്ച് വരുമ്പോൾ കാണാൻ നിങ്ങൾ എവിടെ വരുന്നത്? ഞങ്ങൾ എറിഞ്ഞ് വരികയാണ്. ഇന്നലത്തെ ഏറ അല്ല, ഇന്നത്തെ ഏറെ. ഒരു തിരക്ക് കുറഞ്ഞ് എന്തിനാ അങ്ങനെയൊക്കെ ലാഭം നോക്കണം? നമുക്ക് റസൂലുള്ള പഠിപ്പിച്ച് ലുഹറിന് ശേഷം പോവുക. ആദ്യത്തെ ദുൽഹജ്ജ് 10-ലെ ഏറ് ലുഹറിന് മുമ്പ്, 11-ഉം 12-ഉം 13-ഉം ലുഹറിന് ശേഷം. അപ്പം ചില ആൾക്കാർ വിചാരിക്കുക 13 നമ്മൾ പോകല്ലേ, നേരത്തെ എറിഞ്ഞ് പോകുക. ഏറ്റവും നല്ല എന്താ നിങ്ങൾ ലുഹറിന് ശേഷം എറിഞ്ഞിട്ടാണ് പോകല. ലുഹറിന് ശേഷം ഏറോടുകൂടി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞ്. അഥവാ ദുൽഹജ്ജ് 10-ന്റെ തവാഫും സായിയും ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ മക്കയിൽ പോയിട്ട് പിന്നെ ചെയ്യാം. അത് ചെയ്തിട്ടുണ്ടോ അന്ന് നിങ്ങൾ ക്ലിയറായി, എല്ലാ പരിപാടിയും കഴിഞ്ഞ് റാഹത്തായി. പിന്നെ അള്ളാഹിനോട് ശരിക്ക് പ്രാർത്ഥിക്കുക, പടച്ചോനെ കഷ്ടപ്പെട്ട് ചെയ്തതാ റബ്ബേ, ഒരുപാട് കുറവൊക്കെ ഉണ്ടാവാ, സ്വീകരിക്കണേ റബ്ബേന്ന് അള്ളാഹിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്ന് മദീനത്തേക്ക് പോല. മദീന യാത്ര ഹജ്ജുമായി ബന്ധപ്പെട്ടതല്ല, അതിൻ്റെ കാര്യങ്ങൾ വേറെയാണ്. അത് നിങ്ങൾ ചോദിച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞുതരും. അപ്പോൾ ഉംറ എന്ന് പറഞ്ഞാൽ ഇഹ്റാം, തവാഫ്, സഅയ്, മുടിവെട്ടൽ, ഉംറ കഴിഞ്ഞ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ മിന, അറഫ, രാത്രി മുസ്തലിഫ, വീണ്ടും മിന, 13-ഉം 14-ഉം 11-ഉം 12-ഉം 13-ഉം മിന. ആകെ 6 ദിവസമാണ്. അതിൽ 8-ന് മിനയിൽ, 9-ന്റെ പകല് അറഫയിൽ, അതിൻ്റെ രാത്രി മുസ്തലിഫയിൽ, ബാക്കിയുള്ള ദിവസം മുഴുവൻ എവിടെ? മിനയിലാണ്. ആകെ 6 ദിവസത്തിൽ 1 ദിവസം മാത്രം പുറത്ത്, ബാക്കി 5 ദിവസം മിനയിലാണ്. അപ്പം മിനയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു 5 ദിവസത്തിന് ആവശ്യമായ അത്യാവശ്യ വസ്ത്രങ്ങൾ, മരുന്നുകൾ, സൗകര്യങ്ങൾ ഇത് മാത്രം കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ നമ്മളെ പണ്ഡിതന്മാരോട് ചോദിക്കാം. ഇനി ഹജ്ജിലേക്ക് പോണേ വരെ ഇനി കുറേ സമയമുണ്ടല്ലോ, നമ്മുടെ നമ്പറുകളൊക്കെ ലഭ്യമാണ്. സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചോളുണ്ട്, ആ സംശയങ്ങൾ തീർക്കാം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, മക്കയിലെത്തും മുമ്പ് എങ്ങനെയാണ് ഉംറ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പഠിക്കുക. അവിടെ ചെന്നാൽ അവിടെ ശിർക്കുണ്ട്, ബിദ്അത്തുണ്ട്, ഇതിനൊക്കെ നമ്മൾ നന്നായി സൂക്ഷിക്കണം. റസൂലുള്ള പഠിപ്പിച്ച ഇസ്ലാമിക
ലാഭകരമായ ഹജ്ജും ഉംറയുമായിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കണം. എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കണം. മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയും നമ്മുടെ സംഘടനാ നേതാക്കന്മാർക്ക് വേണ്ടിയുമൊക്കെ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.